നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് SCERT ടെക്സ്റ്റ് ബുക്ക് 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് ആണ് പഠിക്കാനായിട്ട് പോകുന്നത്. നമുക്ക് മൊത്തം 10 ലെസണാണ് ഉള്ളത്. ആ 10 ലെസണും ഈ ഒരൊറ്റ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാർ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. PSC അതുപോലെ തന്നെ ടെറ്റ്, LPSA, UPSA ഈ എക്സാമുകൾക്കൊക്കെ പോകുന്ന കൂട്ടുകാർക്ക് വളരെ ഉപകാരപ്രദമായ ക്ലാസ്സുകളാണ്. കാരണം നമ്മൾ SCERT ടെക്സ്റ്റ് ബുക്ക് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ടതാണ്. മത്സര പരീക്ഷകൾക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും SCERT ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ സയൻസിൻ്റെ 6ാം ക്ലാസ്സിലെ മൊത്തം ഈ ഒരു ക്ലാസ്സിലൂടെ നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ടെക്സ്റ്റ് ബുക്ക് മാത്രമല്ല നമ്മൾ ബേസ് ചെയ്തിരിക്കുന്നത്, അല്ലാതെ കുറച്ച് പുറത്തുനിന്നുള്ള ക്വസ്റ്റ്യൻസും കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂട്ടുകാർക്ക് ഈ ഒരു ക്ലാസ് വളരെ ഉപകാരപ്രദമായിരിക്കും കേട്ടോ. ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും കൂട്ടുകാരുടെ അഭിപ്രായങ്ങൾ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ ഇടാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ കൂട്ടുകാരുടെ പ്രോത്സാഹനവും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്കിന്ന് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ലെസൻ്റെ പേരാണ് ജീവൻ്റെ ചെപ്പുകൾ. ജീവൻ്റെ നിർമ്മിതി. ആദ്യത്തെ ടോപ്പിക്കാണ് ജീവൻ്റെ നിർമ്മിതി. അപ്പോൾ എങ്ങനെയാണ് ജീവശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്? കോശങ്ങൾ കൊണ്ടാണ് ജീവശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അതായത് ജീവശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ചെറു ഘടകങ്ങളാണ് എന്തെന്ന് പറയുന്നത്? കോശങ്ങൾ അഥവാ സെൽസ് എന്ന് പറയുന്നത്. ഒരു ജീവശരീരത്തിൻ്റെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകമാണ് ഏത്? കോശം. വളരെ പ്രധാനപ്പെട്ടതാണ് കോശം. എന്താണ് കോശങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ചെറുഘടകങ്ങളാണ്. ഇനിയോ ജീവശരീരത്തിൻ്റെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ് ആൻസർ? കോശം. ഇനി 2 തരം കോശജീവികളുണ്ട്. ഏതൊക്കെയാണ്? ഏകകോശ ജീവികൾ, അതായത് യൂണിസെല്ലുലാർ ഓർഗാനിസം ആൻഡ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസം, ബഹുകോശ ജീവികൾ. അപ്പോൾ എന്തായിരിക്കും ഏകകോശ ജീവികൾ? ശരീരത്തിൽ എന്തുണ്ടാവുള്ളൂ? ഒരു കോശം മാത്രമുള്ള ജീവികളെ നമുക്ക് എന്തെന്ന് പറയാം? ഏകകോശ ജീവികൾ അഥവാ യൂണിസെല്ലുലാർ ഓർഗാനിസംസ് എന്ന് പറയാം. ഇനി ഒന്നിലധികം കോശങ്ങളുള്ള ജീവികളെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ബഹുകോശ ജീവികൾ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് എന്ന് വിളിക്കാം. അപ്പം നോക്കിക്കേ, ഈ ഒരു ചിത്രത്തിൽ നോക്കിക്കേ, ഇതൊരു മൈക്രോസ്കോപ്പിൻ്റെ ചിത്രമാണ്. മൈക്രോസ്കോപ്പ് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തത്, അതായത് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത കോശങ്ങളെ നിരീക്ഷിക്കാനായിട്ട് നമ്മൾ എന്തുപയോഗിക്കുന്നത്? മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുന്നത്. ഇനി ആരാണ് മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് ആദ്യമായിട്ട് കോശങ്ങളെ നിരീക്ഷിച്ചത്? റോബർട്ട് ഹുക്കാണ്. സ്വയം നിർമ്മിച്ച ലളിതമായ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് ആദ്യമായി കോശങ്ങളെ നിരീക്ഷിച്ചത് ആരാണ്? റോബർട്ട് ഹുക്കാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചു ഏകകോശ ജീവികളെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഏകകോശ ജീവികൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയായിരിക്കും? അമീബ, യുഗ്ലീന, പാരമീസിയം. വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതൊക്കെയാണ് ഏകകോശ ജീവികൾക്ക് ഉദാഹരണം? അമീബ, യുഗ്ലീന, പാരമീസിയം. ഇനി ഇവരിലെ ജീവൽ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടക്കുന്നുണ്ട്. അതായത് ആഹാര സമ്പാദനം, ശ്വസനം തുടങ്ങിയ ശാരീരിക പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നത് ആരാണ്? ഒരു കോശമാണ്. അപ്പം അമീബയുടെയും യുഗ്ലീനയുടെയും പാരമീസിയത്തിൻ്റെ ചിത്രമാണ് ഈ കാണിച്ചിരിക്കുന്നത്. നോക്കിക്കേ, ഇനി അടുത്തതാണ് നമ്മൾ പറയുന്നത് അമീബ. അമീബ ആരാണ്? ഇവിടെ അമീബയുടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അമീബ ചലിക്കുന്നത് കപടപാദങ്ങൾ ഉപയോഗിച്ചാണ്. ഇത് പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. അമീബ ചലിക്കുന്നത് എങ്ങനെയാണ്? അമീബ ചലിക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? കപടപാദങ്ങൾ ഉപയോഗിച്ചാണ്. ഇനി അടുത്ത ചിത്രം നോക്കിയൊക്കെ, യുഗ്ലീനയുടെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഇനി യുഗ്ലീനയുടെ ചലനത്തിന് സഹായിക്കുന്നത് ഫ്ലജല്ലമാണ്. ഏതാണ്? യുഗ്ലീനയിലെ ഫ്ലജല്ലമാണ് ചലനത്തിന് സഹായിക്കുന്നത്. ഇവയിൽ സസ്യങ്ങളെ പോലെ ഹരിതകണം ഉണ്ട്. അപ്പോൾ ഹരിതകണമുള്ളത് അതിലാണ്? യുഗ്ലീനയിലാണ്. അടുത്തത് പാരമീസിയം. പാരമീസിയയിൽ എങ്ങനെയാണ് ചലിക്കുന്നത്? സീലിയ ഉപയോഗിച്ചാണ് പാരമീസിയം ചലിക്കുന്നത്. അപ്പോൾ എന്താണ്? അമീബ ചലിക്കുന്നത് എങ്ങനെയാണ്? കപടപാദങ്ങൾ വെച്ചിട്ട്. യുഗ്ലീന ചലിക്കുന്നത് എങ്ങനെയാണ്? ഫ്ലജല്ലം വെച്ചിട്ട്. ഇനി പാരമീസിയം എങ്ങനെയാണ് ചലിക്കുന്നത്? സീലിയ വെച്ചിട്ട്. അങ്ങനെയെങ്കിൽ എന്തായിരിക്കും ബഹുകോശ ജീവികൾ? അതിന് ഉദാഹരണം ഏതായിരിക്കും? സസ്യങ്ങളും ജന്തുക്കളും എല്ലാം എന്തിനു ഉദാഹരണങ്ങളാണ്? ബഹുകോശ ജീവികൾക്ക് ഉദാഹരണമാണ്. ജീവികളുടെ വലിപ്പം
കോശങ്ങളുടെ വലിപ്പത്തെയല്ല എണ്ണത്തെയാണ് ആശ്രയിക്കുന്നത്. വലിയ ജീവികളിൽ കോശങ്ങളുടെ എണ്ണം എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. ഇനി കോശത്തെക്കുറിച്ചുള്ള പഠനത്തെ നമുക്ക് എന്തെന്ന് പറയാം? സൈറ്റോളജി. എന്ത് പറയാം? സൈറ്റോളജി. കോശത്തെക്കുറിച്ചുള്ള പഠനമാണ് സൈറ്റോളജി. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പൊതുവായ ഘടനയും ധർമ്മവുമുള്ള ഒരു കോശ സമൂഹമാണ് എന്ത്? കലകൾ. പൊതുവായ ഘടനയും ധർമ്മവുമുള്ള കോശ സമൂഹങ്ങളെ നമുക്ക് എന്ന് പറയാം? കലകൾ അഥവാ ടിഷ്യൂസ് എന്ന് പറയാം. ഇനി അങ്ങനെയെങ്കിൽ കലകളെ കുറിച്ചിട്ടുള്ള പഠനശാഖ എന്തായിരിക്കും? ഹിസ്റ്റോളജി. കലകളെ കുറിച്ചിട്ടുള്ള പഠനശാഖ ഹിസ്റ്റോളജി. സെല്ലുല എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് സെൽ എന്ന പേര് വന്നത്. ഈ സെല്ലുല എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ചെറിയ മുറി അഥവാ സ്മോൾ റൂം എന്നാണ്. എന്താണ് പറഞ്ഞത്? സെല്ലുല എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് എന്ത് രൂപം കൊണ്ടത്? സെൽ അഥവാ കോശം എന്ന പേര് വന്നത്. ഈ സെല്ലുല എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ചെറിയ മുറി എന്നാണ്. ഇനി ഏറ്റവും വലിയ കോശം ആരുടെ ആയിരിക്കും? ഒട്ടകപ്പക്ഷിയുടെ മുട്ടയാണ്. ഏറ്റവും വലിയ കോശം ഏതാണ്? ഒട്ടകപ്പക്ഷിയുടെ മുട്ട. അതിൻ്റെ വ്യാസം എത്രയാണ്? 15 സെൻറ്റിമീറ്റർ ടു 20 സെൻറ്റിമീറ്റർ വരെയാണ്. അങ്ങനെയെങ്കിൽ ഏറ്റവും ചെറിയ കോശം ആരുടെയാണ്? മൈക്കോപ്ലാസ്മ. ഏറ്റവും ചെറിയ കോശം ഏതാണ്? മൈക്കോപ്ലാസ്മ. ഈ മൈക്കോപ്ലാസ്മ നമ്മുടെ ജന്തുക്കളിലും അതുപോലെ തന്നെ മനുഷ്യരിലും ധാരാളം രോഗങ്ങൾ ഉണ്ടാക്കാനായിട്ട് കഴിയുന്ന ഒരു സൂക്ഷ്മ ബാക്ടീരിയ വർഗത്തിൽ പെട്ടതാണ്. പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം PPLO എന്നറിയപ്പെടുന്ന ഒരു ജീവിയാണ് ഏത്? മൈക്കോപ്ലാസ്മ. ഏറ്റവും വലിയ ഏകകോശ ജീവി ഏതാണ്? അസറ്റോബുലേറിയ. ഏറ്റവും വലിയ ഏകകോശ ജീവിയാണ് ഏതാണ്? അസറ്റോബുലേറിയ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം ബീജകോശവും വലിയ കോശം അണ്ഡകോശവുമാണ്. ഏതാണ്? വളരെ പ്രധാനപ്പെട്ടതാണ്. പല ക്വസ്റ്റ്യൻസിലും അതായത് പല ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും കണ്ടിട്ടുള്ളതാണ്. LP UPയിൽ തീർച്ചയായിട്ടും വരാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം ഏതാണ്? ബീജകോശം അതായത് സ്പേം. ഏറ്റവും വലിയ കോശം ഏതാണ്? അണ്ഡകോശം. ഏതാണ്? ഓവമാണ്. ഓക്കെ. ഇനി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളമേറിയ കോശമാണ് നാഡീകോശം, ന്യൂറോൺ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളമേറിയ കോശം ഏതാണ്? നാഡീകോശം. അരുണ രക്താണുക്കളാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏതാണ്? റെഡ് ബ്ലഡ് സെൽസ് ആണ്. അരുണ രക്താണുക്കളാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള കോശം ഏതാണ്? നാഡീകോശമാണ്. ഈ നാഡീകോശമാണ് ഏറ്റവും നീളമേറിയ കോശം. അടുത്തത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് സസ്യകോശത്തെക്കുറിച്ചിട്ടും ജന്തുകോശത്തെക്കുറിച്ചിട്ടുമാണ്. അപ്പോൾ സസ്യജന്തുജാലങ്ങൾ വൈവിധ്യമാർന്ന കോശങ്ങളാൽ നിർമ്മിതമാണ്. ഇനി ഈ സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? MJ ഷ്ലീഡൻ. വളരെ പ്രധാനപ്പെട്ടതാണ്. സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് ആരാണ്? MJ ഷ്ലീഡൻ. ഇത് കേട്ടറ്റിനും അതുപോലെ തന്നെ LPക്കൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അങ്ങനെയെങ്കിൽ ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് ആരാണ്? തിയോഡർ ഷാൻ. ആരാണ്? ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് ആരാണ്? തിയോഡർ ഷാൻ. ഇത് രണ്ടും ഓർത്തിരിക്കേണ്ടതാണ് കേട്ടോ. ഇനി മുൻപ് നിലനിന്നിരുന്ന കോശങ്ങളിൽ നിന്നും മാത്രമേ പുതിയ കോശങ്ങൾ ഉണ്ടാകൂ എന്ന് പ്രസ്താവിച്ചത് ആരാണ്? റുഡോൾഫ് വിർഷോ ആണ്. മുൻപ് നിലനിന്നിരുന്ന കോശങ്ങളിൽ നിന്ന് മാത്രമേ പുതിയ കോശങ്ങൾ ഉണ്ടാകുള്ളൂ എന്ന് പറഞ്ഞത് ആരാണ്? റുഡോൾഫ് വിർഷോ. ഈ ഒരു ചിത്രത്തിലേക്ക് നോക്കിക്കേ. പല വിധത്തിലുള്ള കോശങ്ങളെയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ബ്രെയിൻ സെൽ, ഒനിയൻ സെൽ, ലീഫ് സെൽ, റെഡ് ബ്ലഡ് സെൽ, വൈറ്റ് ബ്ലഡ് സെൽസ്, മസിൽ സെൽ. കണ്ടല്ലോ. ഇനി ഓരോ കോശത്തിലും ജീവന്റെ നിലനിൽപ്പിന് ആധാരമായ നിരവധി പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇനി കോശത്തിനുള്ളിൽ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. എല്ലാ കോശത്തിലും പൊതുവായി ചില ഘടകങ്ങൾ ഉണ്ട്. ഏതൊക്കെയാണ് കോശത്തിലുള്ളത്? മർമ്മം അതായത് ന്യൂക്ലിയസ്, കോശസ്തരം സെൽ മെമ്പറൈൻ, കോശദ്രവ്യം സൈറ്റോപ്ലാസം. ഏതൊക്കെയാണ്? എല്ലാ കോശത്തിലും പൊതുവായിട്ടുള്ള ചില ഘടകങ്ങൾ ഏതൊക്കെയാണ്? മർമ്മം, കോശസ്തരം, കോശദ്രവ്യം. കോശത്തിൻ്റെ കേന്ദ്രഭാഗത്തെ നമുക്ക് എന്തെന്ന് പറയാം? മർമ്മം എന്ന് പറയാം.
കോശത്തിൻ്റെ കേന്ദ്രഭാഗത്ത് നമുക്ക് എന്തെന്ന് പറയാം? മർമ്മം എന്നും. കോശത്തിൻ്റെ ആവരണമാണ് ഏത്? കോശസ്തരം. കോശസ്തരത്തിന് അകത്ത് നിറഞ്ഞിരിക്കുന്ന ദ്രാവകമാണ് ഏത്? കോശദ്രവ്യം. അപ്പം എന്താണ് കോശദ്രവം, അതുപോലെ കോശസ്തരം, മർമ്മം എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി കോശപ്രവർത്തനങ്ങളുടെ നിയന്ത്രണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് എവിടെയാണ്? കോശമർമ്മം അഥവാ ന്യൂക്ലിയസ് ആണ്. എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന നിയന്ത്രണ കേന്ദ്രം ഏതാണ്? കോശമർമ്മം അഥവാ ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് ഇല്ലാത്ത കോശങ്ങളാണ് പ്രോകാരിയോട്ടിക് കോശങ്ങളെന്ന് പറയുന്നത്. എന്താണ്? ന്യൂക്ലിയസ് ഇല്ലാത്ത കോശങ്ങളാണ് ഏത്? പ്രൊക്കാരിയോട്ടിക് കോശങ്ങളെന്ന് പറയുന്നത്. ഇനി ന്യൂക്ലിയോസോട് കൂടിയുള്ള കോശങ്ങളെയാണ് നമ്മൾ എന്ന് പറയുന്നത് യുക്കാരിയോട്ടിക് കോശങ്ങളെന്ന് പറയുന്നത്. എന്താണ്? ന്യൂക്ലിയസ് ഇല്ലാത്തതിന് നമ്മൾ പ്രൊക്കാരിയോട്ടിക് കോശങ്ങളെന്നും ന്യൂക്ലിയസ് ഉള്ളതിന് എന്ത് പറയും? യുക്കാരിയോട്ടിക് കോശങ്ങളെന്നും പറയും. കോശസ്തരം അഥവാ സെൽ മെമ്പറൈൻ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ലിപിഡുകളും പ്രോട്ടീനുകളും കൊണ്ടാണ്. കോശസ്തരം നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ലിപിഡുകളും പ്രോട്ടീനുകളും കൊണ്ടും. ഇനി കോശമർമ്മം ആരാണ് കണ്ടുപിടിച്ചത്? ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ആരാണ്? റോബർട്ട് ബ്രൗൺ ആണ്. കോശമർമ്മം കണ്ടുപിടിച്ചത് ആരാണ്? റോബർട്ട് ബ്രൗൺ. കോശം കണ്ടുപിടിച്ചത് ആരാണ്? നമ്മൾ നേരത്തെ പഠിച്ചു. ആരാണ്? റോബർട്ട് ഹുക്കാണ്. ഇനി കോശഭാഗങ്ങൾ നോക്കിക്കേ. സസ്യത്തിൻ്റെയും ജന്തുവിൻ്റെയും, ജന്തുകോശവും സസ്യകോശവുമാണ് ഈ കാണിച്ചിരിക്കുന്നത്. കണ്ടോ? മർമ്മം, കോശഭിത്തി, ഹരിതകം. ഹരിതകം ഏതിലാണുള്ളത്? സസ്യകോശത്തിലാണ്. ഫേനം ജന്തുകോശത്തിലും സസ്യകോശത്തിലുണ്ട്. കോശസ്തരം മെമ്പറൈൻ 2 പേർക്കുണ്ട് അല്ലേ? സെൽ മെമ്പറൈൻ 2 പേർക്കുമുണ്ട്. കോശദ്രവ്യം എന്തിന്? 2 പേർക്കുമുണ്ട്. അപ്പം കോമൺ ആയിട്ടുള്ളത് ഏതൊക്കെയാണ്? ഏതൊക്കെയാണ്? ന്യൂക്ലിയസും സെൽ മെമ്പറൈനും സൈറ്റോപ്ലാസും ഫേനോ കോമൺ ആയിട്ടുണ്ട്. ഓക്കെ. ഇനി ഹരിതകം, കോശഭിത്തി എന്നിവ സസ്യങ്ങളിൽ മാത്രം കാണപ്പെടുന്നു. ജന്തുകോശങ്ങളിൽ ഇവ ഇല്ല. ഏതാണ്? സസ്യങ്ങളിൽ മാത്രമുള്ളത് ഏതാണ്? ഹരിതകം. അതായത് ക്ലോറോപ്ലാസ്റ്റും അതുപോലെ തന്നെ കോശഭിത്തി, സെൽ വോളും, ഇത് രണ്ടും സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്നു. ജന്തുകോശങ്ങളിൽ ഇല്ല. കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരൊക്കെയാണ്? കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് MJ സ്ലീഡനും തിയോഡർ ഷാനും ചേർന്നിട്ടാണ്. അതായത് സസ്യകോശത്തെക്കുറിച്ചിട്ട് പറഞ്ഞത് ആരാണ്? സസ്യകോശത്തെക്കുറിച്ച് പറഞ്ഞത് MJ സ്ലീഡനും ജന്തുകോശത്തെക്കുറിച്ചിട്ട് പറഞ്ഞത് തിയോഡർ ഷാനുമാണ്. അപ്പോൾ ഇവർ 2 പേരും ചേർന്നിട്ടാണ് കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത്. ഇനി കോശ സിദ്ധാന്തം പരിഷ്കരിച്ചത് ആരാണ്? റുഫോൾഡ് വിർഷോ ആണ്. എന്താണ്? കോശ സിദ്ധാന്തം പരിഷ്കരിച്ചത് ആരാണ്? റുഫോൾഡ് വിർഷോ ആണ്. കോശ സിദ്ധാന്തം ബാധകമല്ലാത്ത ജീവവിഭാഗമാണ് ഏത്? വൈറസ്. വളരെ പ്രധാനപ്പെട്ടതാണ്. കോശ സിദ്ധാന്തം ബാധകമല്ലാത്ത ജീവവിഭാഗമാണ് ഏത്? വൈറസ്. കോശത്തിൻ്റെ ഘടന ആദ്യമായി ചിത്രീകരിച്ച പുസ്തകമാണ് മൈക്രോഗ്രാഫിയ. എന്താണ്? കോശത്തിൻ്റെ ഘടന ആദ്യമായിട്ട് ചിത്രീകരിച്ച പുസ്തകമാണ് ഏത്? മൈക്രോഗ്രാഫിയ. 2ാമത്തെ ലെസണാണ്. ലെസൻ്റെ പേരാണ് മാറ്റത്തിൻ്റെ പൊരുൾ. ഒരു പ്രവൃത്തി ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ആവശ്യമാണ്? ഒരു പ്രവൃത്തി ചെയ്യണമെങ്കിൽ നമുക്കൊരു ജോലി ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഊർജം വേണം, എനർജി വേണം അല്ലേ? അപ്പോൾ എല്ലാ പ്രവൃത്തിക്കും ഊർജം അത്യാവശ്യമാണ്. ഊർജത്തിൻ്റെ ഉറവിടം എവിടെയാണ്? സൂര്യനാണ്. ഊർജത്തിൻ്റെ മുഖ്യ ഉറവിടം എവിടെയാണ്? സൂര്യനാണ്. സൗരോർജത്തെ പല ഊർജ രൂപങ്ങളായി നാം ഉപയോഗപ്പെടുത്തുന്നു. ഊർജത്തിന് പല രൂപങ്ങളുണ്ട് അല്ലേ? ചില പ്രവർത്തനങ്ങളിൽ ഒരു ഊർജം ഒരു രൂപത്തിൽ നിന്ന് എന്തായിട്ട് മാറുന്നു? മറ്റൊരു രൂപത്തിലേക്ക് മാറുന്നു. ഉദാഹരണം, ഒരു ബൾബ് പ്രകാശിക്കുമ്പോൾ അവിടെ എന്ത് ഊർജ മാറ്റമാണ് നടക്കുന്നത്? വൈദ്യുതോർജം പ്രകാശോർജവും താപോർജവുമായിട്ട് മാറുന്നു. എന്താണ് നമ്മൾ പറഞ്ഞത്? ബൾബ് പ്രകാശിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? വൈദ്യുതോർജം പ്രകാശോർജവും താപോർജവുമായിട്ട് മാറുന്നു. ഇനി അങ്ങനെയെങ്കിൽ എന്തായിരിക്കും ഊർജ സംരക്ഷണ നിയമം? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. നമുക്ക് ഒരു ഊർജത്തെ നശിപ്പിക്കാനായിട്ട് പറ്റുമോ? ഒരു എനർജിയെ
ഇല്ല. അപ്പോൾ ഊർജത്തെ നമുക്ക് നശിപ്പിക്കാനോ പുതിയതായിട്ട് സൃഷ്ടിക്കാനോ നമുക്ക് സാധിക്കില്ല. ഇതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. എന്തായിരിക്കും? എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്, ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫോം വൺ ഫോം ടു അനദർ. ഒരെണ്ണത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ മാത്രമേ സാധിക്കൂ. അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഡെഫിനിഷൻ എങ്ങനെയാണ്? ഊർജത്തെ പുതിയതായി സൃഷ്ടിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. എന്നാൽ ഊർജ നഷ്ടമോ ലാഭമോ കൂടാതെ ഒരു രൂപത്തിലുള്ള ഊർജത്തെ മറ്റൊരു രൂപത്തിലുള്ള ഊർജമാക്കി മാറ്റാനായിട്ട് കഴിയും. ഇതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, ഊർജ സംരക്ഷണ നിയമം. അപ്പോൾ നമ്മൾ ബൾബിൽ എന്താണ് നടക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ടെലിവിഷനിൽ എന്തായിരിക്കും നടക്കുക? ടെലിവിഷനിൽ വൈദ്യുതോർജത്തെ പ്രകാശോർജവും ശബ്ദോർജവും താപോർജവുമാക്കി മാറ്റുന്നുണ്ട്. ബൾബിൽ രണ്ടെണ്ണമായിട്ടാണ് മാറുന്നത്. ഏതാണ്? വൈദ്യുതോർജം എന്തായിട്ട് മാറി? പ്രകാശോർജം താപോർജമായിട്ട് മാറി. അങ്ങനെയെങ്കിൽ ടെലിവിഷനിൽ എന്തായിട്ട് മാറി വൈദ്യുതോർജം? പ്രകാശോർജം ഉണ്ട്, ശബ്ദോർജവും താപോർജവുമായിട്ട് മാറുന്നു. ഇനി ഇത് നോക്കിക്കേ, ഈ ചിത്രം ഊർജത്തിന്റെ വിവിധ രൂപങ്ങളാണ് ഈ കാണിച്ചിരിക്കുന്നത്. കണ്ടോ? താപം, ഹീറ്റ് വരുന്നത്, വൈദ്യുതി, പ്രകാശം, ശബ്ദം. എന്താണ് കെമിക്കൽ എനർജി അഥവാ രാസോർജം? പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജമാണ് എന്ത്? രാസോർജം. എല്ലാ ജീവിജാലങ്ങളിലും എന്തുണ്ട്? രാസോർജമുണ്ട്. പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ സൗരോർജത്തെ രാസോർജമാക്കി മാറ്റുന്നു. ഭക്ഷ്യ ശൃംഖലയിലൂടെ ഈ ഊർജം എല്ലാ ജീവജാലങ്ങളിലും എത്തുന്നുണ്ട്. എന്താണ്? എല്ലാ പദാർത്ഥങ്ങളിലും അടങ്ങിയിരിക്കുന്ന ഊർജത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? രാസോർജം അഥവാ കെമിക്കൽ എനർജി എന്ന് പറയുന്നത്. എങ്ങനെ വരുന്ന എല്ലാ ജീവജാലങ്ങളിലേക്കും? അതായത് എല്ലാ ജീവജാലങ്ങളിലും രാസോർജമുണ്ടെന്ന് പറഞ്ഞു. പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ എന്താ ചെയ്യുന്നത്? സൗരോർജത്തെ രാസോർജമാക്കി മാറ്റുന്നു. ഇത് എന്തിലൂടെ? നമുക്ക് ഫുഡ് ചെയിനിലൂടെ എല്ലാ ജീവജാലങ്ങളിലേക്കും എത്തുന്നു. ഇനി വിറക് കത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു? വിറക് കത്തുമ്പോൾ സസ്യഭാഗങ്ങളിൽ സംഭരിക്കപ്പെട്ട രാസോർജമാണ് എന്തായിട്ട് മാറുന്നത്? താപോർജമായിട്ട് മാറുന്നത്. വിറക് കത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സസ്യഭാഗങ്ങളിൽ സംഭരിക്കപ്പെട്ട രാസോർജം താപോർജമായിട്ട് മാറുന്നു. അതുപോലെ തന്നെ ഫോസിൽ ഇന്ധനങ്ങൾ കത്തുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? രാസോർജം താപോർജമായിട്ട് മാറുന്നു. ഓർത്തിരിക്കണം കേട്ടോ ഇത് രണ്ടും. അടുത്തത് എന്താണ് യാന്ത്രികോർജം അഥവാ മെക്കാനിക്കൽ എനർജി? യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജമാണ് എന്ത്? യാന്ത്രികോർജം. ഇതിനായിട്ട് വൈദ്യുതോർജമോ ഇന്ധനങ്ങൾ കത്തുമ്പോൾ ഉള്ള ഊർജമോ ഉപയോഗിക്കുന്നു. അടുത്തതാണ് പൊട്ടൻഷ്യൽ എനർജി അഥവാ സ്ഥിതികോർജം. എന്താണ് സ്ഥിതികോർജം? ഒരു വസ്തുവിന് അതിൻ്റെ സ്ഥാനം കൊണ്ടും രൂപം കൊണ്ടും ലഭിക്കുന്ന ഊർജമാണ് സ്ഥിതികോർജം. പല പ്രാവശ്യം ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒരു വസ്തുവിന് അതിൻ്റെ സ്ഥാനം കൊണ്ടും രൂപം കൊണ്ടും ലഭിക്കുന്ന ഊർജം ഏതാണ്? ഊർജ്ജരൂപം സ്ഥിതികോർജമാണ്. സ്ഥിതികോർജത്തിന് ഒരു ഉദാഹരണമാണ് ഏത്? അണക്കെട്ടിൽ തടഞ്ഞു നിർത്തിയ ജലത്തിനുണ്ടാകുന്ന ഊർജം. അങ്ങനെയെങ്കിൽ എന്തായിരിക്കും കൈനറ്റിക് എനർജി അഥവാ ഗതികോർജം? ചലിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജമാണ്. ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജത്തെ നമുക്ക് എന്തെന്ന് പറയാം? ഗതികോർജം അഥവാ കൈനറ്റിക് എനർജി എന്ന് പറയാം. സ്ഥാനം കൊണ്ടുണ്ടാവുന്ന ഊർജം സ്ഥിതികോർജവും ചലനം കൊണ്ടുണ്ടാവുന്നത് എന്താണ്? ഗതികോർജവുമാണ്. അതിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയായിരിക്കാം? എറിയുമ്പോൾ പന്തിനുണ്ടാകുന്ന ഊർജം, ഓടുന്ന വാഹനം, ഉരുളുന്ന കല്ല്, പായുന്ന ബുള്ളറ്റ്. ഇതെല്ലാം എന്തിനുള്ളതാണ്? ഗതികോർജത്തിന് ഉദാഹരണമാണ്. അടുത്ത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ജലത്തിൻ്റെ 3 അവസ്ഥകളാണ്. ജലത്തെ നമുക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് പറ്റും? ഇല്ലേ? എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? ഐസാക്കാനായിട്ട് പറ്റും. പിന്നെയോ ജലം ജലമായിട്ട് തന്നെ ഇരിക്കും, പിന്നെ നീരാവിയായിട്ട് ഇരിക്കും. അപ്പോൾ ഐസ്, ജലം, നീരാവി. ഐസ്, വാട്ടർ, വേപ്പർ എന്നിങ്ങനെ 3 അവസ്ഥകളാണ് എന്തിനുള്ളത്? ജലത്തിന് ഉള്ളത്. ഇനി അവസ്ഥാ മാറ്റം എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. വസ്തുക്കൾ മിതമായ അളവിൽ താപോർജം സ്വീകരിക്കുമ്പോഴും പുറത്തുവിടുമ്പോഴും അവസ്ഥാ മാറ്റത്തിന് വിധേയമാകുന്നു.
എന്താണ്? വസ്തുക്കൾ മിതമായ അളവിൽ താപോർജം സ്വീകരിക്കുമ്പോൾ അല്ലെങ്കിൽ പുറത്തു വിടുമ്പോഴോ അവസ്ഥാ മാറ്റത്തിന് വിധേയമാകുന്നു. ഇനി അതായത് ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഐസ് ചൂടാക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഐസ് എന്താണ് ചെയ്യുന്നത്? താപോർജം സ്വീകരിക്കുന്നു. ഐസ് താപോർജം സ്വീകരിക്കുമ്പോൾ ഖരാവസ്ഥയിലിരുന്ന ഐസ് ഏത് രൂപത്തിലേക്ക് മാറും? ദ്രാവകാവസ്ഥയിലേക്ക് മാറും. പിന്നീട് അത് എന്തിലേക്ക് മാറും? വാതകാവസ്ഥയിലേക്ക് മാറുന്നു. ഓക്കെ. ഇനി ഊർജം പുറത്തു വിടുമ്പോൾ വാതകാവസ്ഥയിലുള്ള വസ്തുക്കൾ ദ്രാവകാവസ്ഥയിലേക്കും തുടർന്ന് ഖരാവസ്ഥയിലേക്കും മാറുന്നു. ഇതിന് ഉദാഹരണം ഏതാണ്? നീരാവി ഘനീഭവിച്ച് തിരിച്ച് ഐസാവുന്നത്. എന്താണ്? താപോർജം സ്വീകരിക്കുമ്പോൾ ചൂട് കിട്ടിക്കഴിഞ്ഞുമ്പോൾ വസ്തുക്കൾ എന്ത് പറ്റും? ഖരാവസ്ഥയിൽ നിന്ന് ദ്രാവകാവസ്ഥയിലേക്കും തുടർന്ന് എന്താവും? വാതകാവസ്ഥയിലേക്കും മാറും. അതുപോലെ തന്നെ ഊർജത്തെ പുറത്തു വിടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? വാതകാവസ്ഥയിലുള്ള വസ്തുക്കൾ ദ്രാവകാവസ്ഥയിലേക്കും തുടർന്ന് ഖരാവസ്ഥയിലേക്കും മാറുന്നു. അതിനുദാഹരണം ഏതാണ്? നീരാവി ഘനീഭവിച്ച് ഐസാവുന്നത്. അടുത്തത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഫിസിക്കൽ ചേഞ്ച്. എന്താണ് ഫിസിക്കൽ ചേഞ്ച് അഥവാ ഭൗതിക മാറ്റം? അവസ്ഥ, ആകൃതി, വലിപ്പം എന്നീ ഭൗതിക ഗുണങ്ങളിൽ മാറ്റം വരുത്തുന്നത് അല്ലെങ്കിൽ വരുന്ന മാറ്റമാണ് ഭൗതിക മാറ്റം. എന്തിലാണ്? അവസ്ഥ, ആകൃതി, വലിപ്പം എന്നീ ഭൗതിക ഗുണങ്ങളിൽ വരുന്ന മാറ്റമാണ് ഭൗതിക മാറ്റം. ഇതുമൂലം പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നില്ല. ഉരുകുന്നതും പൊട്ടുന്നതും കീറുന്നതും എല്ലാം ഭൗതിക മാറ്റങ്ങളാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് മെഴുകു ചൂടാക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? അതിൻ്റെ അവസ്ഥ മാറിയില്ലേ? സോളിഡായിട്ട് ഇരുന്നത് ചൂടായി കഴിയുമ്പോൾ എന്തായി? ലിക്വിഡ് പോലെയായി. അതിൻ്റെ ആകൃതിക്ക് വ്യത്യാസം വന്നു, വലിപ്പത്തിലും വ്യത്യാസം വന്നു. പക്ഷെ അവിടെ പുതിയൊരു ഐറ്റം ഉണ്ടാവുന്നുണ്ടോ? ഇല്ല. അവിടെ ആ ഒരു ഐറ്റം, അതായത് മെഴുകു മാത്രമേ അവിടെ ഉണ്ടാവുന്നുള്ളൂ, പുതിയൊരു ഐറ്റം ഉണ്ടാകുന്നില്ല. അപ്പോൾ അവസ്ഥ, ആകൃതി, വലിപ്പം എന്നീ ഭൗതിക ഗുണങ്ങളിൽ മാത്രം മാറ്റം വരും, പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നില്ല. ഉരുകുന്നതും പൊട്ടുന്നതും കീറുന്നതും എല്ലാം എന്തിന് ഉദാഹരണങ്ങളാണ്? ഭൗതിക മാറ്റത്തിന് ഉദാഹരണങ്ങളാണ്. മെഴുകു ചൂടാക്കുന്നു, പേപ്പർ ചുരുട്ടുന്നു, കുപ്പി പൊട്ടുന്നു, ഇതെല്ലാം എന്തിനുള്ള ഉദാഹരണങ്ങളാണ്? ഫിസിക്കൽ ചേഞ്ച് അഥവാ ഭൗതിക മാറ്റത്തിനുള്ള ഉദാഹരണമാണ്. അങ്ങനെയെങ്കിൽ എന്തായിരിക്കും രാസമാറ്റം അഥവാ കെമിക്കൽ ചേഞ്ച്? എന്തായിരിക്കും? പദാർത്ഥങ്ങളിൽ ഊർജം സ്വീകരിക്കുകയോ പുറത്തുവിടുകയോ ചെയ്ത് പുതിയ പദാർത്ഥങ്ങളായി മാറുന്ന പ്രവർത്തനമാണ് എന്ത്? രാസമാറ്റം എന്ന് പറയുന്നത്. ഇതൊരു സ്ഥിരമായിട്ടുള്ള മാറ്റമാണ്, പെർമനന്റ് ചേഞ്ച് ആണ്. ഏത്? രാസമാറ്റം. ഉദാഹരണം ഏതാണ്? ഇരുമ്പ് കമ്പികൾ തുരുമ്പെടുക്കുന്നത്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഇരുമ്പ് കുറച്ച് നാൾ കഴിഞ്ഞ് തുരുമ്പിട്ട് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അതോടെ പുതിയൊരു ഐറ്റമായിട്ട് മാറുകയാണ്. അതിന് പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരാനായിട്ട് സാധിക്കുന്നില്ല. അതുപോലെ തന്നെ വസ്ത്രങ്ങളുടെ നിറം വെയിലേറ്റ് മങ്ങുന്നത്. ഇനി നമുക്ക് വസ്ത്രത്തിന്റെ നിറം പഴയ കളറിലേക്ക് ആക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അതുപോലെ തന്നെ മാങ്ങ പഴുക്കുന്നത്, എക്സ്റേ എടുക്കുമ്പോൾ ഫിലിമിന്റെ നിറം മങ്ങുന്നത്, ഇതെല്ലാം തന്നെ എന്തിനുള്ള ഉദാഹരണങ്ങളാണ്? രാസമാറ്റത്തിനുള്ള ഉദാഹരണങ്ങളാണ്. അതുപോലെ തന്നെ നമ്മുടെ ചോറ് അല്പനേരം നന്നായിട്ട് ചവച്ച് കഴിയുമ്പോൾ എന്തനുഭവപ്പെടും? മധുരം അനുഭവപ്പെടും. അതും എന്തിന് ഉദാഹരണമാണ്? രാസമാറ്റത്തിന് ഉദാഹരണമാണ്. ഇനി അടുത്ത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഊർജ പരിവർത്തനം എന്താണെന്നാണ്. ഊർജ പരിവർത്തനത്തെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. അപ്പം ഓരോ ഉപകരണങ്ങളിലും എന്താണ് ഊർജ പരിവർത്തനം, എങ്ങനെയാണ് ഊർജ പരിവർത്തനം നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഡൈനാമോയിൽ എന്തായിരിക്കും, എങ്ങനെയാണ് ഊർജ പരിവർത്തനം നടക്കുന്നത്? യാന്ത്രികോർജം എന്ത് ഊർജമായിട്ട് മാറുന്നു? വൈദ്യുതോർജമാക്കി മാറ്റുന്നു. ഈ ഒരു ഭാഗത്ത് നിന്ന് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഊർജ പരിവർത്തനം എഴുതാനായിട്ട് ഓരോ ഉപകരണം തന്നിട്ട് അതിനകത്ത് എന്ത് ഊർജം എന്തായിട്ട് മാറുന്നു എന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ, ഡൈനാമോയിൽ ഏതാണ്? യാന്ത്രികോർജം വൈദ്യുതോർജമാക്കി മാറ്റുന്നു. ഇലക്ട്രിക് ഫാനിൽ എന്തായിരിക്കും? വൈദ്യുതോർജം യാന്ത്രികോർജമാക്കി മാറ്റുന്നു. സോളാർ സെൽ സൗരോർജം വൈദ്യുതോർജമാക്കി മാറ്റുന്നു. ഇലക്ട്രിക് ബെൽ വൈദ്യുതോർജം ശബ്ദോർജമാക്കി മാറ്റുന്നു. ഇലക്ട്രിക് ഓവൻ വൈദ്യുതോർജം
താപോർജ്ജമാക്കി മാറ്റുന്നു. ഇനി ഇലക്ട്രിക് ബൾബിലാണെങ്കിലോ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, വൈദ്യുതോർജ്ജം പ്രകാശോർജ്ജവും താപോർജ്ജവുമാക്കി മാറ്റുന്നു. ബാറ്ററിയിൽ രാസോർജ്ജം വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു. ഇലക്ട്രിക് മോട്ടോർ വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമാക്കി മാറ്റുന്നു. ഗ്യാസ് സ്റ്റൗ രാസോർജ്ജം താപോർജ്ജവും പ്രകാശോർജ്ജവുമാക്കി മാറ്റുന്നു. മൈക്രോഫോൺ ശബ്ദോർജ്ജം വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു. ഇനി അടുത്തത് ടെലിവിഷനിൽ എന്താണ് നടക്കുന്നത്? വൈദ്യുതോർജ്ജം പ്രകാശോർജ്ജവും ശബ്ദോർജ്ജവും താപോർജ്ജവുമായിട്ട് മാറ്റുന്നു. ഹെയർ ഡ്രയർ വൈദ്യുതോർജ്ജം ശബ്ദോർജ്ജവും താപോർജ്ജവും ഗതികോർജ്ജവുമാക്കി മാറ്റുന്നു. ഓർത്തിരിക്കുക, ഹെയർ ഡ്രയർ എങ്ങനെയാണ് വൈദ്യുതോർജ്ജത്തെ എന്തൊക്കെയായിട്ട് മാറ്റുന്നു? ശബ്ദോർജ്ജം ഉണ്ട്, താപോർജ്ജവും ഗതികോർജ്ജവുമാക്കി മാറ്റുന്നു. ജനറേറ്റർ യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കാം. ജനറേറ്റർ എങ്ങനെയാണ് യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു. മെഴുകുതിരി കത്തുമ്പോൾ എന്ത് സംഭവിക്കും? രാസോർജ്ജം പ്രകാശോർജ്ജവും പിന്നെയോ താപോർജ്ജവുമായിട്ട് മാറുന്നു. അപ്പം ഈ പറഞ്ഞത് ഒന്ന് നന്നായിട്ടൊന്ന് നോക്കിയിരിക്കാം. ഇനി അടുത്തത് ഈ സൗരോർജം ഉപയോഗിക്കുന്നത് മൂലമുണ്ടാവുന്നത് എന്താണ് പ്രത്യേകത? സൗരോർജത്തിന്റെ കൺവേർഷൻ എങ്ങനെയാണ്? സൗരോർജം രാസോർജമായിട്ട് മാറും, പിന്നീട് അത് യാന്ത്രികോർജമായിട്ട് മാറുന്നു. അങ്ങനെയെങ്കിൽ സോളാർ കാറും അതുപോലെ തന്നെ ഫ്യുവൽ കാറും തമ്മിൽ എന്തായിരിക്കും വ്യത്യാസം? സോളാർ കാറിൽ ഊർജത്തിന്റെ പൂർണ്ണ ഉപയോഗം നമുക്ക് സാധ്യമാക്കുന്നു. എന്നാൽ ഫ്യുവൽ കാറിൽ എന്താണ്? ഊർജത്തിന്റെ പൂർണ്ണ ഉപയോഗം നമുക്ക് അതായത് പൂർണ്ണമായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നില്ല. ഇനി സോളാർ കാറിലോ ഊർജമാറ്റം നടക്കുമ്പോൾ അന്തരീക്ഷ മലിനീകരണം ഉണ്ടാകുന്നില്ല. അതുപോലെ ഫ്യുവൽ കാറിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? ഊർജമാറ്റം നടക്കുമ്പോൾ അന്തരീക്ഷ മലിനീകരണം ഉണ്ടാകുന്നുണ്ട്. പൂവിൽ നിന്ന് പൂവിലേക്ക്. ഈ ഒരു ചിത്രത്തിലേക്ക് നോക്കിക്കേ. പൂവിൻ്റെ വിവിധ ഭാഗങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 11 ഭാഗങ്ങളുണ്ട്. ഒന്നാമത്തെ അണ്ഡാശയം നോക്കിക്കേ. ആ ചിത്രത്തിൽ 1, 2, 3 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ശ്രദ്ധിക്കുക. അണ്ഡാശയം എവിടെയാണെന്ന് കണ്ടല്ലോ. ആ കുരുകുരു പോലെ ഇരിക്കുന്നതാണ് അണ്ഡാശയം. ജനിതണ്ട്, പരാഗണസ്ഥലം, ജനിപുടം, പരാഗി, തന്തുകം, കേസരപുടം, ദളങ്ങൾ, വിദളങ്ങൾ, ഒവ്യൂൾ, പുഷ്പാസനം. 11 ഉണ്ട്. ഓക്കെ, ഒന്നുകൂടി പറയാം. അണ്ഡാശയം, ജനിതണ്ട്, പരാഗണസ്ഥലം, ജനിപുടം, പരാഗി, തന്തുകം, കേസരപുടം, ദളങ്ങൾ, വിദളങ്ങൾ, ഒവ്യൂൾ, പുഷ്പാസനം. അപ്പോൾ ഇത്രയുമാണ് പൂവിൻ്റെ വിവിധ ഭാഗങ്ങൾ. ഇനി അതിൽ മെയിനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്? കേസരപുടം എന്താണ്? ജനിപുടം എന്താണ്? അപ്പോൾ എന്താണ് ഈ കേസരപുടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കേസരപുടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂവിലെ ആൺ ലിംഗാവയവമാണ് എന്ത്? കേസരപുടം. ഈ ചിത്രത്തിലേക്ക് നോക്കിക്കേ, കണ്ടല്ലോ. കേസരപുടം ഇതാണ്. ഇനി ഇതിനകത്ത് എന്തൊക്കെ ചേർന്നതാണ്? പരാഗിയും തന്തുകവും ചേർന്നതാണ് കേസരപുടം. എന്താണ്? പരാഗിയും തന്തുകവും ചേർന്നതാണ് കേസരപുടം. അങ്ങനെയെങ്കിൽ ജനിപുടം എന്തായിരിക്കും? പൂവിലെ പെൺ ലിംഗാവയവമാണ് എന്ത്? ജനിപുടം. ഇനി ജനിപുടത്തിൽ എന്തൊക്കെ ചേർന്നതാണ്? ജനിതണ്ട്, പരാഗണസ്ഥലം, അണ്ഡാശയം. 3 കാര്യങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ജനിതണ്ട്, പരാഗണസ്ഥലം, അണ്ഡാശയം എന്നിവ ചേർന്നതാണ് എന്ത്? ജനിപുടം. ഇനി പുഷ്പാസനം എന്താണ്? പൂവിൻ്റെ ഭാഗങ്ങൾക്ക് ഇരിപ്പിടം ഒരുക്കുന്നതാണ് എന്ത്? പുഷ്പാസനം. പൂവിൻ്റെ ഭാഗങ്ങൾക്ക് ഇരിപ്പിടം ഒരുക്കുന്നത് ആരാണ്? പുഷ്പാസനം. ദളം അടുത്തതാണ്. ദളം എന്താണ്? പൂവിന് നിറവും മണവും ആകർഷകത്വവും നൽകുന്നു. ദളം എന്താണ്? പൂവിന് നിറവും മണവും ആകർഷകത്വവും നൽകുന്നത് ആരാണ്? ദളമാണ്. പൂഞ്ഞെട്ട് പൂവിനെ ചെടിയുമായി ബന്ധിപ്പിച്ചു നിർത്തുന്നതാണ് ഏത്? പൂഞ്ഞെട്ട്. അടുത്തത് വിദളം എന്താണ്? മുട്ടായിരിക്കുമ്പോൾ പൂവിനെ സംരക്ഷിക്കുന്നു. വിരിഞ്ഞതിന് ശേഷം ദളങ്ങളെ താങ്ങി നിർത്തുന്നു. വിദളത്തിൻ്റെ ഫംഗ്ഷൻ എന്താണ്? മുട്ടായിരിക്കുമ്പോൾ പൂവിനെ സംരക്ഷിക്കുന്നു. വിരിഞ്ഞ ശേഷമോ ദളങ്ങളെ താങ്ങി നിർത്തുന്നു. ഇനി അടുത്തത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ദ്വിലിംഗ പുഷ്പവും അതുപോലെ തന്നെ ഏകലിംഗ പുഷ്പവും എന്താണെന്നാണ്. യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് ആൻഡ് ബൈസെക്ഷൽ ഫ്ലവേഴ്സ്.
അപ്പോൾ എന്തായിരിക്കും ഏകലിംഗ പുഷ്പം അഥവാ യൂണിസെക്ഷൽ ഫ്ലവേഴ്സ്? കേസരപുടവും ജനിപുടവും വെവ്വേറെ പൂക്കളിൽ കാണപ്പെടുന്നു. ആൺപൂക്കളും പെൺപൂക്കളും വേറെ പൂക്കളായിട്ട്, രണ്ട് പൂക്കളായിട്ട് നിൽക്കുന്നു. അതാണ് എന്ത് ഏകലിംഗ പുഷ്പം എന്ന് പറയുന്നത്. ഇനി കേസരപുടം മാത്രമുള്ള പൂക്കളെ നമുക്ക് എന്തെന്ന് പറയാം? ആൺപൂക്കൾ എന്നും ജനിപുടം മാത്രമുള്ള പൂക്കളെ പെൺപൂക്കളെന്നും പറയാം. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾസ് ഓർത്തിരിക്കണം കേട്ടോ, കാരണം എക്സാമിന് ചോദിക്കാം ഏകലിംഗ പുഷ്പത്തിന് ഉദാഹരണങ്ങൾ ഏത്, അല്ലെങ്കിൽ കുറേ ഉദാഹരണം തന്നിട്ട് ഇതിനകത്ത് ഏതാണ് ഏകലിംഗ പുഷ്പം എന്ന് ചോദിക്കാം. അപ്പോൾ നോക്കിക്കേ, ഏതൊക്കെയായിരിക്കാം ഏകലിംഗ പുഷ്പത്തിന് ഉദാഹരണം? മത്തൻ, വെള്ളരി, പാവൽ, പടവലം, കുമ്പളം, തെങ്ങ്, കവുങ്ങ്. ഇതെല്ലാം എന്തിനുള്ള ഉദാഹരണമാണ്? ഏകലിംഗ പുഷ്പത്തിനുള്ള ഉദാഹരണമാണ്. ഈ ഒരു ചിത്രത്തിലേക്ക് നോക്കിക്കേ, പാവലിൻ്റെ പൂക്കളാണ് കാണിച്ചിരിക്കുന്നത്. പെൺപൂവ് ഏതാണെന്ന് മനസ്സിലായോ? കണ്ടോ, നമ്മുടെ ആ പൂവ് വിരിഞ്ഞ് കഴിയുമ്പോൾ പൂവിൻ്റെ താഴെയായിട്ട് ചെറിയൊരു പാവയ്ക്ക കാണും, അതാണ് പെൺപൂവ്. അതിന് നമുക്ക് എന്തെന്ന് പറയാം? ജനിപുടം എന്ന് പറയാം. ഇനി ആൺപൂവോ? ആൺപൂവ് സാധാരണ കുഞ്ഞു പൂവ് പോലെ ഇരിക്കും, അതിൻ്റെ അകത്ത് എന്തുണ്ടാവില്ല, അതിൻ്റെ താഴെ എന്തുണ്ടാവില്ല, കുഞ്ഞു പാവയ്ക്ക ഉണ്ടാവില്ല. അപ്പോൾ അതാണ് ആൺപൂവ്. അതിനെന്താണുള്ളത്? ആൺപൂവിന് കേസരപുടമാണ് ഉള്ളത്. ഇനി തൊട്ടിപ്പുറത്തൊരു മത്തയുടെ പൂവും കാണിച്ചിട്ടുണ്ട്. മത്തയുടെ പൂവ് കണ്ടല്ലോ, പെൺപൂവും ആൺപൂവും. മത്തപ്പൂവിൻ്റെ തൊട്ട് കുഞ്ഞു താഴെയായിട്ട് പൂവിൻ്റെ ഇടയിൽ ഒരു കുഞ്ഞു മത്തങ്ങ കാണും, അതാണ് പെൺപൂവ്. അങ്ങനെ ഇല്ലാതെ സാധാ പൂവ് മാത്രമായിട്ട് നിൽക്കുന്നത് ആൺപൂവ്. ഓക്കെ, അപ്പോൾ ഏകലിംഗ പുഷ്പം എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി അടുത്ത് നമ്മൾ പഠിക്കുന്നത് ദ്വിലിംഗ പുഷ്പം എന്താണെന്ന്. എങ്ങനെയായിരിക്കും ഇപ്പോൾ ദ്വിലിംഗ പുഷ്പത്തിൽ? ഒരേ പൂവിൽ തന്നെ കേസരപുടവും ജനിപുടവും കാണും. എങ്ങനെയാണ്? ഒരേ പൂവിൽ തന്നെ കേസരപുടവും ജനിപുടവും കാണുന്നതാണ് ദ്വിലിംഗ പുഷ്പം, ബൈസെക്ഷൽ ഫ്ലവേഴ്സ്. ഇനി അതിന് ഉദാഹരണം ഏതൊക്കെയാണ്? അരളി, ചെമ്പരത്തി, ശംഖുപുഷ്പം. ഇതെല്ലാം എന്താണ്? ദ്വിലിംഗ പുഷ്പത്തിന് ഉദാഹരണങ്ങളാണ്. ഇനി നമ്മുടെ സസ്യങ്ങളിൽ എന്തുണ്ട്? ആൺമരവുമുണ്ട് പെൺമരമുണ്ട്. നമ്മുടെ വീട്ടിൽ ജാതിമരം നട്ട് നമ്മളിപ്പം രണ്ട് ജാതിക്ക നടുമ്പോൾ നമ്മൾ രണ്ട് കായ ഒന്നിച്ച് നടാറുണ്ടല്ലേ, മുളപ്പിക്കാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ നമുക്ക് അറിഞ്ഞുകൂടാ ഇത് ആണാണോ പെണ്ണാണോ എന്ന് അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രണ്ട് കായ നടും, അടുപ്പിച്ചെന്ന് വെച്ചാൽ ചേർത്തല്ല, ഒരു ഇച്ചിരി ഗ്യാപ്പ് ഇട്ട് നടും. നട്ട് കഴിഞ്ഞിട്ട് ചിലപ്പോൾ അത് വളർന്നു വരുന്ന കഴിയുമ്പോൾ ചിലപ്പോൾ അതിനകത്ത് ആൺപൂക്കൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും? ആൺമരം എന്ന് പറയും. അല്ലെങ്കിൽ ചിലപ്പോൾ പെൺപൂക്കൾ മാത്രം ഉണ്ടാവുള്ളൂ, അതിന് നമ്മൾ എന്ത് പറയും? പെൺമരം എന്ന് പറയും. അപ്പോൾ ആൺമരമാണെങ്കിൽ ജാതി എന്ത് ചെയ്യും? നമ്മൾ അതിനെ വെട്ടിക്കളയും. അപ്പം സസ്യങ്ങളിൽ ആൺമരവും പെൺമരവും ഉണ്ട്. അതിന് ഉദാഹരണം ഒന്ന് നമ്മൾ പറഞ്ഞു, ഏതാണ്? ജാതി. പിന്നെയുള്ളത് കൊടപ്പനയാണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് പഠിക്കാനായിട്ട് പോകുന്നത് പ്രത്യുൽപാദനം അഥവാ റിപ്രൊഡക്ഷനെ കുറിച്ചിട്ടാണ്. ജീവിവർഗം അവയുടെ തുടർച്ച നിലനിർത്തുന്നതിന് വേണ്ടി പുതിയ തലമുറയെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ് ഏത്? പ്രത്യുൽപാദനം അഥവാ റിപ്രൊഡക്ഷൻ. സസ്യങ്ങളിൽ പ്രത്യുൽപാദന ധർമ്മം നിർവഹിക്കുന്നത് ആരാണ്? പൂക്കളാണ്. അതും ഇമ്പോർട്ടൻ്റ് ആണ്, ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ട്, LPക്കൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സസ്യങ്ങളിൽ പ്രത്യുൽപാദന ധർമ്മം നിർവഹിക്കുന്നത് ഡാഷ് ആണ്. ആരാണ്? പൂക്കളാണ്. പരാഗിയിൽ നിന്നും പരാഗരേണുക്കൾ പരാഗണ സ്ഥലത്ത് പതിക്കുന്നതിന് നമുക്ക് എന്തെന്ന് പറയാം? പോളിനേഷൻ അഥവാ പരാഗണം എന്ന് പറയാം. എന്താണ് പരാഗണം? പരാഗിയിൽ നിന്നും പരാഗണ രേണുക്കൾ പരാഗണ സ്ഥലത്ത് പതിക്കുന്നതിനെ നമുക്ക് എന്തെന്ന് പറയാം? പരാഗണം അഥവാ പോളിനേഷൻ എന്ന് പറയാം. ഇനി ബീജം അണ്ഡവുമായി കൂടിച്ചേരുന്ന പ്രവർത്തനത്തെ നമുക്ക് എന്തെന്ന് പറയാം? ബീജസങ്കലനം അഥവാ ഫെർട്ടിലൈസേഷൻ എന്ന് പറയാം. ബീജം അണ്ഡവുമായി കൂടിച്ചേരുന്ന പ്രവർത്തനമാണ് ബീജസങ്കലനം. ഇനി ആരൊക്കെയായിരിക്കാം ഈ പോളിനേഷൻ അല്ലെങ്കിൽ പോളിനേറ്റിംഗ് ഏജൻറ്റ്, പരാഗകാരികൾ, നമ്മുടെ പരാഗണത്തിന് സഹായിക്കുന്ന ആരൊക്കെയായിരിക്കാം? പരാഗണത്തിന് സഹായിക്കുന്ന ഘടകങ്ങളാണ് പരാഗകാരികൾ. ആരൊക്കെയായിരിക്കും പരാഗകാരികൾ? നിശാശലഭം, തേനീച്ച, പൂമ്പാറ്റ, കിളികൾ, ജലം, കാറ്റ് എന്നിവയാണ് പോളിനേറ്റിംഗ് ഏജൻറ്റ് അഥവാ പരാഗകാരികൾ. ഇനി എങ്ങനെയാണ് ഈ പരാഗണം നടക്കുന്നത്? നിശാശലഭം അല്ലെങ്കിൽ തേനീച്ച അല്ലെങ്കിൽ വണ്ട്, ഇതൊക്കെ എന്ത് പറ്റും? ഇവർ പറന്ന് വന്ന് ആ പൂവിൽ വന്ന് തേൻ കുടിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവരുടെ കാലിൽ എന്ത് പറ്റും? പൂമ്പൊടി പറ്റും. ഈ പൂമ്പൊടിയും കൊണ്ട് അവരെന്ത് ചെയ്യും?
അടുത്ത പൂവിൽ വന്നിരിക്കുമ്പോൾ ആ പൂവിലേക്ക് ഇപ്പം അവർ ആൺപൂവിലിരുന്ന് തേൻ കുടിച്ചിട്ട് ആ ഒരു പൂവിൽ നിന്ന് അവരുടെ കാലിൽ അയക്കണ പൂമ്പൊടിയും കൊണ്ട് അവരെവിടെ പോയിരിക്കും? പെൺപൂവിൽ പോയിരിക്കും. അങ്ങനെ എന്ത് സംഭവിക്കും? അവിടെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാവും. ഇങ്ങനെയാണ് എന്ത് നടക്കുന്നത്? പരാഗണം നടക്കുന്നത്. ഇനി നമുക്ക് ആർട്ടിഫിഷ്യലായിട്ടും പരാഗണം നടത്താം അല്ലേ? അത് നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പഠിക്കുന്നതായിരിക്കും എന്താണ് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ എന്ന്. ഓക്കെ, അപ്പോൾ പരാഗകാരികൾ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി നെല്ല്, ഗോതമ്പ്, ചോളം, കരിമ്പ് എന്നിവയിൽ പരാഗണം നടക്കുന്നത് എന്ത് വഴിയാണ്? കാറ്റ് വഴി. അപ്പോൾ ഏതൊക്കെ വിധത്തിലാണ് പരാഗണം നടക്കുന്നതെന്ന് ഓർത്തിരിക്കണം. കാറ്റ് വഴി എങ്ങനെയാണ്? ജലത്തിലൂടെ എങ്ങനെയാണ്? ഈച്ച വഴി പരാഗണം നടത്തുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ നന്നായിരിക്കും കേട്ടോ. അപ്പം കാറ്റ് വഴി പരാഗണം നടക്കുന്നത് ഏതൊക്കെയാണ്? നെല്ല്, ഗോതമ്പ്, ചോളം, കരിമ്പ്. ഇനി ജലത്തിലൂടെ പരാഗണം നടക്കുന്നത് ഏതാണ്? കുരുമുളക് ചെടി. ഏതാണ്? കുരുമുളക്. ഈച്ച വഴിയോ? ചേന, ചേമ്പ്. ഏതാണ്? ചേന, ചേമ്പ്. എങ്ങനെയായിരിക്കും ഈച്ച അതിനകത്ത് പരാഗണം നടത്തുന്നത്? ചേനപ്പൂവിൻ്റെ ദുർഗന്ധമാണ് ഈച്ചയെ ആകർഷിക്കുന്നത്. എന്താണ്? ചേനപ്പൂവിൻ്റെ ദുർഗന്ധമാണ് ഈച്ചകളെ ആകർഷിക്കുന്നത്. ഈ ഒരു ചിത്രം നോക്കിക്കേ. പൂമ്പൊടി മൈക്രോസ്കോപ്പിലൂടെ കാണുമ്പോഴാണ് ഇങ്ങനെ ഒരു ചിത്രം കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു ചിത്രത്തിലേക്ക് നോക്കിക്കേ. സെൽഫ് പോളിനേഷൻ, സ്വപരാഗണവും പരപരാഗണവും കാണിച്ചിരിക്കുന്നത്, ക്രോസ് പോളിനേഷനും. ഇനി നമ്മൾ അടുത്ത് പഠിക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് പരപരാഗണം നടക്കുന്നത് അല്ലെങ്കിൽ ക്രോസ് പോളിനേഷൻ എങ്ങനെയാണെന്നുള്ള ഒരു പിക്ചറാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എങ്ങനെയാണെന്ന് നോക്കിയൊക്കെ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എങ്ങനെയാണ് വണ്ടിൽ നിന്ന്, ഇപ്പോൾ വണ്ട് വന്ന് തേൻ കുടിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ വണ്ടിൻ്റെ കാലിൽ എന്താവുന്നുണ്ട്? പൂമ്പൊടി ആവുന്നുണ്ട്. എന്നിട്ട് ആ പ്ലാന്റിന് തന്നെ അടുത്ത പൂവിൽ പോയിരിക്കും. അപ്പോൾ ഈ കാലിൽ അയക്കണ പൂമ്പൊടി എവിടെയാവും? ആ പൂവിലാവും. അങ്ങനെയാണ് പോളിനേഷൻ നടക്കുന്നത്. ഇതാണ് ക്രോസ് പോളിനേഷൻ. കണ്ടോ? ആ ഒരു ഞാൻ പറഞ്ഞ ആ കാര്യമാണ് ഈ ചിത്രത്തിലൂടെ വ്യക്തമാക്കുന്നത്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലഘു ഫലങ്ങൾ എന്താണ്? സിമ്പിൾ ഫ്രൂട്ട്സ്, പുഞ്ചഫലം, അഗ്രിഗേറ്റ് ഫ്രൂട്ട്, സംയുക്ത ഫലങ്ങൾ, മൾട്ടിപ്പിൾ ഫ്രൂട്ട്സ്. ഇതാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. വളരെ പ്രധാനപ്പെട്ടതാണ്. എപ്പോഴും കുറേ എക്സാമ്പിൾസ് തന്നിട്ട് ഇതിനകത്ത് ഏതാണ്? ലഘുഫലങ്ങൾ, അതുപോലെ തന്നെ പുഞ്ചഫലങ്ങൾ, അതുപോലെ തന്നെ കപടഫലങ്ങൾ, ഇതെല്ലാം ചോദിക്കാറുണ്ട്. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ വളരെ നന്നായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്നത് എന്താണ് ലഘു ഫലങ്ങൾ അഥവാ സിമ്പിൾ ഫ്രൂട്ട്സ്. ഏതാണ്? ഒരു പൂവിൽ നിന്നും ഒരു ഫലം മാത്രമാണ് ഉണ്ടാകുന്നതെങ്കിൽ ആ ഫലത്തെ നമുക്ക് എന്തെന്ന് പറയാം? സിമ്പിൾ ഫ്രൂട്ട് അഥവാ ലഘുഫലങ്ങൾ എന്ന് പറയാം. ഒരു പൂവിൽ നിന്നും ഒരു ഫലം മാത്രമാണ് ഉണ്ടാവുന്നതെങ്കിൽ ആ ഫലങ്ങളെയാണ് നമ്മൾ ലഘുഫലങ്ങൾ എന്ന് പറയുന്നത്. ഉദാഹരണം ഏതാണ്? മാങ്ങ, തക്കാളി. അടുത്തത് പുഞ്ചഫലം, അഗ്രിഗേറ്റ് ഫ്രൂട്ട്. എന്തായിരിക്കും പുഞ്ചഫലം? ഒരു പൂവിൽ നിന്ന് ഒന്നിലധികം ഫലം ഉണ്ടാവുന്നു എങ്കിൽ അത്തരം ഫലങ്ങളെയാണ് നമ്മൾ പുഞ്ചഫലം എന്ന് പറയുന്നത്. ഒരു പൂവിൽ നിന്നും ഒന്നിലധികം ഫലമുണ്ടാകുന്നു, അതിനെ നമുക്ക് എന്തെന്ന് പറയാം? പുഞ്ചഫലം എന്ന് പറയാം. ഉദാഹരണം സീതപ്പഴം, ബ്ലാക്ക്ബെറി. അടുത്തത് സംയുക്ത ഫലങ്ങൾ, മൾട്ടിപ്പിൾ ഫ്രൂട്ട്സ്. ബീജസങ്കലനം വഴി ചില പൂക്കൾ ഫലമാകുകയും ചിലത് ആകാതിരിക്കുകയും ശേഷം ഇവയെല്ലാം ഒരു പൊതു ആവരണത്തിനുള്ളിൽ ക്രമീകരിക്കപ്പെട്ട് ഒരു ഫലം പോലെ ആവുകയും ചെയ്യുന്ന അവസ്ഥ. എന്താണ്? ബീജസങ്കലനം വഴി ചില പൂക്കൾ ഫലമാകുകയും ചിലത് ആകാതിരിക്കുകയും ശേഷം ഇവയെല്ലാം ഒരു പൊതു ആവരണത്തിനുള്ളിൽ ക്രമീകരിക്കപ്പെട്ട് ഒരു ഫലം പോലെ ആവുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഏത്? സംയുക്ത ഫലങ്ങൾ. ഉദാഹരണം ഏതാണ്? ചക്ക, പൈനാപ്പിൾ. അടുത്തതാണ് കപടഫലങ്ങൾ, ഫോൾസ് ഫ്രൂട്ട്. എന്താണ് കപടഫലങ്ങൾ? ചില സസ്യങ്ങളിൽ പൂഞ്ഞെട്ട്, പുഷ്പാസനം തുടങ്ങിയ ഭാഗങ്ങൾ വളർന്ന് ഫലം പോലെയാകുന്നു. എങ്ങനെ? ചില സസ്യങ്ങളിൽ പൂഞ്ഞെട്ടും പുഷ്പാസനവും തുടങ്ങിയ ഭാഗങ്ങൾ വളർന്ന് ഫലം പോലെയാകുന്നു. അത്തരത്തിലുള്ള ഫ്രൂട്ടാണ് ഏത്? കപടഫലങ്ങൾ എന്ന് പറയുന്നത്. ഉദാഹരണമാണ് കശുമാങ്ങ, ആപ്പിൾ. ഏതാണ് ഉദാഹരണം? കശുമാങ്ങ, ആപ്പിൾ. അടുത്ത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നതാണ് കൃത്രിമ പരാഗണം അഥവാ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ. എന്താണ് കൃത്രിമ പരാഗണം? മികച്ച വിത്തിനങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് ഗുണമേന്മയുള്ള ചെടിയിൽ നിന്ന്
പരാഗരേണുക്കൾ ശേഖരിച്ച് മറ്റൊരു പൂവിൻ്റെ പരാഗണ സ്ഥലത്ത് വിതയ്ക്കുന്ന രീതിയാണ് ഏത്? കൃത്രിമ പരാഗണം അഥവാ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ എന്ന് പറയുന്നത്. എന്താണ്? മികച്ച വിത്തിനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഗുണമേന്മയുള്ള ചെടിയിൽ നിന്ന് പരാഗരേണുക്കൾ ശേഖരിച്ച് മറ്റൊരു പൂവിൻ്റെ പരാഗണ സ്ഥലത്ത് വിതയ്ക്കുന്ന രീതിയാണ് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ അഥവാ കൃത്രിമ പരാഗണം എന്ന് പറയുന്നത്. മെക്സിക്കൻ കാടുകളിൽ വളരുന്ന വാനിലയിൽ പരാഗണം നടത്തുന്ന തേനീച്ചകളുടെ ഇനമാണ് മെലിപ്പോണ. എന്താണ് മെലിപ്പോണ? മെക്സിക്കൻ കാടുകളിൽ വളരുന്ന വാനിലയിൽ പരാഗണം നടത്തുന്ന തേനീച്ചകളുടെ ഇനമാണ് മെലിപ്പോണ. ഇനി ഈ ഒരു ചിത്രത്തിലേക്ക് നോക്കിക്കേ, ഒരു കുമ്പളത്തിൻ്റെ ചിത്രമാണ്. കുമ്പളപ്പൂവിൻ്റെയും കുമ്പളത്തിൻ്റെയും ചിത്രമാണ് ഈ കാണിച്ചിരിക്കുന്നത്. കുമ്പളപ്പൂവിൽ നോക്കിക്കേ ഒവ്യൂള് കാണിച്ചിരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ അണ്ഡാശയവും കാണിച്ചിട്ടുണ്ട്. ഇനി കുമ്പളത്തിൽ വിത്ത് എങ്ങനെ ഇരിക്കുന്നതെന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്, വിത്തും ഫലവും എന്താണെന്ന്. ഇനി ബീജസങ്കലന ശേഷം പൊതുവെ എന്താണ് സംഭവിക്കുക? ബീജസങ്കലന ശേഷം പൊതുവെ പൂവിതൾ അതുപോലെ തന്നെ കേസരപുടം എന്നിവ കൊഴിഞ്ഞു പോകുന്നു. പൂഞ്ഞെട്ടും പുഷ്പാസനവും വിതളവും എന്നിവ കൂടുതൽ ഉറപ്പുള്ളതാണ്. പൂവിനെ താങ്ങി നിർത്താനുള്ളതാണ് ഏത്? പുഷ്പാസനവും പൂഞ്ഞെട്ടും വിതളും ഒക്കെ. അപ്പം അത് എന്തായിരിക്കും? കൂടുതൽ സ്ട്രോങ് ആയിട്ട് വരികയും പൂവിതളും കേസരപുടവും എന്ത് സംഭവിക്കുന്നു? കൊഴിഞ്ഞ് പോകുന്നു. ഈ പഠിച്ചതിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ തന്നെ കൂട്ടുകാർക്ക് ആൻസർ പറയാൻ പറ്റുന്നുണ്ടോ എന്ന് ശ്രമിക്കണം കേട്ടോ. അപ്പോൾ നോക്കിക്കേ, ആദ്യത്തെ ക്വസ്റ്റ്യൻ, ബീജസങ്കലനത്തിന് ശേഷം അണ്ഡാശയം വളർന്ന് രൂപപ്പെടുന്നത് എന്തായിരിക്കും? സങ്കലനത്തിന് ശേഷം അണ്ഡാശയം വളർന്ന് രൂപപ്പെടുന്നത് എന്താണ്? ഫലമാണ് അഥവാ ഫ്രൂട്ട്. ഓവ്യൂൾ വളർന്ന് രൂപപ്പെടുന്നത് വിത്ത്. നേരത്തെ നമ്മുടെ കുമ്പളപ്പൂവിൻ്റെ ചിത്രം ഒന്ന് എടുത്താൽ മതി. കുമ്പളപ്പൂവിൽ എന്തുണ്ടായിരുന്നു? അണ്ഡാശയം ഒവ്യൂളും ഉണ്ടായിരുന്നു. അപ്പോൾ അണ്ഡാശയം വളർന്ന് എന്തായിട്ട് മാറുന്നു? ഫലമായിട്ട് മാറും. ഒവ്യൂള് വളർന്ന് എന്തായിട്ട് മാറും? വിത്തായിട്ട് രൂപപ്പെടുന്നു. ഓക്കെ. ഇനി പൂവിലെ പൂമ്പൊടി അറിയപ്പെടുന്ന മറ്റൊരു പേര് എന്താണ്? പൂമ്പൊടിന് പറയുന്ന മറ്റൊരു പേര് എന്താണ്? പരാഗരേണുക്കൾ. എന്താണ്? പൂമ്പൊടിനെ അറിയപ്പെടുന്ന, പൂവിലെ പൂമ്പൊടി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പരാഗരേണുക്കൾ. ജനിപുടത്തിലെ പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ജനിപുടത്തിലെ പ്രധാന ഭാഗങ്ങൾ പരാഗണ സ്ഥലം, ജനിതണ്ട്, അണ്ഡാശയം, ഒവ്യൂൾ. ഏതൊക്കെയാണ്? പരാഗണ സ്ഥലം, ജനിതണ്ട്, അണ്ഡാശയം, ഒവ്യൂൾ. കേസരപുടത്തിലെ പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാണ്? പരാഗി തന്തുകം. ഏതാണ്? പരാഗി തന്തുകം. പൂവിൽ അണ്ഡം കാണപ്പെടുന്നത് എവിടെയായിരിക്കും? പൂവിൽ അണ്ഡം കാണപ്പെടുന്നത് അണ്ഡാശയത്തിലെ ഒവ്യൂളിനകത്ത്. എവിടെയാണ്? അണ്ഡാശയത്തിലെ ഒവ്യൂളിനകത്താണ് പൂവിലെ അണ്ഡം കാണപ്പെടുന്നത്. പൂവിൽ പുംബീജം കാണപ്പെടുന്നത് എവിടെയാണ്? പരാഗരേണുക്കളിൽ. പൂവിൽ പുംബീജം കാണപ്പെടുന്നത് പരാഗരേണുക്കളിൽ. ഒരേ പൂവിൽ കേസരപുടവും ജനിപുടവും കാണുന്നത് എന്തായിരിക്കും? ഒരേ പൂവിൽ തന്നെ ദ്വിലിംഗ പുഷ്പം. കേസരപുടവും ജനിപുടവും വെവ്വേറെ പൂക്കളിൽ കാണപ്പെടുന്നത് ഏകലിംഗ പുഷ്പം. അടുത്ത ക്വസ്റ്റ്യൻ, കേസരപുടം മാത്രമുള്ള പൂക്കൾ. കേസരപുടം മാത്രമുള്ളത് ആൺപൂക്കൾ, ജനിപുടം മാത്രമുള്ളത് പെൺപൂക്കൾ. ആൺപൂക്കളും പെൺപൂക്കളും ഉള്ള സസ്യങ്ങൾ ഏതൊക്കെയാണ്? മത്തൻ, വെള്ളരി, പാവൽ, പടവലം, കുമ്പളം, തെങ്ങ്, കവുങ്ങ്. നമ്മൾ നേരത്തെ പഠിച്ചതാണ് അല്ലേ? ഇനി പരാഗിയിൽ നിന്നും പരാഗരേണുക്കൾ പരാഗണ സ്ഥലത്ത് പതിക്കുന്നതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? പരാഗണം. പരാഗിയിൽ നിന്നും പരാഗരേണുക്കൾ പരാഗണ സ്ഥലത്ത് പതിക്കുന്നതിനെ നമുക്ക് എന്തെന്ന് പറയാം? പരാഗണം. പരാഗണത്തിന് സഹായിക്കുന്ന ഘടകങ്ങൾ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? പരാഗകാരികൾ അഥവാ പോളിനേറ്റിംഗ് ഏജന്റ്. പരാഗകാരികൾക്ക് ഉദാഹരണം ഏതാണ്? പരാഗകാരികൾക്ക് ഉദാഹരണം ജലം, നിശാശലഭം, കാറ്റ്, തേനീച്ച, പൂമ്പാറ്റ. നെല്ല്, ഗോതമ്പം, ചോളം, കരിമ്പ് എന്നിവയിൽ പരാഗണം നടത്തുന്നത് എന്താണെന്ന്? പരാഗണം നടത്തുന്നത് എങ്ങനെയാ? കാറ്റ് മുഖാന്തരം. കുരുമുളക് ചെടിയിൽ പരാഗണം നടക്കുന്നത് ജലത്തിലൂടെ അല്ലെങ്കിൽ മഞ്ഞുതുള്ളി വഴി. ചേന, ചേമ്പ് ഇവയിലോ? ഈച്ച വഴി. ചലനത്തിനൊപ്പം എന്നാണ് നമ്മുടെ ലെസന്റെ പേര്. എന്താണ് ചലനം അഥവാ മോഷൻ?
ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റമാണ് എന്ത് ചലനമെന്ന് പറയുന്നത്. ആ ചലനം സാധ്യമാകണമെങ്കിൽ അവിടെ എന്ത് വേണം? ഒരു ഫോഴ്സ് കൊടുക്കണം. ഒരു ബലം പ്രയോഗിക്കുമ്പോഴാണ് അവിടെ ചലനം അഥവാ മോഷൻ സാധ്യമാവുന്നത്. എന്താണ് ചലനം? ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റം, ഒരു വസ്തുവിന് ഒരു സ്ഥാനത്ത് നിന്ന് മറ്റൊരു സ്ഥാനത്തേക്ക് മാറുമ്പോൾ ഉണ്ടാവുന്നതാണ് ചലനം അഥവാ മോഷൻ എന്ന് പറയുന്നത്. ഒരു വസ്തുവിനെ നമ്മൾ ഒരു സ്ഥാനത്ത് നിന്ന് മറ്റൊരു സ്ഥാനത്തേക്ക് മാറ്റണമെങ്കിൽ നമ്മൾ അവിടെ എന്ത് കൊടുക്കണം? ബലം പ്രയോഗിക്കണം. ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴാണ് അവിടെ എന്ത് സംഭവിക്കുന്നത്? ചലനം സംഭവിക്കുന്നത്. ഭൂമിയിലെ എല്ലാ വസ്തുക്കളും ചലനത്തിന് വിധേയമാണ്. ഭൂമിയുടെ ഭ്രമണ വേഗം ഭൂമധ്യരേഖാ പ്രദേശത്ത് ഭൂമി സ്വയം തിരിയാനെടുക്കുന്ന സമയമാണ് 1667 km/h. എന്താണ്? ഭൂമധ്യരേഖാ പ്രദേശത്ത് ഭൂമി സ്വയം തിരിയാനായിട്ട് എടുക്കുന്ന സമയമാണ് എത്ര? 1667 km/h. അടുത്ത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് എന്താണ് ബലം അഥവാ ഫോഴ്സ്. എന്തായിരിക്കും ഫോഴ്സ്? ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ, ഒരു വസ്തുക്കളെ നമുക്ക് എന്ത് ചെയ്യണം? ഒന്ന് ചലിപ്പിക്കണമെങ്കിൽ അവിടെ എന്ത് അപ്ലൈ ചെയ്യണം? ഫോഴ്സ് അപ്ലൈ ചെയ്യണം. അതായത് നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെ ചലിപ്പിക്കാനും ദിശ മാറ്റാനും വേഗത കൂട്ടുകയോ അല്ലെങ്കിൽ വേഗത കുറയ്ക്കുകയോ ചെയ്യാനും ചലിക്കുന്ന വസ്തുക്കളെ നിശ്ചലമാക്കാനും പ്രയോഗിക്കുന്നതാണ് എന്ത്? ബലം അഥവാ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ എന്താ പറയുക, ഒരു മേശപ്പുറത്ത് ഒരു ഗോലി വെച്ചു, ഒരു രാശിക്കായ വെച്ചു ഒരറ്റത്ത്. അതിന് നമ്മൾ കൈകൊണ്ട് തട്ടി അവിടെ ഒരു ചെറിയ ഫോഴ്സ് അപ്ലൈ ചെയ്തു ഇല്ലേ? ആ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് പറ്റും? ആ ബോള് അല്ലെങ്കിൽ രാശിക്കായ അല്ലെങ്കിൽ ഗോലി, നമുക്ക് ബോൾ എന്ന് എടുക്കാം, അതായിരിക്കും കുറച്ചുകൂടി മനസ്സിലാവുക. ആ ബോൾ ഇങ്ങനെ തട്ടി കൊടുക്കുമ്പോൾ ബോള് പയ്യെ പയ്യെ ചലിക്കും ഇല്ലേ? സ്പീഡിൽ കൂടുതൽ ഫോഴ്സ് കൊടുത്താൽ സ്പീഡിൽ പോവും, കുറച്ച് ഫോഴ്സ് കൊടുത്താൽ വളരെ പതുക്കെ പോവും. അങ്ങനെ പോകുമ്പോൾ നമുക്ക് എന്താ ദിശ അത് ചലിപ്പിക്കാനായിട്ട് സാധിക്കുന്നു. ഇനി അങ്ങനെ പതുക്കെ ഉരുണ്ടു പോകുന്ന സമയത്ത് അതിൻ്റെ തടസ്സമായിട്ട് നമ്മളൊരു കൈ വെച്ച് കൊടുത്താൽ എന്ത് സംഭവിക്കും? ആ ഗോലി പതുക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട്, അതായത് അവിടെ തട്ടിയിട്ട് പയ്യെ ദിശ മാറിപ്പോവും ഇല്ലേ? അങ്ങനെ ദിശ മാറ്റാൻ, ചലിപ്പിക്കാനായിട്ട് ദിശ മാറ്റാനായിട്ട് സാധിച്ചു. ഇനിയോ അങ്ങനെ ആ പന്ത് നേരെ താഴേക്ക് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? താഴേക്ക് വീണ് കഴിഞ്ഞാൽ അതിൻ്റെ സ്പീഡ് കുറച്ചുകൂടി കൂടും. അപ്പം ബലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ എന്താ? നിശ്ചലാവസ്ഥയിലിരിക്കുന്ന ഒരു വസ്തുവിനെ ചലിപ്പിക്കാനും ദിശ മാറ്റാനും വേഗത കൂട്ടാനും വേഗത കുറയ്ക്കാനും ചലിക്കുന്ന വസ്തുക്കളെ നിശ്ചലമാക്കാനും പ്രയോഗിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? ബലം അഥവാ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് എന്താണ് നേർരേഖാ ചലനം, ലീനിയർ മോഷൻ. ഒരു വസ്തുവിൻ്റെ നേർരേഖയിലൂടെയുള്ള ചലനത്തെ നമുക്ക് എന്തെന്ന് വിളിക്കാം? നേർരേഖാ ചലനം അഥവാ ലീനിയർ മോഷൻ എന്ന് പറയാം. ഇനി ഈ നേർരേഖാ ചലനത്തിന് ഉദാഹരണം ഏതാണ്? മാങ്ങ ഞെട്ടറ്റ് വീഴുന്നു. മാങ്ങയെ നമുക്ക് മാങ്ങ മുകളിൽ നിന്ന് നേരെ എന്താണ്? നേരെ താഴേക്ക് വീഴും. വളഞ്ഞു തിരിഞ്ഞു പോവോ? ഇല്ല, നേരെ ഞെട്ടറ്റ് കഴിഞ്ഞ് നേരെ താഴേക്ക് പോകുന്നത്. ഒരു ലിഫ്റ്റ് എങ്ങനെയായിരിക്കും? ലിഫ്റ്റ് നേരെ മുകളിലേക്ക് പോകുന്നു അല്ലെങ്കിൽ നേരെ താഴേക്ക് വരുന്നു. ഇതൊക്കെ എന്തിനുള്ള ഉദാഹരണമാണ്? നേർരേഖാ ചലനത്തിനുള്ള ഉദാഹരണമാണ്. അല്ലെങ്കിൽ സ്കെയിലും പെൻസിലും ഉപയോഗിച്ച് ഒരു നേർരേഖ വരയ്ക്കുന്നതും നേർരേഖാ ചലനത്തിന് ഉദാഹരണമാണ്. ഇനി അടുത്ത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് എന്താണ്? ഭ്രമണം അഥവാ റൊട്ടേഷൻ. ഭ്രമണം എന്താണ്? സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് എന്ത്? റൊട്ടേഷൻ എന്ന് പറയുന്നത്. റൊട്ടേഷൻ അഥവാ ഭ്രമണത്തിന് ഉദാഹരണം ഏതൊക്കെയാണ്? വാഹനങ്ങളുടെ ചക്രം കറങ്ങുന്നത്, ഷാർപ്പണർ ഉപയോഗിച്ച് പെൻസിൽ കൂർമ്മിക്കുന്നത്, അതുപോലെ തന്നെ ഫാനിൻ്റെ കറക്കം, പമ്പരത്തിൻ്റെ കറക്കം, ഇതെല്ലാം എന്തിനുള്ള ഉദാഹരണങ്ങളാണ്? ഭ്രമണത്തിനുള്ള ഉദാഹരണമാണ്. കറങ്ങുന്ന വസ്തുവിൻ്റെ അക്ഷം വസ്തുവിൻ്റെ ഉള്ളിൽ തന്നെ വരുന്ന ചലനമാണ് എന്ത്? ഭ്രമണമെന്ന് പറയുന്നത്. ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഭ്രമണം എങ്ങനെയാണ്? കറങ്ങുന്ന വസ്തുവിൻ്റെ അക്ഷം എവിടെ വരും? വസ്തുവിൻ്റെ ഉള്ളിൽ തന്നെ വരുന്ന ചലനമാണ് ഭ്രമണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കണം കേട്ടോ. അപ്പോൾ ഭ്രമണം എന്താണെന്ന് മനസ്സിലായി.
ഇനി അടുത്ത് നമ്മൾ പഠിക്കുന്നത് സർക്കുലാർ മോഷൻ, വർത്തുള ചലനം. എന്തായിരിക്കും വർത്തുള ചലനം? ഒരു വസ്തുവിൻ്റെ വൃത്താകാര പാതയിലൂടെയുള്ള ചലനത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? വർത്തുള ചലനം അഥവാ സർക്കുലാർ മോഷൻ എന്ന് പറയുന്നത്. ഉദാഹരണം എന്തായിരിക്കും? ഒരു കല്ല് ചരടിൽ കെട്ടി കറക്കുമ്പോൾ കല്ലിനുണ്ടാവുന്ന ചലനം, അതെന്തിന് ഉദാഹരണമാണ്? വർത്തുള ചലനത്തിന് ഉദാഹരണമാണ്. കുറച്ച് എക്സാമ്പിൾ തന്നിട്ട് ചോദിക്കാറുണ്ട്, ഭ്രമണം ഏതാണ്, അല്ലെങ്കിൽ വർത്തുള ചലനം ഏതാണ്, അല്ലെങ്കിൽ ലീനിയർ മോഷൻ ഏതാണെന്ന് ചോദിക്കാറുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കണം കേട്ടോ. എന്താണ്? ഒരു കല്ലിൽ ചരട് കെട്ടി കറക്കുമ്പോൾ കല്ലിനുണ്ടാവുന്ന ചലനം വർത്തുള ചലനം. ഇനി അതുപോലെ തന്നെ കോമ്പസിൽ പെൻസിൽ ഘടിപ്പിച്ച് വൃത്തം വരയ്ക്കുന്നത് വർത്തുള ചലനത്തിന് ഉദാഹരണമാണ്. വൃത്തപാതയിലൂടെ കളി തീവണ്ടി ഓടുന്നത് അതും എന്തിനുള്ള ഉദാഹരണമാണ്? വർത്തുള ചലനത്തിന് ഉദാഹരണമാണ്. ഇനി അങ്ങനെയെങ്കിൽ പരിക്രമണം, റെവല്യൂഷൻ എന്താണ്? കറങ്ങുന്ന വസ്തുവിൻ്റെ അക്ഷം വസ്തുവിന് പുറത്ത് വരുന്ന ചലനമാണ് പരിക്രമണം അഥവാ റെവല്യൂഷൻ എന്ന് പറയുന്നത്. കറങ്ങുന്ന വസ്തുവിൻ്റെ അക്ഷം വസ്തുവിന് പുറത്ത് വരുന്ന ചലനമാണ് ഏത്? പരിക്രമണം എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് എന്താണ് ദോലനം അഥവാ ഓസിലേഷൻ. എന്താണ് ദോലനം? ഒരു വസ്തു ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതാണ് ദോലനം. നമ്മൾ ഊഞ്ഞാലാടുന്നത് എന്തിനുള്ള ഉദാഹരണമാണ്? ഓസിലേഷന് ഉദാഹരണമാണ്. ക്ലോക്കിലെ പെൻഡുലത്തിൻ്റെ ചലനം, തൂക്കിയിട്ട വിളക്കിൻ്റെ ചലനം, അതുപോലെ തന്നെ വാഹനങ്ങളുടെ വൈപ്പറിൻ്റെ ചലനം, ഇതെല്ലാം എന്തിനുള്ള ഉദാഹരണങ്ങളാണ്? ദോലനത്തിനുള്ള ഉദാഹരണമാണ്. അങ്ങനെയെങ്കിൽ കമ്പനം എന്തായിരിക്കും? വൈബ്രേഷൻ. ദ്രുതഗതിയിലുള്ള ദോലനങ്ങളെ നമുക്ക് എന്തെന്ന് പറയാം? കമ്പനമെന്ന് പറയാം. എന്താണ്? ദ്രുതഗതിയിലുള്ള ദോലനങ്ങളെ നമുക്ക് എന്തെന്ന് വിളിക്കാം? കമ്പനമെന്ന് പറയാം. ഇപ്പൊ ട്യൂണിംഗ് ഫോർക്കിൽ ഒരു ഹാമർ വെച്ചിട്ട് ഒന്ന് മുട്ടിക്കഴിഞ്ഞപ്പോൾ അതെന്താണ്? കമ്പനമാണ്, വൈബ്രേഷനാണ്. അതുപോലെ തന്നെ നമ്മുടെ കയ്യിലൊരു റബ്ബർ ബാൻഡ് എടുത്തിട്ട് ആ റബ്ബർ ബാൻഡ് ഇങ്ങനെ അകത്തി വെച്ചിട്ട് ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ അതും കമ്പനത്തിന് ഉദാഹരണമാണ്. അല്ലെങ്കിൽ നമ്മുടെ മേശയമേ ഒരു സ്കെയിൽ വെച്ചിട്ട് അതിനൊരു തട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതും വൈബ്രേഷൻ അഥവാ കമ്പനത്തിന് ഉദാഹരണങ്ങളാണ്. അടുത്തത് വക്രരേഖാചലനം. വക്രരേഖാചലനം എന്താണ്? വക്രരേഖാചലനം വസ്തുക്കളുടെ വക്രരേഖയിലൂടെയുള്ള ചലനമാണ് വക്രരേഖാചലനം. ഉദാഹരണം ഏതാണ്? ദൂരേക്ക് എറിയുന്ന ബോളിൻ്റെ ചലനം. നമ്മളൊരു ബോൾ എടുത്ത് നേരെ ദൂരേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് പോകുന്നത്? അതൊരു വക്രരേഖയിലൂടെയുള്ള ഒരു ചലനമാണ് അവിടെ സാധ്യമാവുന്നത്. അടുത്തത് പീരിയോഡിക് മോഷൻ അഥവാ ക്രമാവർത്തന ചലനം. എന്തായിരിക്കും ക്രമാവർത്തന ചലനം? ഒരു നിശ്ചിത സമയത്തിൽ ആവർത്തിച്ചു വരുന്ന ചലനമാണ് എന്ത്? ക്രമാവർത്തന ചലനം അഥവാ പീരിയോഡിക് മോഷൻ എന്ന് പറയുന്നത്. അതിന് ഉദാഹരണം ഏതാണ്? ഭൂമിയുടെ ഭ്രമണം, അതുപോലെ തന്നെ ക്ലോക്കിൻ്റെ പെൻഡുലത്തിൻ്റെ ചലനം. ഇതെല്ലാം എന്തിനുള്ള ഉദാഹരണങ്ങളാണ്? പീരിയോഡിക് മോഷൻ അഥവാ ക്രമാവർത്തന ചലനത്തിനുള്ള ഉദാഹരണമാണ്. തുല്യ സമയത്തിൽ തുല്യ ദൂരം സഞ്ചരിക്കുന്ന ചലനത്തെ നമുക്ക് എന്തെന്ന് പറയാം? സമചലനം എന്ന് പറയാം. തുല്യ സമയത്തിൽ തുല്യ ദൂരം സഞ്ചരിക്കുന്ന ചലനത്തെ നമുക്ക് എന്തെന്ന് വിളിക്കാം? സമചലനമെന്നും തുല്യ സമയത്തിൽ വ്യത്യസ്ത ദൂരം സഞ്ചരിക്കുന്ന ചലനത്തെ നമുക്ക് അസമചലനമെന്നും പറയാം. അതായത് നോൺ യൂണിഫോം മോഷനും യൂണിഫോം മോഷനും. ഓക്കെ. ഇനി ബലത്തിൻ്റെ യൂണിറ്റ് ഏതായിരിക്കും? ബലത്തിൻ്റെ ഫോഴ്സിൻ്റെ യൂണിറ്റ് ഏതാണ്? ന്യൂട്ടൺ. ബലത്തിൻ്റെ CGS യൂണിറ്റ് ഏതാണ്? ഡൈൻ. ബലത്തിൻ്റെ CGS യൂണിറ്റ് ഡൈൻ. 1 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ എത്ര ഡൈനാണ്? 1,00,000 ഡൈനാണ്. ഒരു വസ്തുവിൻ്റെ ചലനം മറ്റൊരു വസ്തുവുമായി താരതമ്യപ്പെടുത്തി മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. അതിനെ പറയുന്നതാണ് ചലനം ആപേക്ഷികമാണെന്നാണ്. എന്താണ്? ഒരു വസ്തുവിൻ്റെ ചലനം മറ്റൊരു വസ്തുവുമായി താരതമ്യപ്പെടുത്തി മാത്രം പറയാൻ സാധിക്കുകയുള്ളൂ. കാരണം എന്താണ്? ചലനം ആപേക്ഷികമാണ്. ചലനത്തെക്കുറിച്ചുള്ള പഠനമാണ് ഡൈനാമിക്സ്. ഇമ്പോർട്ടൻ്റ് ആണ്. ചലനത്തെക്കുറിച്ചുള്ള പഠനം ഏതാണ്? ഡൈനാമിക്സ്. ചുറ്റുപാടുകൾക്കനുസരിച്ച് ഒരു വസ്തുവിൻ്റെ സ്ഥാനത്തിന് മാറ്റമുണ്ടാകാത്ത അവസ്ഥ ഏതാണ്? നിശ്ചലാവസ്ഥ. ചുറ്റുപാടുകൾക്കനുസരിച്ച് ഒരു വസ്തുവിൻ്റെ സ്ഥാനത്തിന് മാറ്റമുണ്ടാകാത്ത അവസ്ഥ, മാറ്റമില്ലാത്തൊരവസ്ഥയാണ് എന്ത്? നിശ്ചലാവസ്ഥ. നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെ കുറിച്ചുള്ള പഠനം ഏതാണ്? സ്റ്റാറ്റിക്സ്.
അപ്പം ചലനത്തെക്കുറിച്ചുള്ള പഠനം ഡൈനാമിക്സും, നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെക്കുറിച്ചുള്ള പഠനം സ്റ്റാറ്റിക്സുമാണ്. യന്ത്രങ്ങളിലൊക്കെ എങ്ങനെയായിരിക്കും ചലനം സാധ്യമാകുന്നത്? ഇപ്പോൾ തയ്യൽ മെഷീൻ ചവിട്ടുമ്പോൾ, അതുപോലെ തന്നെ നമ്മുടെ അരി പൊടിക്കുന്ന ആ മെഷീൻസ്, സൈക്കിൾ ചവിട്ടുമ്പോൾ, അതൊക്കെ എങ്ങനെയാണ് ചലനം അവിടെ നടക്കുന്നത്? എങ്ങനെയായിരിക്കും? അതായത് ഒരു യന്ത്രത്തിൽ നൽകുന്ന ബലത്തെ മറ്റ് യന്ത്രങ്ങളിലേക്കോ അല്ലെങ്കിൽ യന്ത്രഭാഗങ്ങളിലേക്കോ എത്തിക്കുന്നതിന് സഹായിക്കുന്നത് ആരൊക്കെയായിരിക്കാം? ചെയിൻ, ബെൽറ്റ്, ചക്രവും ആക്സിലറേറ്ററും. എന്താണ്? ഒരു യന്ത്രത്തിൽ നൽകുന്ന ബലത്തെ മറ്റ് യന്ത്രങ്ങളിലേക്കോ അല്ലെങ്കിൽ യന്ത്രഭാഗങ്ങളിലേക്കോ എത്തിക്കുന്നതിന് സഹായിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ്? ചെയിൻ, ബെൽറ്റ്, ചക്രം, ആക്സിലറേറ്റർ. എന്താണ് പൽചക്രങ്ങൾ അഥവാ ഗിയർ? എന്താണ് പൽചക്രങ്ങൾ? ഒരു യന്ത്രഭാഗത്തിൻ്റെ കറക്കം ഉപയോഗപ്പെടുത്തി വ്യത്യസ്ത വേഗതയിലും ദിശയിലും ഒന്നിലേറെ യന്ത്രഭാഗങ്ങൾ ചലിപ്പിക്കാൻ സഹായിക്കുന്നു. എന്ത്? പൽചക്രങ്ങൾ. എന്താണ്? ഒരു യന്ത്രഭാഗത്തിൻ്റെ കറക്കം ഉപയോഗപ്പെടുത്തി വ്യത്യസ്ത വേഗതയിലും ദിശയിലും ഒന്നിലേറെ യന്ത്രഭാഗങ്ങൾ ചലിപ്പിക്കാൻ സഹായിക്കുന്നതാണ് ഏത്? പൽചക്രങ്ങൾ അഥവാ ഗിയേഴ്സ്. ഗിയറിൻ്റെ പടമാണ് ഈ കാണിച്ചിരിക്കുന്നത്. നോക്കിക്കേ, കണ്ടോ? ഒരു പൽചക്രത്തിൻ്റെ ചലനത്തിന് എതിർ ദിശയിലായിരിക്കും തൊട്ടടുത്ത പൽചക്രത്തിൻ്റെ ചലനം. ചെറിയ പൽചക്രം ഉപയോഗിച്ച് വലിയ പൽചക്രം കറക്കുമ്പോൾ ചലനവേഗം കുറയുന്നു. ഓർത്തിരിക്കുക, ചെറിയ പൽചക്രം ഉപയോഗിച്ച് വലിയ പൽചക്രം കറക്കുമ്പോൾ ചലനവേഗം എന്താ സംഭവിക്കുന്നത്? കുറയുന്നു. വലിയ പൽചക്രം ഉപയോഗിച്ച് ചെറിയ പൽചക്രം കറക്കുമ്പോൾ എന്ത് സംഭവിക്കും? ചലനവേഗം കൂടുന്നു. ആഹാരം ആരോഗ്യത്തിന്. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും ഈ ധാന്യകം? ഇതിനകത്ത് നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത് ധാന്യകം, മാംസ്യം, അതുപോലെ മാംസ്യത്തിൽ അടങ്ങിയിരിക്കുന്ന വസ്തുക്കൾ, കൊഴുപ്പ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ധാന്യകം എന്താണെന്ന് നോക്കാം. എന്താണ് ധാന്യകം അഥവാ കാർബോഹൈഡ്രേറ്റ്? നമുക്കൊരു ജോലി ചെയ്യണമെങ്കിൽ എന്താവശ്യമാണ്? ഊർജം ആവശ്യമാണ്. ഈ ഊർജം നമുക്ക് എന്തിൽ നിന്നാണ് കിട്ടുക? ധാന്യകത്തിലൂടെ ആണ്, അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റിലൂടെയാണ് നമുക്ക് ശരീരത്തിന് ആവശ്യമായ ഊർജം നമുക്ക് കിട്ടുന്നത്. ശരീരപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുക എന്ന ധർമ്മമാണ് ഈ ധാന്യകത്തിൻ്റെ ജോലി. മനസ്സിലായല്ലോ? ഇനി ധാന്യകത്തിൽ എന്തൊക്കെ മൂലകങ്ങളാണ് അടങ്ങിയിരിക്കുക? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. ധാന്യകത്തിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ ഏതൊക്കെയാണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. ധാന്യകത്തിൻ്റെ വിവിധ രൂപങ്ങളാണ് അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ്. വളരെ പ്രധാനപ്പെട്ടതാണ്. ധാന്യകത്തിൻ്റെ വിവിധ രൂപങ്ങൾ ഏതൊക്കെയാണ്? അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ്. ധാന്യങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവയിൽ ധാന്യകത്തിൻ്റെ രൂപം അന്നജമാണ്. ധാന്യങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവയിൽ ധാന്യകത്തിൻ്റെ രൂപം എങ്ങനെയാണ്? അന്നജമാണ്. ഭക്ഷ്യവസ്തുക്കളിൽ അന്നജ പരിശോധനയ്ക്കായി ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് അയഡിൻ ടെസ്റ്റ്. അതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഭക്ഷ്യവസ്തുക്കളിൽ അന്നജമുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ ടെസ്റ്റ് ചെയ്യുന്ന ആ ടെസ്റ്റിന് പറഞ്ഞ പേരെന്താണ്? അയഡിൻ ടെസ്റ്റ്. അന്നജം അയഡിൻ ലായനിയുമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന നിറം എന്തായിരിക്കും? അന്നജം അയഡിൻ ലായനിയുമായി പ്രവർത്തിക്കുമ്പോൾ കിട്ടുന്ന നിറം ഏതാണ്? കടും നീല നിറം. അതും പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ് കേട്ടോ. ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി അടുത്ത് പഠിക്കുന്നത് മാംസ്യം അഥവാ പ്രോട്ടീൻ. പ്രോട്ടീൻ്റെ ധർമ്മം എന്താണ്? പ്രോട്ടീൻ എന്തിനാണ് നമ്മളെ സഹായിക്കുന്നത്? ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന ആഹാര ഘടകമാണ് എന്ത്? പ്രോട്ടീൻ. ധാന്യകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരീരപ്രവർത്തനം ചെയ്യാൻ, അതായത് ശരീരപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുകയാണെങ്കിൽ മാംസ്യത്തിൻ്റെ പ്രവർത്തനം എന്താണ്? നമ്മുടെ ശരീര നിർമ്മിതിക്ക് ഉള്ള വളർച്ചയെ സഹായിക്കുന്ന പ്രധാന ആഹാര ഘടകമാണ് എന്ത്? പ്രോട്ടീൻ അഥവാ മാംസ്യം. ശരീരത്തിലെ കോശങ്ങൾ, മുടി, ദഹനരസങ്ങൾ തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് ആവശ്യമായ പ്രധാന ഘടകം ഏതാണ്? മാംസ്യമാണ്. ഇനി മാംസ്യത്തിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ ഏതൊക്കെയാണ്? ഓക്സിജൻ, നൈട്രജൻ, സൾഫർ, ഹൈഡ്രജൻ, കാർബൺ. 5 മൂലകങ്ങളാണ് പ്രോട്ടീനിലുള്ളത്. ഏതൊക്കെയാണ്? ഓക്സിജൻ, നൈട്രജൻ, സൾഫർ, ഹൈഡ്രജൻ, കാർബൺ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ധാന്യകത്തിൽ നമ്മൾ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, അവരെ കൂടാതെ മാംസ്യത്തിൽ ആരും കൂടി വന്നിട്ടുണ്ട്? നൈട്രജനും സൾഫറും കൂടി വന്നിട്ടുണ്ട്. അങ്ങനെ ഓർത്തിരുന്ന് പഠിക്കാം കേട്ടോ.
ഇനി നമ്മുടെ ശരീരത്തിന്, അതായത് ശരീരഭാരത്തിനനുസരിച്ച് ഒരു ദിവസം ഒരാൾക്ക് ഭക്ഷണത്തിൽ നിന്നും ലഭിക്കേണ്ട പ്രോട്ടീൻ്റെ അളവ് എത്രയാണ്? നമുക്ക് എന്തുമാത്രം പ്രോട്ടീൻ ഒരു ദിവസം നമ്മുടെ ഓരോരുത്തരുടെ ശരീരഭാഗത്തിനനുസരിച്ച് എന്തുമാത്രം വേണം? അതായത് 1 കിലോഗ്രാമിന് 1 ഗ്രാം എന്ന തോതിൽ നമുക്ക് എന്താവശ്യമാണ്? പ്രോട്ടീൻ ആവശ്യമാണ്. എന്താണ്? 1 കിലോഗ്രാമിന് 1 ഗ്രാം എന്ന തോതിലാണ് നമ്മുടെ ശരീരത്തിന് എന്താവശ്യം? പ്രോട്ടീൻ ആവശ്യമായിട്ട് വരുന്നത്. ഇനി പ്രോട്ടീനിൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ അല്ലെങ്കിൽ പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്ന ഭക്ഷ്യവസ്തുക്കളാണ് ഏതൊക്കെ? അരി, ഗോതമ്പ്, കശുവണ്ടി, മത്തി, താറാവ്, താറാമുട്ട, കോഴിമുട്ട, ആട്ടിറച്ചി, പശുവിൻ പാൽ, ചെറുപയർ, നിലക്കടല. അപ്പം അതിനകത്ത് എത്ര ഗ്രാം വെച്ച് പ്രോട്ടീൻ ഉണ്ട് എന്നുള്ള കാര്യമാണ് ഈ ഒരു ടേബിളിൽ കാണുന്നത്. ഇനി പ്രോട്ടീൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന പ്രധാന രോഗങ്ങൾ ഏതൊക്കെയാണ്? അത് വളരെ പ്രധാനപ്പെട്ടതാണ്. LPക്കൊക്കെ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. പ്രോട്ടീൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? ക്വാഷിയോക്കർ, പിന്നെയോ വളർച്ച, മുരടിപ്പ്. ഏതൊക്കെയാണ് പ്രോട്ടീൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗങ്ങൾ? വളർച്ച, മുരടിപ്പും ക്വാഷിയോക്കറും. ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നതാണ് കൊഴുപ്പ് അഥവാ ഫാറ്റ്. കാർബോഹൈഡ്രേറ്റിനെ പോലെ ഊർജം പ്രദാനം ചെയ്യുന്ന ഒരു പ്രധാന ആഹാര ഘടകമാണ് എന്ത്? കൊഴുപ്പ്. നമ്മൾ നേരത്തെ പറഞ്ഞു കാർബോഹൈഡ്രേറ്റിന് എന്തായിരുന്നു? ഊർജം പ്രദാനം ചെയ്യാൻ പറ്റുമെന്ന്. അതുപോലെ തന്നെയാണ് കൊഴുപ്പിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൊഴുപ്പിനും ഊർജം പ്രദാനം ചെയ്യാനായിട്ട് സാധിക്കും. ഊർജം പ്രദാനം ചെയ്യുന്ന ഒരു പ്രധാന ആഹാര ഘടകമാണ് എന്ത്? കൊഴുപ്പ്. കൊഴുപ്പിൽ മാത്രം ലയിക്കുന്ന വിറ്റാമിനുകൾ ശരീരത്തിന് ലഭിക്കണമെങ്കിൽ ഭക്ഷണത്തിൽ കുറഞ്ഞ അളവിൽ കൊഴുപ്പ് ആവശ്യമാണ്. എന്താണ്? കൊഴുപ്പിൽ മാത്രം ലയിക്കുന്ന വിറ്റാമിനുകൾ നമ്മുടെ ശരീരത്തിന് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഭക്ഷണത്തിൽ കുറഞ്ഞ അളവിലെങ്കിലും എന്താവശ്യമാണ്? കൊഴുപ്പ് ആവശ്യമാണ്. കൊഴുപ്പിൻ്റെ പ്രധാനപ്പെട്ട ഒരു രൂപമാണ് ഏത്? കൊളസ്ട്രോൾ. കൊഴുപ്പിൻ്റെ പ്രധാനപ്പെട്ട രൂപം ഏതാണ്? കൊളസ്ട്രോൾ. ഭക്ഷണത്തിൽ നിന്നും ലഭിക്കുന്നത് കൂടാതെ ശരീരം സ്വയം കൊളസ്ട്രോൾ നിർമ്മിക്കുന്നുണ്ട്, അല്ലേ? ഭക്ഷണത്തിൽ നിന്നും ലഭിക്കുന്ന കൊഴുപ്പ് കൂടാതെ തന്നെ ശരീരം എന്ത് ചെയ്യുന്നുണ്ട്? സ്വയം കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നുണ്ട്. കൊഴുപ്പ് അടങ്ങിയിരിക്കുന്ന പ്രധാന ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെയാണ്? നെയ്യ്, പാലുൽപ്പന്നങ്ങൾ, മത്സ്യം, മുട്ട, മാംസ്യം, എണ്ണകൾ. ഇതെല്ലാം എന്തിനാണ്? ഇതിലെന്തെല്ലാം പ്രധാനമായിട്ട് അടങ്ങിയിരിക്കുന്നത്? കൊഴുപ്പ് അടങ്ങിയിരിക്കുന്നുണ്ട്. കൊഴുപ്പ് അടങ്ങിയിരിക്കുന്ന പ്രധാന ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെയാണ്? നെയ്യ്, പാലുൽപ്പന്നങ്ങൾ, മത്സ്യം, മുട്ട, മാംസ്യം, എണ്ണകൾ. ഇനി നമുക്ക് ഭക്ഷ്യവസ്തുക്കളിലെ കൊഴുപ്പ് കണ്ടെത്താനായിട്ട് സാധിക്കുമോ? എങ്ങനെയാണ് ഭക്ഷ്യവസ്തുക്കളുടെ കൊഴുപ്പ് കണ്ടെത്താനായിട്ട് സാധിക്കുക? അതായത് ഒരു ഭക്ഷ്യവസ്തു ഒരു പേപ്പറിലിട്ട് ഉരച്ച് കഴിയുമ്പോൾ അത് ഉണങ്ങിയ ശേഷം പേപ്പറിൽ എണ്ണയുടെ പാട് കാണുന്നുണ്ടെങ്കിൽ ആ ഭക്ഷ്യവസ്തുവിൽ എന്തുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം? കൊഴുപ്പുണ്ടെന്ന് മനസ്സിലാക്കാം. എന്താണ്? ഇപ്പം നെയ്യിൽ കാണുമ്പോൾ തന്നെ നമുക്കറിയാമല്ലേ കൊഴുപ്പുണ്ടെന്ന് പെട്ടെന്ന് നമുക്ക് തന്നെ മനസ്സിലാവും. കാരണം നെയ്യ് നമ്മൾ എന്തെങ്കിലും ഒരു പേപ്പറിൽ ആയിക്കഴിഞ്ഞാൽ ആ പേപ്പറിൽ എണ്ണമയം പോലെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതിനകത്ത് കൊഴുപ്പുണ്ട് എന്നുള്ള കാര്യം അറിയാം. ഇനി കൊളസ്ട്രോൾ രക്തക്കുഴലിൽ പറ്റിപ്പിടിച്ച് രക്ത ഒഴുക്ക് കുറഞ്ഞുണ്ടാകുന്ന രോഗമാണ് ഏത്? ഹൃദ്രോഗം, അല്ലേ? കൊളസ്ട്രോള് രക്തക്കുഴലിൽ പറ്റിപ്പിടിച്ച് രക്തത്തിൻ്റെ ഒഴുക്ക് എന്ത് ചെയ്യും? കുറയ്ക്കും. അങ്ങനെ ഉണ്ടാകുന്ന രോഗമാണ് എന്ത്? ഹൃദ്രോഗം. അടുത്തത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നതാണ് വൈറ്റമിൻസ് അഥവാ ജീവകങ്ങൾ. അതുപോലെ തന്നെ ധാതു ലവണങ്ങളെ കുറിച്ചിട്ടും പഠിക്കാം, മിനറൽസ്. ശരിയായ ആരോഗ്യത്തിനും സുഗമമായ ശാരീരിക പ്രവർത്തനങ്ങൾക്കും ഒഴിച്ചുകൂടാനാവാത്ത ആഹാര ഘടകങ്ങളാണ് എന്തൊക്കെ? വിറ്റാമിനുകളും ധാതുലവണങ്ങളും. നമ്മുടെ നല്ല ആരോഗ്യത്തിന് വേണ്ടിയിട്ടും നമ്മുടെ ശരീര പ്രവർത്തനങ്ങൾക്കും എന്ത് അത്യാവശ്യമാണ്? വിറ്റാമിനുകളും ധാതുലവണങ്ങളും അത്യാവശ്യമാണ്. കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. എപ്പോഴും കേട്ടറ്റിന് ചോദിക്കാറുണ്ട്, LPക്ക് ചോദിക്കാറുണ്ട്, UPക്ക് ചോദിക്കാറുണ്ട്, PSCക്കും ചോദിക്കാറുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതൊക്കെയാണ്? ADEK എന്ന് ഷോർട്ടായിട്ട് പഠിച്ചു വയ്ക്കുക. ADEK, വൈറ്റമിൻ A, വൈറ്റമിൻ D, വൈറ്റമിൻ E, വൈറ്റമിൻ K. ADEK. ഇനി അങ്ങനെയെങ്കിൽ ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളോ? അതും വളരെ പ്രധാനപ്പെട്ടതാണ്. ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ BC, വൈറ്റമിൻ B ആൻഡ് വൈറ്റമിൻ C. അത് രണ്ടും എഴുതി വെക്കാം കേട്ടോ. എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെച്ചാൽ കൂട്ടുകാർക്ക് എക്സാമിന് പോകുമ്പോൾ പെട്ടെന്ന് നോക്കാവുന്നതാണ്. ഇനി നോക്കിക്കേ,
ഈ ഒരു പിക്ചറിലേക്ക് നോക്കിക്കേ. ഇതിൽ കൊഴുപ്പിൽ ലയിക്കുന്നവ, വെള്ളത്തിൽ ലയിക്കുന്നവ. കൊഴുപ്പിൽ ലയിക്കുന്നത് ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു, എ ഡി ഇ കെ. ഏതൊക്കെയായിരുന്നു എ ഡി ഇ കെ? വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ, വൈറ്റമിൻ കെ. അപ്പോൾ അത് എന്തൊക്കെ ഫുഡിൽ നിന്നാണ് നമുക്ക് കിട്ടുക എന്നുള്ളതാണ് ഈ കാണിച്ചിരിക്കുന്നത്. വൈറ്റമിൻ എ എന്തിൽ നിന്നെല്ലാം ലഭിക്കും? ക്യാരറ്റ്, ചീര, പാലുൽപ്പന്നങ്ങൾ, കരൾ, പയറില, ചേമ്പില, മുരിങ്ങയില. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ വെജിറ്റബിൾസ് ഒക്കെ കഴിക്കുന്നത്? കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് എന്ത്? വൈറ്റമിൻ എ വേണ്ടത്. വൈറ്റമിൻ എ വേണ്ടത് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? കണ്ണിന്, ത്വക്കിന്, മുടിക്ക്. അതെല്ലാം ലഭിക്കുന്നത് ഏത് പച്ചക്കറികളിൽ നിന്നാണ്, അല്ലെങ്കിൽ ഏത് ഭക്ഷ്യവസ്തുവിൽ നിന്നാണ്? ക്യാരറ്റ്, ചീര, പാലുൽപ്പന്നങ്ങൾ, കരൾ, പയറില, ചേമ്പില, മുരിങ്ങയില. ഇനി വൈറ്റമിൻ ഡി ലഭിക്കുന്നത് എവിടെ നിന്നായിരിക്കും? സൂര്യപ്രകാശത്തിൽ നിന്നാണ് എന്ത് കിട്ടുന്നത്? വൈറ്റമിൻ ഡി ലഭിക്കുന്നത്. അതുപോലെ തന്നെ പാലുൽപ്പന്നങ്ങളിൽ നിന്ന് നമുക്ക് വൈറ്റമിൻ ഡി ലഭിക്കുന്നുണ്ട്. മെയിനായിട്ട് കിട്ടുന്നത് സൂര്യപ്രകാശത്തിൽ നിന്നാണ്. സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഇനി എന്തിനാണ് ഈ വൈറ്റമിൻ ഡി കഴിക്കുന്നത് മൂലം എന്താണ് ഗുണമുള്ളത്? നമ്മുടെ എല്ലുകളും പല്ലുകളുടെ ആരോഗ്യം, അതുപോലെ തന്നെ കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണവും സാധ്യമാകുന്നു. അടുത്തത് വൈറ്റമിൻ ഇ ലഭിക്കുന്നത്. വൈറ്റമിൻ ഇ ലഭിക്കുന്നത് സസ്യ എണ്ണകളിൽ നിന്നാണ്. വൈറ്റമിൻ ഇ ലഭിക്കുന്നത് എവിടെ നിന്നാണ്? സസ്യ എണ്ണകളിൽ നിന്ന്. എന്താണ് അതിൻ്റെ ഗുണം എന്ന് പറയുന്നത്? നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിനാണ് വൈറ്റമിൻ ഇയുടെ പ്രാധാന്യം. അടുത്തത് വൈറ്റമിൻ കെ. വൈറ്റമിൻ കെ എവിടെ നിന്നൊക്കെ കിട്ടും? ക്യാബേജ്, ചീര, കോളിഫ്ലവർ. ഇതെന്തിനു വേണ്ടിയിട്ടാണ് വൈറ്റമിൻ കെ നമ്മുടെ ശരീരത്തിന് ആവശ്യം? മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു വൈറ്റമിനാണ് ഏത്? വൈറ്റമിൻ കെ. അതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത് എന്ത്? വൈറ്റമിൻ കെ. അപ്പോൾ എ ഡി ഇ കെ എന്നുള്ളത് കൊഴുപ്പിൽ ലയിക്കുന്നവയായിരുന്നു. ഇനി ഇപ്പുറത്ത് നോക്കിക്കേ, വെള്ളത്തിൽ ലയിക്കുന്നവ. എന്തൊക്കെയാണ് വെള്ളത്തിൽ ലയിക്കുന്നത്? സി എന്താണ്? വൈറ്റമിൻ സി എന്തിൽ നിന്നൊക്കെ കിട്ടും? പഴങ്ങൾ, നെല്ലിക്ക, മുരിങ്ങയില, പപ്പായ. പഴങ്ങൾ, നെല്ലിക്ക, മുരിങ്ങയില, പപ്പായ. ഇതിൽ നിന്നെല്ലാം നമുക്ക് എന്തെന്ന് കിട്ടുന്നുണ്ട്? വൈറ്റമിൻ സി ലഭിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണിത്? ത്വക്ക്, പല്ല്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിനാണ് വൈറ്റമിൻ സി. ഏതൊക്കെയാണ്? ത്വക്ക്, പല്ല്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിനാണ് വൈറ്റമിൻ സി. ഇനി അടുത്തത് വൈറ്റമിൻ ബി ആണ്. വൈറ്റമിൻ ബി എവിടെ നിന്ന് കിട്ടും? ധാന്യങ്ങളുടെ തവിട്, അതുപോലെ തന്നെ മുട്ട, പാൽ, ചേമ്പില എന്നിവയിൽ നിന്നെല്ലാം നമുക്ക് എന്ത് ലഭിക്കും? വൈറ്റമിൻ ബി ലഭിക്കും. വൈറ്റമിൻ ബി മൂലം നമ്മുടെ ശരീരത്തിന് എന്തൊക്കെ ഗുണങ്ങളാണുള്ളത്? ധാന്യങ്ങൾ, പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്തൽ, അതുപോലെ തന്നെ ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം, ത്വക്കിൻ്റെ ആരോഗ്യം, ഇതെല്ലാം എന്തിൻ്റെ ധർമ്മമാണ്? വൈറ്റമിൻ ബി മൂലം നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് പഠിക്കാം കേട്ടോ. അടുത്തത്, രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന മൂലകം ഏതാണ്? ഇരുമ്പാണ്. രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന മൂലകം ഇരുമ്പ്. ഇരുമ്പ് എന്തിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കും? ഇലക്കറികൾ, മത്തൻ കുരു, മുതിര, ശർക്കര, കരൾ. ഏതൊക്കെയാണ്? ഇലക്കറികൾ, മത്തൻ കുരു, മുതിര, ശർക്കര, കരൾ എന്നിവയിൽ നിന്നെല്ലാം നമുക്ക് എന്ത് ലഭിക്കും? ഇരുമ്പ് ലഭിക്കും. അതുപോലെ തന്നെ കാൽസ്യം, ഫോസ്ഫറസ്. എന്തിനാണ് കാൽസ്യം, ഫോസ്ഫറസ്? എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും അതുപോലെ തന്നെ പേശികളുടെയും നാഡികളുടെയൊക്കെ പ്രവർത്തനത്തിനും നമുക്ക് എന്താവശ്യമാണ്? കാൽസ്യം, ഫോസ്ഫറസും ആവശ്യമാണ്. ഇത് എന്തിൽ നിന്നെല്ലാം നമുക്ക് ലഭിക്കും? ഏത്തപ്പഴം, മരിച്ചീനി, ചേന, ഇലക്കറികൾ, പാലുൽപ്പന്നങ്ങൾ. ഏതൊക്കെയാണ്? ഏത്തപ്പഴം, മരിച്ചീനി, ചേന, ഇലക്കറികൾ, പാലുൽപ്പന്നങ്ങൾ എന്നിവയിൽ നിന്നെല്ലാം നമുക്ക് എന്ത് ലഭിക്കും? കാൽസ്യം, ഫോസ്ഫറസും ലഭിക്കും. അടുത്തത് സോഡിയം. ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്നതിന് ആരാവശ്യമാണ്? സോഡിയം ആവശ്യമാണ്. സോഡിയം എവിടെ നിന്ന് ലഭിക്കും? നമ്മുടെ കറിയുപ്പിൽ നിന്ന്, അതായത് നമ്മുടെ ഉപ്പിൽ നിന്ന് നമുക്ക് ലഭിക്കും. അടുത്തത് അയഡിൻ. തൈറോയിഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിനും മാനസിക വളർച്ചയ്ക്കും എന്താവശ്യമാണ്? അയഡിൻ ആവശ്യമാണ്. കടൽ വിഭവങ്ങൾ, അയഡിൻ ചേർത്ത ഉപ്പ്, കടൽ മത്സ്യങ്ങളുടെ തല, ഇതെല്ലാം എന്തുണ്ട്? അതിനകത്തെല്ലാം ധാരാളം അയഡിൻ അടങ്ങിയിരിക്കുന്നുണ്ട്. ഈ ഒരു ടേബിളിലേക്ക് നോക്കിക്കേ. ഇതിനകത്ത് ഭക്ഷ്യവസ്തു കൊടുത്തിട്ടുണ്ട്, വൈറ്റമിൻ കൊടുത്തിട്ടുണ്ട്, ധാതു ലവണങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ്? മരിച്ചീനിയിൽ എന്തുമാത്രമാണ് അടങ്ങിയിരിക്കുന്നത്? അങ്ങനെ ചേന, ചേമ്പ്. ജസ്റ്റ് ഈ ടേബിൾ ഒന്ന് കൂട്ടുകാരൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ.
ഈ ടേബിൾ ഒന്ന് നോക്കിക്കേ, വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാ എക്സാമുകൾക്കും ഇതിൽ നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. ഏതാണ്? പോഷക ഘടകം, അപര്യാപ്തത രോഗം, ലക്ഷണം. വൈറ്റമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? എപ്പോഴും ചോദിക്കാറുണ്ട്. വൈറ്റമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം നിശാന്തത. അതിൻ്റെ ലക്ഷണം എന്താണ്? മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയില്ല. എന്താണ് നിശാന്തതയുടെ പ്രത്യേകത? മങ്ങിയ പ്രകാശത്തിൽ കാണാനായിട്ട് സാധിക്കില്ല. വൈറ്റമിൻ ബി വായ്പുണ്ണ്, വായിൽ വ്രണങ്ങളായിട്ട് കാണപ്പെടും. വൈറ്റമിൻ ബി വായ്പുണ്ണ്, വായിൽ വ്രണങ്ങൾ. വൈറ്റമിൻ സി സ്കർവി, വളരെ പ്രധാനപ്പെട്ടതാണ്. വൈറ്റമിൻ സി സ്കർവി, മോണയിൽ പഴുപ്പും രക്തസ്രാവവും ഉണ്ടാക്കുന്നു. സ്കർവി. ഇനി വൈറ്റമിൻ ഡി ഉണ്ടാക്കുന്ന രോഗം ഏതാണ്? അതിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം കണയാണ്. അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്നു. കണ എന്താണ്? കണയുടെ ലക്ഷണങ്ങൾ എന്താണ്? അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്നു. ഇനി ഇരുമ്പിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്നത് ഏതാണ്? അനീമിയ, രക്തക്കുറവ്, വിളർച്ച. അയഡിൻ ഗോയിറ്റർ, തൊണ്ടയിൽ മുഴ കാണപ്പെടും. ഓക്കെ, അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. അടുത്തതാണ് ഫൈബേഴ്സ് അഥവാ നാരുകൾ. നാരുകൾ എന്തിനാണ്? നാരുകളുടെ പ്രത്യേകത എന്താണ്? വൻകുടലിലെ വിസർജ്യ വസ്തുക്കളുടെ സഞ്ചാരത്തെ സുഗമമാക്കുന്നത് സഹായിക്കുന്ന പോഷകേതര ഘടകമാണ് ഏത്? ഫൈബേഴ്സ് അഥവാ നാരുകൾ. എന്താണ്? വൻകുടലിലെ വിസർജ്യ വസ്തുക്കളുടെ സഞ്ചാരത്തെ സുഗമമാക്കുന്നതിന് സഹായിക്കുന്ന പോഷകേതര ഘടകമാണ് എന്ത്? ഫൈബേഴ്സ് അഥവാ നാരുകൾ. നാരുകൾ അടങ്ങിയിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഏതൊക്കെയാണ്? വാഴത്തണ്ട്, തവിടടങ്ങിയ ധാന്യങ്ങൾ, ഇലക്കറികൾ, പച്ചക്കറികൾ, വാഴക്കൂമ്പ്. ഇതിലെല്ലാം എന്ത് കൂടുതൽ അടങ്ങിയിരിക്കുന്നത്? നാരുകൾ കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? വാഴത്തണ്ട്, തവിട് അടങ്ങിയ ധാന്യങ്ങൾ, ഇലക്കറികൾ, പച്ചക്കറികൾ, വാഴക്കൂമ്പ് എന്നിവയിലെല്ലാം ധാരാളം എന്തടങ്ങിയിരിക്കുന്നുണ്ട്? നാരുകൾ അഥവാ ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട്. നാരുകൾ പ്രധാനമായും നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ധാന്യകം ഏതാണ്? സെല്ലുലോസ്. വളരെ പ്രധാനപ്പെട്ടതാണ്. നാരുകൾ പ്രധാനമായും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ധാന്യകം ഏതാണ്? സെല്ലുലോസ്. സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും എന്നാൽ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ ഒരു തരം ധാന്യകമാണ് ഏത്? സെല്ലുലോസ്. സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും എന്നാൽ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ ഒരു തരം ധാന്യകമാണ് ഏത്? സെല്ലുലോസ്. ഇനി അടുത്ത് നമ്മൾ പഠിക്കുന്നത് ജലത്തെ കുറിച്ചിട്ടാണ്. ജലം അഥവാ വാട്ടർ. നമ്മുടെ ശരീരത്തിൻ്റെ 2 ഭാഗവും എന്താണ്? ജലമാണ്. ദഹനം ഉൾപ്പെടെയുള്ള ശാരീരിക പ്രവർത്തനങ്ങളുടെ മാധ്യമമായി എന്തുപയോഗിക്കുന്നു അല്ലെങ്കിൽ എന്ത് പ്രവർത്തിക്കുന്നു? ജലം പ്രവർത്തിക്കുന്നു. ദഹനം ഉൾപ്പെടെയുള്ള ശാരീരിക പ്രവർത്തനങ്ങളുടെ മാധ്യമമായിട്ട് ജലം പ്രവർത്തിക്കുന്നു. ഇനി നമ്മുടെ തലച്ചോറിൽ അടങ്ങിയിരിക്കുന്ന ജലത്തിൻ്റെ അളവ് എന്തുമാത്രമാണ്? നമ്മുടെ തലച്ചോറിൽ അടങ്ങിയിരിക്കുന്നത് 85% ജലമാണ്. തലച്ചോറിൽ 85% ജലമാണ്. രക്തത്തിലോ 90%, എല്ലുകളിൽ 25%. എന്താണ്? തലച്ചോറിൽ 85%, രക്തത്തിൽ 90%, എല്ലിൽ 25% ജലമാണ്. പ്രതിദിനം നമ്മുടെ ശരീരത്തിൽ നിന്നും നഷ്ടപ്പെടുന്ന ജലത്തിൻ്റെ അളവാണ് 2.5 ലിറ്റർ. പ്രതിദിനം ഓരോ ദിവസവും നമ്മുടെ ശരീരത്തിൽ നിന്ന് 2.5 ലിറ്റർ ജലം നഷ്ടമാവുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന ധാതു ലവണം നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ നന്നായിട്ട് ക്ലാസ്സിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഉത്തരം പറയാനായിട്ട് സാധിക്കും. രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് സഹായിക്കുന്നത് ആരാണ്? ഇരുമ്പാണല്ലേ. ഇരുമ്പ് ധാരാളമായി അടങ്ങിയിരിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെയാണ്? ഇലക്കറികൾ, മത്തൻകുരു, കരൾ, മുതിര, ശർക്കര. ഏതൊക്കെയാണ് ഇരുമ്പ് ധാരാളം അടങ്ങിയിരിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ? ഇലക്കറികൾ, മത്തൻകുരു, കരൾ, മുതിര, ശർക്കര. അടുത്ത ക്വസ്റ്റ്യൻ. എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിനും ആവശ്യമായ ധാതു ലവണങ്ങൾ എല്ലിലും പല്ലിനും എന്താണ് വേണ്ടത്? കാൽസ്യം, ഫോസ്ഫറസ്. ഇനി കാൽസ്യം, ഫോസ്ഫറസ് എവിടെ നിന്ന് നമുക്ക് കിട്ടുക? മരിച്ചീനി, ഏത്തപ്പഴം, ചേന, ഇലക്കറികൾ, പാലുൽപ്പന്നങ്ങൾ. കാൽസ്യം, ഫോസ്ഫറസ് കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത് ഏതാണ്? മരിച്ചീനി, ഏത്തപ്പഴം, ചേന, ഇലക്കറികൾ, പാലുൽപ്പന്നങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ. കറിയുപ്പിൽ അടങ്ങിയിരിക്കുന്നതും ശരീരത്തിന് ആവശ്യമായ ജലം നിലനിർത്തുന്നതിനും സഹായകമായ ധാതു ലവണം ഏതായിരിക്കും? കറിയുപ്പിൽ ആരാണുള്ളത്? സോഡിയമാണ് ഉള്ളത്. തൈറോയിഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിനും മാനസിക വളർച്ചയ്ക്കും ആവശ്യമായ ധാതു ലവണം ഏതാണ്?
അയഡിൻ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിനും മാനസിക വളർച്ചയ്ക്കും ആവശ്യമായ ധാതുലവണം ഏതാണ്? അയഡിൻ. അയഡിൻ അടങ്ങിയിരിക്കുന്ന ഭക്ഷ്യവിഭവങ്ങൾ ഏതൊക്കെയാണ്? കടൽ വിഭവങ്ങൾ, അയഡിൻ ചേർത്ത ഉപ്പ്, കടൽ മത്സ്യങ്ങളുടെ തല. കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ വൈറ്റമിൻ. കണ്ണ്, ത്വക്ക്, മുടി ഏതാണ്? കണ്ണ്, ത്വക്ക്, മുടി വൈറ്റമിൻ എ. സൂര്യപ്രകാശം ലഭിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിർമ്മിക്കുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ ഡി. കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണത്തിനും എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ്? കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ശരീരത്തിൽ ആഗിരണത്തിനും എല്ലും പല്ലൊക്കെ നന്നായിട്ട് വരാൻ വേണ്ടിയിട്ട് വൈറ്റമിൻ ഡി. സസ്യ എണ്ണകളിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഇ. നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ ഇ. നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് സഹായിക്കുന്നത് ആരാണ്? വൈറ്റമിൻ ഇ. ഇനി പഴങ്ങൾ, നെല്ലിക്ക എന്നിവയിൽ ധാരാളമായി കാണുന്ന വിറ്റാമിൻ ഏതാണ്? നെല്ലിക്കയിലേക്കുള്ളത് ഏതാണ്? വൈറ്റമിൻ സി ആണ്. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ഏതായിരിക്കും? വൈറ്റമിൻ കെ ആണ്. പല്ല്, ത്വക്ക്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്നത് ആരാണ്? വൈറ്റമിൻ സി ആണ്. പല്ല്, ത്വക്ക്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ സി. ധാന്യങ്ങൾ, പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്താനും ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിനും ത്വക്കിൻ്റെ ആരോഗ്യത്തിനും സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ ബി ആണ്. എന്താണ്? ധാന്യങ്ങൾ, പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്താനും ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിനും ത്വക്കിൻ്റെ ആരോഗ്യത്തിനും സഹായിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ ബി. പഴങ്ങളും പച്ചക്കറികളും വേവിക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന വിറ്റാമിൻ ഏതാണ്? വൈറ്റാമിൻ സി ആണ്. പഴങ്ങളും പച്ചക്കറിയും വേവിക്കുമ്പോൾ നഷ്ടപ്പോകുന്ന വിറ്റാമിൻ, അതായത് ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ സി. അടുത്ത ക്വസ്റ്റ്യൻ, വിറ്റാമിൻ എയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? വിറ്റാമിൻ എയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം നിശാന്തത. മങ്ങിയ പ്രകാശത്തിൽ കാഴ്ച സാധ്യമാകാത്ത അവസ്ഥ ഏതാണ്? നിശാന്തതയാണ്. വൈറ്റമിൻ ബിയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം എന്താണ്? ബെറിബെറി വായ്പുണ്ണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. വൈറ്റമിൻ ബിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം നമ്മൾ നേരത്തെ അവിടെ പറഞ്ഞത് വായ്പുണ്ണ് മാത്രമാണ്. അതിൻ്റെ കൂടെ എന്തും കൂടി ഓർത്തിരിക്കണം, വൈറ്റമിൻ ബിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ബെറിബെറി. എപ്പോഴും ചോദിക്കാറുള്ളൊരു ചോദ്യമാണ് കേട്ടോ. വൈറ്റമിൻ സിയുടെ കുറവ് മൂലം സ്കർവിയുടെ ലക്ഷണം എന്താണ്? മോണയിൽ പഴുപ്പും രക്തസ്രാവവും ഉണ്ടാകുന്നു. വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്നത് ഏതാണ്? നമ്മുടെ അസ്ഥികൾക്കൊക്കെ ബലക്കുറവ് സംഭവിക്കുന്നു. ആ രോഗത്തെ പറയുന്നത് എന്താണ്? കണ എന്നാണ്. ഏതാണ്? കണ. അടുത്തത്, ശരീരം ശോഷിച്ചും വയറ് വീർത്തിരിക്കുന്ന, അതായത് എങ്ങനെയാണ്? പ്രോട്ടീൻ്റെ അഭാവം മൂലമുണ്ടാകുന്നത്. ശരീരം ശോഷിച്ചിരിക്കും, വയറ് വീർത്തുമിരിക്കുന്ന രോഗലക്ഷണങ്ങളുള്ള രോഗം ഏതാണ്? കാഷിയോക്കർ. എന്തിൻ്റെ കുറവ് മൂലമാണ്? പ്രോട്ടീൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് കാഷിയോക്കർ. ഇരുമ്പിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം എന്താണ്? അനീമിയ. അനീമിയയുടെ ലക്ഷണങ്ങളാണ് രക്തക്കുറവും വിളർച്ചയും. ഇനി അയഡിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്നത് എന്താണ്? രക്തത്തിൽ മുഴകൾ കാണപ്പെടുന്നു. ആ രോഗമാണിത് ഗോയിറ്റർ. അയഡിൻ്റെ കുറവ് മൂലം തൊണ്ടയിൽ മുഴകൾ കാണപ്പെടുന്നു. ആ മുഴകൾ കാണപ്പെടുന്ന ആ രോഗത്തിന് നമ്മൾ പറയുന്നത് എന്താണ്? ഗോയിറ്റർ. അപ്പോൾ ഈ ഒരു ടേബിളിലേക്ക് നോക്കിയൊക്കെ, ഇതിനകത്ത് പഴങ്ങൾ, ധാന്യകം, പ്രോട്ടീൻ, കൊഴുപ്പ്, കാൽസ്യം, ഇരുമ്പ് ഇതെല്ലാം തന്നിട്ടുണ്ട്. ഇനി ഏതൊക്കെ ഭക്ഷ്യവസ്തുക്കളും തന്നിട്ടുണ്ട്. അതിനകത്ത് എന്തുമാത്രം ധാന്യകമുണ്ട്, പ്രോട്ടീൻ ഉണ്ട്, കൊഴുപ്പുണ്ട്, കാൽസ്യം ഉണ്ട്, ഇരുമ്പുണ്ടെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് നോക്കിയാൽ മതി കേട്ടോ. ഇത് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് നോക്കാം. ഒന്നിച്ച് നിലനിൽക്കാം. ഓക്കെ, ഇതിലാണ് നമ്മൾ പഠിക്കുന്നത് ആവാസ വ്യവസ്ഥ, ഇതൊക്കെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. ഫുഡ് ചെയിൻ, അതിനെക്കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആവാസത്തെക്കുറിച്ച്, എന്തായിരിക്കും ആവാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാടാണ് എന്തെന്ന് പറയുന്നത്? ആവാസം എന്ന് പറയുന്നത്. എന്താണ്? ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാടിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ആവാസം എന്ന് പറയുന്നത്. ഇനി ആവാസ വ്യവസ്ഥ എന്താണ്? ആവാസ വ്യവസ്ഥ അഥവാ എക്കോസിസ്റ്റം.
ജീവീയ ഘടകങ്ങളും അജീവീയ ഘടകങ്ങളും ഉൾപ്പെടുന്നതും അവയുടെ പരസ്പര ബന്ധത്തിലൂടെ നിലനിൽക്കുന്നതുമായ സംവിധാനമാണ് ഏതാണ്? ആവാസ വ്യവസ്ഥ അഥവാ എക്കോസിസ്റ്റം. എന്താണ് എക്കോസിസ്റ്റം അഥവാ ആവാസ വ്യവസ്ഥ? ജീവീയ ഘടകങ്ങളുണ്ടാവും, അജീവീയ ഘടകങ്ങളുണ്ടാവും. ഇവ രണ്ടും ഉൾപ്പെടുന്നതും അവയുടെ പരസ്പര ബന്ധത്തിലൂടെ നിലനിൽക്കുന്നതുമായ സംവിധാനമാണ് എന്തെന്ന് പറയുന്നത്? ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്. ജീവമണ്ഡലത്തിന്റെ നിലനിൽപ്പിന്റെ അടിസ്ഥാന ഘടകം ഏതാണ്? ആവാസ വ്യവസ്ഥയാണ്. ജീവമണ്ഡലത്തിന്റെ നിലനിൽപ്പിന്റെ അടിസ്ഥാന ഘടകം എന്താണ്? ആവാസ വ്യവസ്ഥയാണ്. ആവാസ വ്യവസ്ഥയിലെ അജീവീയ ഘടകങ്ങൾ ഏതൊക്കെയായിരിക്കും? ജീവനില്ലാത്ത ഘടകങ്ങൾ ജലം, വായു, സൂര്യപ്രകാശം, മണ്ണ്, പോഷകങ്ങൾ. ഏതൊക്കെയാണ് അജീവീയ ഘടകങ്ങൾ? ഏതൊക്കെയാണ്? ജലം, വായു, സൂര്യപ്രകാശം, മണ്ണ്, പോഷകങ്ങൾ. ഇനി ജീവീയ ഘടകങ്ങൾ ഏതൊക്കെയായിരിക്കും? ജീവനുള്ളത് സസ്യങ്ങൾ, ജീവജാലങ്ങൾ, വിഘാടകർ. ഏതൊക്കെയാണ്? സസ്യങ്ങൾ, ജീവജാലങ്ങൾ, വിഘാടകർ. അപ്പം അജീവീയ ഘടകങ്ങളും ജീവീയ ഘടകങ്ങളും ചേർന്നതാണ് എന്ത്? ആവാസ വ്യവസ്ഥ അഥവാ എക്കോസിസ്റ്റം എന്ന് നമ്മൾ പഠിച്ചത്. രണ്ട് പ്രധാനപ്പെട്ട ആവാസ വ്യവസ്ഥകളുണ്ട്. ഒന്നാമത്തെ ഭൗമം, രണ്ടാമത്തെ ജലം. ടെറസ്ട്രിയൽ ആൻഡ് അക്വാട്ടിക്. രണ്ട് ആവാസ വ്യവസ്ഥയുണ്ട് അല്ലേ? കുറച്ച് പേര് ഭൂമിയിൽ ഭൗമത്തിലുള്ളവരുണ്ട്, കുറച്ച് പേര് വെള്ളത്തിൽ ജീവിക്കുന്നവരുണ്ട്. ജല ആവാസ വ്യവസ്ഥയിൽ പെടുന്നത് എന്തൊക്കെയാണ്? മറൈനും ഫ്രഷ് വാട്ടറുമാണ്. ജല ആവാസ വ്യവസ്ഥയിൽ പെടുന്നതാണ് മറൈൻ ആൻഡ് ഫ്രഷ് വാട്ടർ. ഭൗമ ആവാസ വ്യവസ്ഥയ്ക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? ഫോറസ്റ്റ്, ഗ്രാസ് ലാൻഡ്, ഡെസേർട്ട്. സ്വയം നിർമ്മിതമായ ആവാസ വ്യവസ്ഥയ്ക്ക് ഉദാഹരണം ഏതാണ്? സ്വയം നിർമ്മിതമായ ആവാസ വ്യവസ്ഥയ്ക്ക് ഉദാഹരണമാണ് കുളം. വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. ഇനി അടുത്ത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഭക്ഷ്യശൃംഖല അഥവാ ഫുഡ് ചെയിൻ ആണ്. ആവാസ വ്യവസ്ഥയിൽ ഊർജ കൈമാറ്റം നടക്കുന്നത് എന്തിലൂടെയാണ്? ഭക്ഷ്യ ശൃംഖലയിലൂടെയാണ്. ആവാസ വ്യവസ്ഥയിൽ ഊർജ കൈമാറ്റം നടക്കുന്നത് എന്തിലൂടെയാണ്? ഭക്ഷ്യ ശൃംഖലയിലൂടെയാണ്. സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ പ്രകാശ സംശ്ലേഷണത്തിലൂടെ ഹരിത സസ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഊർജം മറ്റു ജീവജാലങ്ങളിലേക്ക് എത്തുന്നു. എങ്ങനെയാണ്? സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിലെ പ്രകാശ സംശ്ലേഷണത്തിലൂടെ ഹരിത സസ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഊർജം എന്തിലേക്ക് എത്തുന്നു? മറ്റ് ജീവജാലങ്ങളിലേക്ക് എത്തുന്നു. താഴെ കൊടുത്താണ് ഈ പിക്ചർ ഒന്ന് നോക്കിക്കേ. സസ്യങ്ങളിൽ നിന്ന് ഗ്രാസ് ഹോപ്പർ അങ്ങനെ അങ്ങനെ പോകുന്നതാണ് എന്ത്? ഫുഡ് ചെയിൻ. ഇനി ആരാണ് ഉൽപാദകർ അഥവാ പ്രൊഡ്യൂസേഴ്സ്? ഹരിത സസ്യങ്ങൾ സ്വയം ആഹാരം നിർമ്മിക്കുന്നത് കൊണ്ട് നമുക്ക് ഹരിത സസ്യങ്ങളെ എന്തെന്ന് പറയാം? പ്രൊഡ്യൂസേഴ്സ് അഥവാ ഉൽപാദകർ എന്ന് വിളിക്കാം. ആഹാരത്തിനായി മറ്റു ജീവികളെ ആശ്രയിക്കുന്ന ജീവികളെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഉപഭോക്താക്കൾ അഥവാ കൺസ്യൂമേഴ്സ് എന്ന് വിളിക്കാം. ഇനി ഭക്ഷ്യശൃംഖലയിലെ ആദ്യത്തെ കണ്ണി ഏതായിരിക്കും? ഹരിത സസ്യമായിരിക്കും അല്ലേ? ഭക്ഷ്യശൃംഖലയിലെ ആദ്യത്തെ കണ്ണി ഏതാണ്? ഹരിത സസ്യം. ഭക്ഷ്യശൃംഖലകളിൽ ഇടയ്ക്ക് വരുന്ന കണ്ണി സസ്യഭോജികൾ അല്ലെങ്കിൽ മിശ്രഭോജികൾ. സസ്യഭോജികളും മിശ്രഭോജികളും ഭക്ഷ്യശൃംഖലയിൽ ഇടയ്ക്ക് വരുന്ന കണ്ണിയാണ്. പൊതുവെ ഭക്ഷ്യശൃംഖലയിലെ അവസാനത്തെ കണ്ണി ഏതായിരിക്കും? മാംസഭോജികൾ. എന്താണ്? പൊതുവെ ഭക്ഷ്യശൃംഖലയിലെ അവസാനത്തെ കണ്ണി ഏതാണ്? മാംസഭോജികളാണ്. ഒരു ആവാസ വ്യവസ്ഥയുടെ പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഒരു ആവാസ വ്യവസ്ഥയുടെ പ്രധാന ഭാഗങ്ങൾ ഉൽപാദകർ, ഉപഭോക്താക്കൾ, വിഘാടകർ, അജീവീയ ഘടകങ്ങൾ. ആരൊക്കെയാണ്? ഉൽപാദകർ, ഉപഭോക്താക്കൾ, വിഘാടകർ, അജീവീയ ഘടകങ്ങൾ. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? പ്രൊഫസർ ആർ മിശ്ര. അത് ഓർത്തിരിക്കണം കേട്ടോ, പ്രൊഫസർ ആർ മിശ്ര. അടുത്ത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഡീകമ്പോസേഴ്സ് അഥവാ വിഘാടകരെ കുറിച്ചിട്ടാണ്. എന്താണ് ഈ വിഘാടകരുടെ ജോലി? ജൈവ അവശിഷ്ടങ്ങളെ വിഘടിച്ച് മണ്ണിനോട് ചേർക്കുന്നത് ആരാണ്? വിഘാടകരാണ്. വിഘാടകർക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? ഫംഗസ്, ബാക്ടീരിയ. ഇതെല്ലാം എന്തിനുള്ള ഉദാഹരണമാണ്? വിഘാടകർ അഥവാ ഡീകമ്പോസേഴ്സിന് ഉദാഹരണമാണ്. അപ്പൊ ഈ ഒരു പിക്ചർ നോക്കിക്കേ, ഫംഗസിന്റെയും ബാക്ടീരിയയുടെയും പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്.
ഈ ഒരു പിക്ചറിലേക്ക് നോക്കിക്കേ. ഇതിനകത്ത് ഉൽപാദകർ എന്താ ചെയ്യുന്നത്? ആഹാരം ഉണ്ടാക്കുന്നു. അത് ആദ്യം വാങ്ങുന്നു, ആരുപയോഗിക്കുന്നു? ഉപഭോക്താക്കൾ. അത് കഴിഞ്ഞിട്ടോ മൃതാവശിഷ്ടം. മൃതാവശിഷ്ടം എന്ത് സംഭവിക്കുന്നു? വിഘാടകർ അതിനെ വിഘടിപ്പിച്ച് പിന്നെ അതിനകത്ത് നിന്ന് പോഷകഘടകങ്ങൾ മണ്ണിൽ ചേർന്ന് അത് പിന്നെയും ആഗിരണം ആര് ചെയ്യുന്നുണ്ട്? ഉൽപാദകർ. ഇനി ഈ ഒരു സൈക്കിള് ശ്രദ്ധിച്ചു നോക്കാട്ടോ. ആകർഷിച്ചും വികർഷിച്ചും. അപ്പം നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരിൽ നിന്ന് തന്നെ ഉണ്ടല്ലേ, ആകർഷണവും വികർഷണവും. അപ്പം നമ്മൾ എന്തിനെ കുറിച്ചിട്ട് പഠിക്കാൻ പോണത്? കാന്തിക വസ്തുക്കൾ, കാന്തത്തെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പം നമ്മൾ ആദ്യം തന്നെ നമ്മൾ കാന്തിക വസ്തുക്കൾ അഥവാ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്താണെന്ന് നോക്കാം. എന്തായിരിക്കും കാന്തിക വസ്തുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്താണ്? കാന്തം ആകർഷിക്കുന്ന വസ്തുക്കളെ നമുക്ക് എന്തെന്ന് വിളിക്കാം? കാന്തിക വസ്തുക്കൾ അഥവാ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് വിളിക്കാം. അതിനുള്ള ഉദാഹരണങ്ങൾ എന്തൊക്കെയായിരിക്കും? ഇരുമ്പ്, നിക്കൽ, കൊബോൾട്ട്, അതുപോലെ തന്നെ ഉരുക്ക്. ഇതെല്ലാം തന്നെ എന്തിനുള്ള ഉദാഹരണങ്ങളാണ്? കാന്തിക വസ്തുക്കൾക്കുള്ള ഉദാഹരണമാണ് അല്ലേ? ഇപ്പം നമ്മുടെ വീട്ടിൽ ഉള്ള സ്റ്റീൽ സ്പൂണ്, അയൺ നെയില്, അതുപോലെ തന്നെ നിക്കലിൻ്റെ നൈഫ്, ഇതെല്ലാം തന്നെ എന്തിനുള്ള ഉദാഹരണമാണ്? കാന്തിക വസ്തുക്കൾക്കുള്ള ഉദാഹരണമാണ്. ഇനി അങ്ങനെയെങ്കിൽ അകാന്തിക വസ്തുക്കൾ എന്തായിരിക്കും? നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. അതായത് കാന്തം ആകർഷിക്കാത്ത വസ്തുക്കളെ, സബ്സ്റ്റൻസ് നമുക്ക് എന്തെന്ന് വിളിക്കാം? അകാന്തിക വസ്തുക്കൾ എന്ന് വിളിക്കാം. ഉദാഹരണം എന്തായിരിക്കും? മരം, കല്ല്, പ്ലാസ്റ്റിക്, റബ്ബർ, പേപ്പർ. ഇതെല്ലാം എന്തിനുള്ള ഉദാഹരണങ്ങളാണ്? അകാന്തിക വസ്തുക്കൾക്കുള്ള ഉദാഹരണമാണ്. അത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഇനി എന്താണ് അൽനിക്കോ? അൽനിക്കോ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. അൽനിക്കോനെ കുറിച്ചിട്ട് മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഒട്ടുമിക്ക PSC ആയിക്കോട്ടെ, LP UP ആയിക്കോട്ടെ, കേട്ടറ്റ് ആയിക്കോട്ടെ, എല്ലാത്തിനും ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് അൽനിക്കോ നിർമ്മിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ അൽനിക്കോയിൽ എന്താണ്, എന്ത് ലോകസങ്കരമാണ്, അതിൽ എന്തൊക്കെ എലമെൻസ് ആണ് ഉള്ളതെന്ന് ചോദിക്കാറുണ്ട്. എന്തൊക്കെ ലോഹങ്ങൾ ചേർന്നിട്ടുള്ളതാണെന്ന്. അൽനിക്കോ ഒരു ലോകസങ്കരമാണ്. ഏതാണ്? ഇരുമ്പിൻ്റെ കൂടെ എന്തൊക്കെ ചേരും? അലൂമിനിയം, നിക്കൽ, കൊബോൾട്ട്. ഏതൊക്കെയാണ്? അലൂമിനിയം, നിക്കൽ, കൊബോൾട്ട്. ഇത്രയും ചേർന്ന ലോഹങ്ങൾ ചേർത്തുണ്ടാക്കുന്ന ലോകസങ്കരമാണ് ഏത്? അൽനിക്കോ. ALNiCO. അപ്പോൾ ആ ലോഹങ്ങൾ, മെറ്റൽസ് ഏതൊക്കെയാണെന്നൊന്ന് ഓർത്തിരിക്കാം. ഇനി വ്യത്യസ്ത ഇനം കാന്തങ്ങൾ, എത്തരത്തിലുള്ള കാന്തങ്ങളൊക്കെ ഉണ്ട്? ബാർ കാന്തം, യു കാന്തം, ഡിസ്ക് കാന്തം, റിങ് കാന്തം, ആർക്ക് കാന്തം, സിലിണ്ടറിക്കൽ കാന്തം. ഏതൊക്കെയാണ് വ്യത്യസ്ത ഇനം കാന്തങ്ങൾ? ഏതൊക്കെയാണ്? ബാർ കാന്തം, യു കാന്തം, ഡിസ്ക് കാന്തം, റിംഗ് കാന്തം, ആർക്ക് കാന്തം, സിലിണ്ടറിക്കൽ കാന്തം. അപ്പോൾ അതിൻ്റെ ഒരു പിക്ചേഴ്സ് നോക്കിക്കേ. ഈ കാണിച്ചിരിക്കുന്നതാണ് വിവിധ തരത്തിലുള്ള കാന്തങ്ങൾ. ഇതിൽ റിംഗ് ട്യൂബ് അല്ലെങ്കിൽ ചാപ്പ ആകൃതിയിലുള്ള കാന്തങ്ങൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? മിനി മോട്ടോറിൻ്റെ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന കാന്തങ്ങളാണ് റിംഗ് ട്യൂബ് അല്ലെങ്കിൽ ചാപ്പ ആകൃതിയിലുള്ള കാന്തങ്ങൾ. ഏതാണ് മിനി മോട്ടോറിൻ്റെ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന കാന്തങ്ങൾ? റിംഗ് ട്യൂബ്. ഈ ചിത്രത്തിലേക്ക് നോക്കിക്കേ, ഇതാണ് റിംഗ് ട്യൂബും ഇനി ഇപ്പുറത്ത് കാണിച്ചിരിക്കുന്നതാണ് ചാപ്പ, ആർക്ക് ആകൃതിയിലുള്ള കാന്തങ്ങൾ. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? മിനി മോട്ടോറിൻ്റെ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന കാന്തങ്ങളാണ്. അടുത്തത് എന്താണ് കാന്തിക മണ്ഡലം അഥവാ മാഗ്നറ്റിക് ഫീൽഡ്? എന്തായിരിക്കും കാന്തിക മണ്ഡലം? കാന്തത്തിന് ചുറ്റും കാന്തിക ശക്തി അനുഭവപ്പെടുന്ന മേഖലയെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കാന്തിക മണ്ഡലം അഥവാ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് വിളിക്കുന്നത്. ഈ ഒരു ചിത്രത്തിലേക്ക് നോക്കിക്കേ, നോർത്ത് പോളുണ്ട്, സൗത്ത് പോളും. അതായത് കാന്തത്തിന് 2 അഗ്രഹാണുള്ളത്. ഒന്ന് നോർത്ത് പോളും, ഒന്ന് സൗത്ത് പോളാണ്. അപ്പോൾ അവിടെ കാണിച്ചിരിക്കുന്ന ഈ ഒരു മേഖല, കാന്തത്തിന് ചുറ്റും കാന്തിക ശക്തി അനുഭവപ്പെടുന്ന ഈ മേഖലയെയാണ് നമ്മൾ എന്തെന്ന് പറയാം? കാന്തിക മണ്ഡലം അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞൂലേ, നോർത്തും സൗത്തും, അതായത് മാഗ്നറ്റിന് 2 വശങ്ങളാണുള്ളത്, 2 അഗ്രങ്ങളാണുള്ളത്. അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത്? കാന്തിക ധ്രുവങ്ങൾ. അതായത് കാന്തത്തിൻ്റെ ശക്തി കൂടുതൽ അനുഭവപ്പെടുന്ന അഗ്രഭാഗങ്ങളെയാണ് നമ്മൾ കാന്തിക ധ്രുവങ്ങൾ അല്ലെങ്കിൽ മാഗ്നറ്റിക് പോൾസ്. 2 പോളാണ്. ഏതാണ്? നോർത്തും സൗത്തും. അങ്ങനെയെങ്കിൽ എന്തായിരിക്കും സജാതീയ ധ്രുവങ്ങളും വിജാതീയ ധ്രുവങ്ങളും? കാന്തത്തിൻ്റെ ഒരേ തരം ധ്രുവങ്ങൾ, ഒരേപോലെ ഇരിക്കുന്ന ആ ധ്രുവങ്ങൾ അറിയപ്പെടുന്നതാണ് സജാതീയ ധ്രുവങ്ങളെന്നും വ്യത്യസ്ത തരം ധ്രുവങ്ങൾ അറിയപ്പെടുന്നത് എങ്ങനെയായിരിക്കും? വിജാതീയ ധ്രുവങ്ങളായിരിക്കും. കാന്തത്തിൻ്റെ സജാതീയ ധ്രുവങ്ങൾ എന്തായിരിക്കും സംഭവിക്കുക? വികർഷിക്കും. കാന്തത്തിൻ്റെ വിജാതീയ ധ്രുവങ്ങൾ എന്ത് സംഭവിക്കും? ആകർഷിക്കും. നോർത്ത് പോളും സൗത്ത് പോളും കൂടി വന്നാൽ എന്ത് സംഭവിക്കും അവിടെ?
അത് ആകർഷിക്കപ്പെടും. അതായത് വിജാതീയ ധ്രുവങ്ങൾ രണ്ട് ടൈപ്പിലുള്ളത് നോർത്തും സൗത്തും വന്നു കഴിഞ്ഞാൽ ഒരുമിച്ച് കൊണ്ടുവന്ന് എന്ത് സംഭവിക്കും? ആകർഷിക്കും. ഇനി നോർത്ത് പോളും കൂടി വന്നാലോ അത് തമ്മിൽ ആകർഷണമല്ല, അവിടെ വികർഷണമാണ് നടക്കുന്നത്. വികർഷിക്കും. അതെന്തായിരിക്കും? സജാതീയ ധ്രുവങ്ങളായിരിക്കും, ഒരേപോലത്തെ ധ്രുവങ്ങളായിരിക്കും. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട് കേട്ടോ. കാന്തത്തിന്റെ സജാതീയ ധ്രുവങ്ങൾ ഡാഷ് എന്താ സംഭവിക്കുക എന്നുള്ളത്, വികർഷിക്കുകയാണോ ആകർഷിക്കുകയാണോ എന്ന് അത് ചോദിക്കാറുള്ളൊരു ചോദ്യമാണ്. ഇനി കാന്തത്തിന്റെ ധ്രുവത്തിനോട് അടുത്ത ഭാഗങ്ങളിൽ കാന്തിക ശക്തിയുടെ തോത് എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും അല്ലേ? നമ്മൾ കാന്തത്തിന്റെ ശക്തി ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് എവിടെയാണെന്ന് പറഞ്ഞു? അഗ്രഭാഗങ്ങളിലാണ്. ആ അഗ്രഭാഗമാണ് ഏത്? കാന്തിക ധ്രുവം എന്ന് പറയുന്നത്. ഇനി കാന്തത്തിന്റെ ധ്രുവത്തിൽ നിന്നും അകന്നു പോകുന്തോറും അപ്പൊ കാന്തത്തിന്റെ ശക്തി എന്തായിരിക്കും? കാന്തിക ശക്തിയുടെ അളവ് കുറയുന്നു. കൃത്രിമ കാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് ഇരുമ്പും ഉരുക്കും. എന്താണ്? കൃത്രിമ കാന്തങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് ഇരുമ്പും ഉരുക്കും. കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മറ്റു പ്രധാന പദാർത്ഥങ്ങളാണ് നിയോഡിമയവും സമേറിയവും. ഏതാണ്? കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മറ്റ് പദാർത്ഥങ്ങളാണ് ഏത്? നിയോഡിമിയം ആൻഡ് സമേറിയം. പ്രകൃതിയിൽ കാണപ്പെടുന്ന കാന്തങ്ങൾ അറിയപ്പെടുന്നതാണ് ലോഡ് സ്റ്റോൺ. ഏതാണ്? പ്രകൃതിയിൽ കാണപ്പെടുന്ന കാന്തങ്ങൾ അറിയപ്പെടുന്നത് എന്താണ്? ലോഡ് സ്റ്റോൺ. സ്വതന്ത്രമായി കെട്ടിത്തൂക്കിയ കാന്തങ്ങൾ സ്ഥിതി ചെയ്യുന്ന ദിശയാണ് തെക്ക് വടക്ക്. സ്വതന്ത്രമായി കെട്ടിത്തൂക്കിയ കാന്തങ്ങൾ സ്ഥിതി ചെയ്യുന്ന ദിശ ഏതായിരിക്കും? തെക്ക് വടക്ക് ദിശയിലായിരിക്കും കാന്തങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ങ്ങളും താരങ്ങളും. നമ്മുടെ ഭൂമി എങ്ങനെയാണ് ഭ്രമണം ചെയ്യുന്നത്? അതിനു മുമ്പ് നമ്മുടെ സൂര്യൻ എവിടെ ഉദിക്കണേന്നൊന്ന് പറഞ്ഞേ. നമ്മുടെ സൂര്യൻ എവിടെയാണ് ഉദിക്കുന്നത്? കിഴക്ക് ഉദിക്കുകയും പടിഞ്ഞാറ് അസ്തമിക്കുകയും ചെയ്യുന്നു. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിങ്ങനെയെങ്കിൽ ഭൂമി ഭ്രമണം ചെയ്യുന്ന ദിശ എങ്ങനെയായിരിക്കും? നേരെ ഓപ്പോസിറ്റ് ആണ്. എങ്ങനെയാണ്? പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് ഭൂമി ഭ്രമണം ചെയ്യുന്നത്. ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, ഭൂമിയുടെ ഭ്രമണം എങ്ങനെയാണെന്ന്, ഏത് വശത്ത് നിന്ന് എങ്ങോട്ടേക്കാണെന്ന്. അപ്പോൾ ഭൂമിയുടെ ഭ്രമണം ദിശ ഏതാണ്? ഭൂമി ഭ്രമണം ചെയ്യുന്നത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. രാത്രിയും പകലും മാറി മാറി വരുന്നതിന് കാരണം എന്തായിരിക്കും? ഭൂമിയുടെ കറക്കം കാരണമാണ് രാത്രിയും പകലും ഉണ്ടാകുന്നത്. ഭൂമിയുടെ കറക്കം കാരണം ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കടക്കുന്ന പ്രദേശത്തുകാർക്ക് അനുഭവപ്പെടുന്നത് ഏതായിരിക്കും? ഉദയമായിരിക്കും. എന്താണ്? ഭൂമിയുടെ കറക്കം കാരണം ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കടക്കുന്ന പ്രദേശത്തുകാർക്ക് എന്തനുഭവപ്പെടും? ഉദയവും. അതുപോലെ തന്നെ വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് പ്രവേശിക്കുന്നവർക്ക് എന്തനുഭവപ്പെടും? അസ്തമയവും അനുഭവപ്പെടും. ഇനി നമ്മുടെ ചന്ദ്രൻ ഒരു തവണ ഭ്രമണം പൂർത്തിയാക്കാൻ എത്രമാത്രം സമയമെടുക്കും? എത്ര ദിവസം എടുക്കും? 27 ദിവസം എടുക്കും. ചന്ദ്രൻ ഒരു തവണ ഭ്രമണം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയമാണ് 27 1/3 ദിവസം എടുക്കും. ഓരോ ദിവസവും ചന്ദ്രന്റെ സ്ഥാനം മാറി മാറി കാണുന്നതിന് എന്തായിരിക്കും കാരണം? നമ്മൾ ഇന്ന് നോക്കുന്ന സ്ഥാനത്തായിരിക്കില്ല നമ്മൾ നാളെ ചന്ദ്രനെ കാണുന്നത്. അതിന് കാരണം എന്താണ്? ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുന്നത് കൊണ്ടാണ് ഓരോ ദിവസവും ചന്ദ്രന്റെ സ്ഥാനം മാറി മാറി കാണാനായിട്ട് പറ്റുന്നത്. ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും ഒരു പരിക്രമണം പൂർത്തിയാക്കുന്നതിന് എടുക്കുന്ന സമയമാണ് എത്ര? 27 ദിവസം. എന്താണ്? ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും ഒരു പരിക്രമണം പൂർത്തിയാക്കുന്നതിന് എടുക്കുന്ന സമയമാണ് ഏത്? 27 ദിവസം. എന്താണ് അർദ്ധചന്ദ്രൻ? അർദ്ധചന്ദ്രൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ചന്ദ്രനിൽ പ്രകാശം പതിക്കുന്ന ഭാഗത്തിന്റെ പകുതി ദൃശ്യമാകുന്ന അവസ്ഥയാണ് നമ്മൾ എന്ന് പറയാ അർദ്ധചന്ദ്രൻ എന്ന് പറയുന്നത്. പകുതി കാണുക, അതിനെയാണ് നമ്മൾ എന്ന് പറയാ അർദ്ധചന്ദ്രന്. ചന്ദ്രനിൽ പ്രകാശം പതിക്കുന്ന ഭാഗം മുഴുവൻ ഭൂമിക്ക് അഭിമുഖമായി വരുന്ന അവസ്ഥയാണ് പൗർണമി. എന്താണ്? പ്രകാശം പതിക്കുന്ന ഭാഗം മുഴുവൻ ഭൂമിക്ക് അഭിമുഖമായി വരുന്ന അവസ്ഥേനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? പൗർണമി. അങ്ങനെയാണെങ്കിൽ അമാവാസി എന്തായിരിക്കും? ചന്ദ്രന്റെ ഇരുണ്ട ഭാഗം ഭൂമിക്ക് അഭിമുഖമായി വരുന്നതിനാൽ ചന്ദ്രനെ നമുക്ക് കാണാൻ കഴിയാത്ത അവസ്ഥയാണ് എന്ത്? അമാവാസി. എന്തുകൊണ്ടായിരിക്കാം ചന്ദ്രന്റെ ഒരു മുഖം മാത്രം എപ്പോഴും ഭൂമിക്ക് അഭിമുഖമായി വരാൻ കാരണം? എന്തുകൊണ്ടായിരിക്കാം?
അതായത് ചന്ദ്രന്റെ പരിക്രമണ സമയവും ഭ്രമണ സമയവും ഒന്ന് തന്നെ ആയതുകൊണ്ടാണ് ചന്ദ്രന്റെ ഒരു മുഖം മാത്രം എപ്പോഴും ഭൂമിക്ക് അഭിമുഖമായിട്ട് വരാൻ കാരണം. എന്താണ്? ചന്ദ്രന്റെ ഒരു മുഖം മാത്രം എപ്പോഴും ഭൂമിക്ക് അഭിമുഖമായി വരാൻ കാരണം എന്തുകൊണ്ടാണ്? ചന്ദ്രന്റെ പരിക്രമണ സമയവും ഭ്രമണ സമയവും എന്താണ്? ഒന്ന് തന്നെ ആയതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അമാവാസിയിൽ നിന്ന് പൗർണമിയിലേക്ക് വരുമ്പോൾ ചന്ദ്രന്റെ പ്രകാശിത ഭാഗം കൂടുതലായി കാണുന്നതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? വൃദ്ധി എന്ന് വിളിക്കും. എന്താണ്? അമാവാസിയിൽ നിന്ന് പൗർണമിയിലേക്ക് വരുമ്പോൾ ചന്ദ്രന്റെ പ്രകാശിത ഭാഗം കൂടുതലായി കാണുന്നതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? വൃദ്ധി എന്ന് വിളിക്കും. പൗർണമിയിൽ നിന്ന് ഇനി അമാവാസിയിലേക്ക് വരുമ്പോൾ ചന്ദ്രന്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നത് കുറഞ്ഞു കുറഞ്ഞു വരുന്നത് എന്തായിരിക്കും? ക്ഷയമെന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ വൃത്തിക്ഷയങ്ങൾ എന്തായിരിക്കും? പരിക്രമണ പാതയിൽ ചന്ദ്രന്റെ പ്രകാശിത ഭാഗവും നിഴൽ ഭാഗവും ഭൂമിയിൽ നിന്ന് കാണുന്നതിന്റെ വ്യത്യാസം കാരണം ഉണ്ടാവുന്നതാണ് എന്ത്? വൃദ്ധിക്ഷയങ്ങൾ. ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് വൃദ്ധിക്ഷയങ്ങൾ? പരിക്രമണ പാതയിൽ ചന്ദ്രന്റെ പ്രകാശിത ഭാഗവും നിഴൽ ഭാഗവും ഭൂമിയിൽ നിന്ന് കാണുന്നതിന്റെ വ്യത്യാസം കാരണം മൂലമുണ്ടാകുന്നതാണ് എന്ത്? വൃദ്ധിക്ഷയങ്ങൾ. അടുത്ത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് നക്ഷത്രങ്ങളെ കുറിച്ചിട്ടാണ്. എന്താണ് നക്ഷത്രങ്ങൾ? സ്വയം പ്രകാശിക്കുന്ന ആകാശഗോളങ്ങളാണ് എന്ത്? നക്ഷത്രങ്ങൾ. സ്വയം പ്രകാശിക്കുന്ന ആകാശഗോളങ്ങളെ നമുക്ക് എന്തെന്ന് വിളിക്കാം? നക്ഷത്രങ്ങൾ എന്ന് വിളിക്കാം. ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം ഏതാണ്? സൂര്യനാണ്. ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം ഏതാണ്? സൂര്യൻ. സൂര്യൻ കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ഏതാണ്? ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം ആൽഫ സെഞ്ചുറി. അത് ഇമ്പോർട്ടൻ്റ് ആണ്. സൂര്യൻ കഴിഞ്ഞാൽ ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം ഏതാണ്? ആൽഫ സെഞ്ചുറി. ഇനി സൂര്യന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഭൂമികളുടെ എണ്ണം എത്രയാണ്? 12 ലക്ഷം. സൂര്യന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഭൂമികളുടെ എണ്ണം എത്രയാണ്? 12 ലക്ഷം. ആൽഫ സെഞ്ചുറി എന്ന നക്ഷത്രത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഒരു ശബ്ദം എത്താൻ എടുക്കുന്ന സമയമാണ് 4 വർഷം. ആൽഫ സെഞ്ചുറി എന്ന നക്ഷത്രത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഒരു ശബ്ദം എത്താൻ എടുക്കുന്ന സമയമാണ് എത്ര വർഷം? 4 വർഷം. അടുത്തത് നക്ഷത്രങ്ങൾ മിന്നുന്നതായി തോന്നാൻ കാരണം എന്തായിരിക്കും? നക്ഷത്രങ്ങൾ ഇങ്ങനെ മിന്നി മിന്നി നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നണം. എന്തുകൊണ്ടായിരിക്കാം? നക്ഷത്രങ്ങളിൽ നിന്നും നേർരേഖയിൽ വരുന്ന പ്രകാശം അന്തരീക്ഷത്തിന്റെ വിവിധ പാളികളിലൂടെ കടന്നു വരുമ്പോൾ നിരന്തരമായി എന്ത് സംഭവിക്കുന്നുണ്ട്? ദിശ മാറ്റത്തിന് വിധേയമാകുന്നു. അതുകൊണ്ടാണ് നക്ഷത്രങ്ങൾ മിന്നുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. എന്തുകൊണ്ടാണ് നക്ഷത്രങ്ങൾ മിന്നുന്നത്? ആ നക്ഷത്രങ്ങളിൽ നിന്നും നേർരേഖയിൽ വരുന്ന പ്രകാശം അന്തരീക്ഷത്തിന്റെ വിവിധ പാളികളിലൂടെ കടന്നു വരുമ്പോൾ നിരന്തരമായിട്ട് എന്ത് സംഭവിക്കുന്നുണ്ട്? ദിശ മാറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ദിശ മാറുന്നത് കൊണ്ടാണ് നമുക്ക് എന്ത് അനുഭവപ്പെടുന്നത്? നക്ഷത്രങ്ങൾ മിന്നുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. ആകാശത്ത് വടക്കു ഭാഗത്ത് കാണുന്ന സാമാന്യം തിളക്കമുള്ള 7 നക്ഷത്രങ്ങളെ ചേർത്ത് വിളിക്കുന്നതാണ് ഏത്? ബിഗ് ഡിപ്പർ എന്ന്. എന്താണ്? ആകാശത്ത് വടക്കു ഭാഗത്ത് കാണുന്ന സാമാന്യം തിളക്കമുള്ള 7 നക്ഷത്രങ്ങളെ ചേർത്ത് വിളിക്കുന്നതാണ് ഏത്? ബിഗ് ഡിപ്പർ എന്ന്. പാശ്ചാത്യ സപ്തർഷികൾക്ക്, അതായത് ഈ 7 നക്ഷത്രങ്ങൾക്ക് നൽകിയ പേരാണ് എന്ത്? ബിഗ് ഡിപ്പർ. ഓറിയോണിന്റെ വലത് ചുമലിന്റെ സ്ഥാനത്ത് കാണുന്ന ഒരു ചുമന്ന നക്ഷത്രമാണ് തിരുവാതിര. എന്താണ്? നോക്കിക്കേ, ഈ ഒരു ചിത്രത്തിലേക്ക് നോക്ക്. വേട്ടക്കാരൻ എന്നാണ് അതിന് പറയുന്നത്. ഓറിയോണിന്റെ വലത് ചുമലിന്റെ സ്ഥാനത്ത് കാണുന്ന ചുവന്ന നക്ഷത്രത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? തിരുവാതിര എന്ന് വിളിക്കുന്നത്. ഒക്ടോബർ മുതൽ ഡിസംബർ വരെ മാസങ്ങളിൽ സന്ധ്യാസമയത്ത് വടക്കൻ ആകാശത്ത് കാണുന്ന നക്ഷത്രക്കൂട്ടമാണ് കാശ്പി. എന്താണ്? ഒക്ടോബർ മുതൽ ഡിസംബർ വരെ മാസങ്ങളിൽ സന്ധ്യാസമയത്ത് വടക്കൻ ആകാശത്ത് കാണുന്ന നക്ഷത്രക്കൂട്ടമാണ് കശ്പി. നോക്കിക്കേ, കശ്പിയുടെ ചിത്രമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ചേർക്കാം, പിരിക്കാം. അപ്പോൾ ഇത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് എന്താണ്? തന്മാത്ര, അതുപോലെ തന്നെ എന്താണ് ശുദ്ധപദാർത്ഥം തുടങ്ങിയ കാര്യങ്ങളാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായിരിക്കും തന്മാത്ര അഥവാ മോളിക്യൂൾ? എന്താണ്? അതായത് ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിൻ്റെ ഏറ്റവും ചെറിയ കണികയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? തന്മാത്ര അഥവാ മോളിക്യൂൾ എന്ന് വിളിക്കുന്നത്. എന്താണ്? ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിൻ്റെ ഏറ്റവും ചെറിയ കണികയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക?
തന്മാത്ര അഥവാ മോളിക്യൂൾ എന്ന് വിളിക്കുക. ഇനി അങ്ങനെയെങ്കിൽ ശുദ്ധപദാർത്ഥം എന്താണ്? ശുദ്ധപദാർത്ഥം ഒരു പദാർത്ഥത്തിൽ ഒരു തരത്തിലുള്ള തന്മാത്രകൾ മാത്രമാണ് കാണുന്നതെങ്കിൽ ആ പദാർത്ഥത്തെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ശുദ്ധപദാർത്ഥം എന്ന് വിളിക്കാം. പ്യുവർ സബ്സ്റ്റൻസ് എന്ന് വിളിക്കാം. എന്താണ്? ഒരു പദാർത്ഥത്തിൽ ഒരു തരത്തിലുള്ള തന്മാത്രകൾ മാത്രമാണ് കാണുന്നതെങ്കിൽ ആ പദാർത്ഥത്തെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ശുദ്ധപദാർത്ഥം അഥവാ പ്യുവർ സബ്സ്റ്റൻസ് എന്ന് വിളിക്കാം. ഉദാഹരണം ഏതൊക്കെയാണ് ശുദ്ധപദാർത്ഥത്തിന്? ജലം, കറിയുപ്പ്, അലൂമിനിയം, ഗ്ലിസറിൻ, അപ്പക്കാരം, പൊട്ടാസ്യം പെർമാംഗനേറ്റ്, വെള്ളി, ഓക്സിജൻ, കോപ്പർ, തുരിശ് മുതലായവ എന്തിനുള്ള ഉദാഹരണങ്ങളാണ്? ശുദ്ധപദാർത്ഥത്തിനുള്ള ഉദാഹരണങ്ങളാണ്. ഏതൊക്കെയാണ്? ജലം, കറിയുപ്പ്, അലൂമിനിയം, ഗ്ലിസറിൻ, അപ്പക്കാരം, പൊട്ടാസ്യം പെർമാംഗനേറ്റ്, വെള്ളി, ഓക്സിജൻ, കോപ്പർ, തുരിശ് മുതലായവ എന്തിനുള്ള ഉദാഹരണങ്ങളാണ്? ശുദ്ധപദാർത്ഥത്തിനുള്ള ഉദാഹരണങ്ങളാണ്. അങ്ങനെയെങ്കിൽ മിക്സ്ചർ അഥവാ മിശ്രിതം എന്തായിരിക്കും? ഒന്നിൽ കൂടുതൽ ഇനം തന്മാത്രകൾ അടങ്ങിയിട്ടുള്ള പദാർത്ഥങ്ങളെ നമുക്ക് എന്തെന്ന് വിളിക്കാം? മിശ്രിതം അല്ലെങ്കിൽ മിക്സ്ചർ എന്ന് വിളിക്കാം. ഉദാഹരണം എന്താണ്? സോൾട്ട് ആൻഡ് വാട്ടർ, മിക്സ്ചർ ഓഫ് സോൾട്ട് ആൻഡ് വാട്ടർ. പിന്നെയോ മിക്സ്ചർ ഓഫ് ഷുഗർ ആൻഡ് വാട്ടർ. പിന്നെയോ മിക്സ്ചർ ഓഫ് സാൻഡ് ആൻഡ് വാട്ടർ. ഇതെല്ലാം എന്തിനുള്ള ഉദാഹരണങ്ങളാണ്? മിശ്രിതത്തിനുള്ള ഉദാഹരണങ്ങളാണ്. ഇനി എന്തായിരിക്കും ഏകാത്മിക മിശ്രിതം? അതായത് നമ്മുടെ ഈ മിക്സ്ചേഴ്സിനെ അതായത് മിശ്രിതത്തെ രണ്ടായിട്ട് തിരിക്കാം. എന്തൊക്കെയായിട്ട് തിരിക്കാം? ഹെട്രോജീനിയസ് ആൻഡ് ഹോമോജീനിയസ്, ഭിന്നാത്മക മിശ്രിതം എന്നും ഏകാത്മക മിശ്രിതം എന്നും രണ്ടായിട്ട് തിരിക്കാം. അതിൽ എന്തായിരിക്കും ഏകാത്മക മിശ്രിതം അഥവാ ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് ഒരു മിശ്രിതത്തിൻ്റെ എല്ലാ ഭാഗവും ഒരേ ഗുണം കാണിക്കുകയാണെങ്കിൽ അത്തരം മിശ്രിതത്തെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഏകാത്മക മിശ്രിതം എന്ന് വിളിക്കാം. എന്താണ്? ഒരു മിശ്രിതത്തിൻ്റെ എല്ലാ ഭാഗവും ഒരേ ഗുണം കാണിക്കുകയാണെങ്കിൽ അത്തരം മിശ്രിതത്തെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഏകാത്മക മിശ്രിതം എന്ന് വിളിക്കാം. ഉദാഹരണങ്ങൾ ഏതാണ്? കോഫി, അതുപോലെ ചോക്ലേറ്റ്, ഓറഞ്ച് ജ്യൂസ് ഇതെല്ലാം തന്നെ എന്തിനുള്ള ഉദാഹരണമാണ്? ഏകാത്മിക മിശ്രിതമാണ്. നമ്മൾ എവിടെ നിന്ന് കോഫിയുടെ ഏത് വശത്ത് നമ്മൾ എടുത്താലും എന്തായിരിക്കും? ഒരേ ഗുണമാണിക്കും കാണിക്കുക. എല്ലാ ഭാഗത്തും ഒരേ ഗുണം കാണിക്കുന്നതിന് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഏകാത്മിക മിശ്രിതം എന്ന് വിളിക്കുന്നു. അങ്ങനെയെങ്കിൽ ലായനികൾ എന്തായിരിക്കും? ഏകാത്മിക മിശ്രിതങ്ങളാണ്. എല്ലാ ലായനികളും എന്ത് മിശ്രിതങ്ങളാണ്? ഏകാത്മക മിശ്രിതങ്ങളാണ്. ഇനി ബ്രാസ്, പിച്ചള. ബ്രാസിൽ എന്താണ്? ബ്രാസിൽ അടങ്ങിയിരിക്കുന്നത് എന്തൊക്കെ വസ്തുക്കളാണ്? സിങ്കും കോപ്പറുമാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രാസിലുള്ളത് ഏതാണ്? സിങ്കും കോപ്പറുമാണ്. ഇനി സോഡാലൈനിൽ എന്തായിരിക്കും? ജലവും കാർബൺ ഡൈ ഓക്സൈഡുമാണ്. ഇത് എന്തിനുള്ള ഉദാഹരണങ്ങളാണ്? ഏകാത്മക മിശ്രിതത്തിനുള്ള ഉദാഹരണമാണ്. അതുപോലെ തന്നെ ഗ്ലിസറിൻ, വെള്ളത്തിൽ ലയിച്ചത്. ഗ്ലിസറിൽ എന്താണുള്ളത്? ഗ്ലിസറിനും ജലവുമാണ്. അടുത്തത് വായുവിൽ എന്താണുള്ളത്? നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ജലകണികൾ തുടങ്ങിയവയാണ് എന്തിലുള്ളത്? വായുവിലുള്ളത്. ഇതെല്ലാം എന്താണ്? ഏകാത്മക മിശ്രിതങ്ങളാണ്. ഇനി അടുത്തതാണ് ഭിന്നാത്മക മിശ്രിതം. അപ്പോൾ എക്സാമിന് ഇങ്ങനെ ചോദിക്കാറുണ്ട്, വായു എന്തിനുള്ള ഉദാഹരണമാണ് എന്ന് ചോദിച്ചാൽ പ്യുവർ എയർ എന്തിനുള്ളതാണ്? ഏകാത്മക മിശ്രിതത്തിനുള്ള ഉദാഹരണമാണ്. അപ്പം അത് ഓർത്തിരിക്കണം കേട്ടോ, ചോദിക്കാറുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ നമ്മൾ ഭിന്നാത്മക മിശ്രിതം എന്താണെന്നാണ് പറഞ്ഞത്. എന്താണ് ഭിന്നാത്മക മിശ്രിതം? അതായത് ഒരു മിശ്രിതത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങൾ വ്യത്യസ്ത ഗുണങ്ങൾ കാണിക്കുകയാണെങ്കിൽ അവയെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഭിന്നാത്മക മിശ്രിതം എന്ന് വിളിക്കാം. ഇപ്പം നമ്മുടെ മിച്ചർ എടുത്തു. മിച്ചറിൽ ഇപ്പം കപ്പലണ്ടി ഉണ്ട്, അതുപോലെ തന്നെ നീളത്തിലുള്ള സാധനമുണ്ട്, പൊട്ടുകടലുണ്ട്, ഇതെല്ലാം ഉണ്ട്. നമ്മൾ മിച്ചറിന് ഒരു പാത്രത്തിലിട്ടിട്ട് ഒരു വശത്ത് കുറച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും? കുറേ കാര്യങ്ങൾ കിട്ടൂലേ? അപ്പോൾ എന്തിനുള്ള ഉദാഹരണമാണ്? ഭിന്നാത്മക മിശ്രിതമാണ്. അതായത് ഒരു മിശ്രിതത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ വ്യത്യസ്ത ഗുണങ്ങൾ കാണിക്കുകയാണെങ്കിൽ അവയെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഹെട്രോജീനിയസ് അഥവാ ഭിന്നാത്മക മിശ്രിതം എന്ന് വിളിക്കാം. ഇപ്പോൾ ഉദാഹരണം എന്താ നമ്മൾ പറഞ്ഞത്? മിക്സർ പറഞ്ഞു. അതുപോലെ തന്നെ മിൽക്ക് ആൻഡ് സിറിയൽസ്, സാലാഡ് ഇതെല്ലാം എന്തിനുള്ള ഉദാഹരണങ്ങളാണ്? ഫ്രൂട്ട് സാലഡ് ഇതെല്ലാം എന്തിനുള്ള ഉദാഹരണമാണ്? ഭിന്നാത്മക മിശ്രിതം അഥവാ ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സിന് ഉദാഹരണമാണ്. അതായത് ഏകാത്മക മിശ്രിതത്തിൽ നമുക്ക് കമ്പോണൻസിനെ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാനായിട്ട് വേർതിരിക്കാനായിട്ട് സാധിക്കില്ല. എന്നാൽ
ഭിന്നാത്മക മിശ്രിതത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കമ്പോണൻസിനെ അതായത് ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ, അതായത് വേർതിരിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇതാണ് ഏകാത്മക മിശ്രിതവും അതുപോലെ തന്നെ ഭിന്നാത്മക മിശ്രിതവും തമ്മിലുള്ള വ്യത്യാസം. അടുത്ത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് മിശ്രിതത്തിലെ ഘടകങ്ങളെ വേർതിരിക്കുന്ന പ്രക്രിയകൾ ഏതൊക്കെയാണെന്നാണ്. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കുന്നത് അരിയിക്കലാണ്. അരിയിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മിശ്രിതത്തിലെ ഘടക പദാർത്ഥങ്ങളെ അരിപ്പ് ഉപയോഗിച്ച് വേർതിരിക്കുന്ന രീതി. ഇപ്പം നമ്മുടെ അരിപ്പൊടിയൊക്കെ പൊടിച്ചുകൊണ്ട് വന്നു, അതിനകത്ത് നിന്ന് കട്ടയുണ്ടെങ്കിൽ മാറ്റാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു അരിപ്പ വെച്ച് ആ അരിപ്പയിലേക്ക് എന്തിട്ട് കൊടുക്കും? നമ്മുടെ അരിപ്പൊടി ഇട്ട് കൊടുത്തൊന്ന് അരിച്ച് അതിനകത്ത് കട്ടേനെ മാറ്റിയെടുക്കും. അതായത് ഒരു മിശ്രിതത്തിലെ ഘടക പദാർത്ഥങ്ങളെ അരിപ്പ് ഉപയോഗിച്ച് വേർതിരിക്കുന്ന രീതിയാണ് എന്തെന്ന് പറയുന്നത്? അരിയിക്കൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മണൽ അരിച്ച് നമ്മുടെ വീട് പണിക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ മണൽ അരിക്കുന്നതും എന്തിനുള്ള ഉദാഹരണമാണ്? അരിയിക്കലിനുള്ള ഉദാഹരണമാണ്. ഇനി അടുത്തതാണ് തെളിയൂറ്റൽ. തെളിയൂറ്റൽ എന്താണ്? അതായത് ഒരു മിശ്രിതത്തിലെ ഘടക വസ്തുക്കളെ അടിയിച്ച് മുകൾ ഭാഗത്തുള്ള ദ്രാവകത്തെ ഊറ്റിയെടുക്കുന്ന പ്രക്രിയ, അതിന് നമുക്ക് എന്തെന്ന് വിളിക്കാം? തെളിയൂറ്റൽ എന്ന് വിളിക്കാം. അപ്പം നമ്മൾ മണ്ണ് അല്ലെങ്കിൽ ചെളി വെള്ളം ഒന്ന് നന്നായിട്ടൊന്ന് കുലുക്കിയിട്ട് ഒന്ന് കുറച്ച് നേരം ഒന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ചെളിയെല്ലാം താഴെ ഊറിക്കിടക്കും, മുകളിൽ വെള്ളം തെളിഞ്ഞു നിൽക്കും. അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് തെളിയൂറ്റൽ എന്ന് വിളിക്കുന്നത്. അതായത് ഇത് എന്തിനു ഉപയോഗിക്കുന്ന രീതിയാണ്? ദ്രാവകത്തിലെ ഖരമാലിന്യങ്ങൾ ശുദ്ധീകരിക്കുന്ന രീതിയാണ് എന്ത്? തെളിയൂറ്റൽ. എന്താണ്? ദ്രാവകത്തിലെ ഖരമാലിന്യങ്ങൾ ശുദ്ധീകരിക്കുന്ന രീതി ഏതാണ്? തെളിയൂറ്റൽ. ഇനി അടുത്തത് പഠിക്കാനായിട്ട് പോകുന്നതാണ് ബാഷ്പീകരണം അഥവാ ഇവാപ്പറേഷൻ. എന്താണ് ഇവാപ്പറേഷൻ? ഒരു ദ്രാവകം താപം സ്വീകരിച്ച് ബാഷ്പമായി മാറുന്ന പ്രക്രിയയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ബാഷ്പീകരണം എന്ന് വിളിക്കുന്നത്. ഒരു ദ്രാവകം, അതായത് നമ്മുടെ ഉപ്പുണ്ടാക്കുന്നത്, ഉപ്പ് എങ്ങനെയാണ്? നമ്മൾ കടലിലെ വെള്ളം നമ്മൾ കെട്ടി നിർത്തിയിട്ട് അതെങ്ങനെയാണ്? ചൂടായി സൂര്യൻ്റെ ചൂട് കൊണ്ട് എന്താവുന്നു? ബാഷ്പമായിട്ട് ആ ജലാംശം എല്ലാം പോയി ബാക്കി കട്ടയായിട്ട് അവിടെ കിടക്കുന്നു. ഒരു ദ്രാവകം താപം സ്വീകരിച്ച് ബാഷ്പമായി മാറുന്ന പ്രക്രിയയാണ് എന്ത്? ബാഷ്പീകരണം. അതിന് ഉദാഹരണമാണ് കടൽ ജലത്തിൽ നിന്നും എന്ത് വേർതിരിച്ചെടുക്കുന്നത്? ഉപ്പ് വേർതിരിച്ച് എടുക്കുന്നത്. ഒരു ഖരവസ്തു ഖരത്തിൽ ലയിച്ചതിന് ഉദാഹരണമാണ് ഏത്? ബ്രാസ്. ഓർത്തിരിക്കുക, ഒരു ഖരവസ്തു ഖരത്തിൽ ലയിച്ചതിന് ഉദാഹരണമാണ് ഏത്? ബ്രാസ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്രാസിൽ എന്തൊക്കെ അടങ്ങിയിരിക്കുന്ന വസ്തുക്കൾ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. പിച്ചള അഥവാ ബ്രാസിൽ അടങ്ങിയിരിക്കുന്ന വസ്തുക്കൾ ഏതൊക്കെയാണ്? സിങ്കും കോപ്പറുമാണ്. രൂപത്തിനും ബലത്തിനും ഈ ഒരു ലെസണിൽ പഠിക്കാനുള്ളതാണ്. എന്താണ്? ബാഹ്യ അസ്ഥികൂടം, അതുപോലെ തന്നെ ആന്തരിക അസ്ഥികൂടം. ഇതൊക്കെയാണ് ഈ ഒരു ലെസണിൽ പഠിക്കാനായിട്ട് നമ്മൾ പോകുന്നത്. അപ്പോൾ എന്തായിരിക്കും ബാഹ്യ അസ്ഥികൂടം? എന്താണ് ബാഹ്യ അസ്ഥികൂടം? ജീവികളിൽ ഭാഗങ്ങളെ സംരക്ഷിക്കുന്നതിനും ആകൃതി നൽകുന്നതിനും ശത്രുക്കളിൽ നിന്നും രക്ഷ നേടാനുമായി സഹായിക്കുന്ന ശരീരത്തിന് പുറത്തുള്ള ആവരണമാണ്, അല്ലെങ്കിൽ പുറംതോടിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ബാഹ്യാസ്ഥികൂടം എന്ന് വിളിക്കുന്നത്. എന്താണ്? ജീവികളിൽ ശരീരഭാഗങ്ങളെ സംരക്ഷിക്കുന്നതിനും ആകൃതി നൽകുന്നതിനും ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനുമായി സഹായിക്കുന്ന ശരീരത്തിന് പുറത്തുള്ള ആവരണത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ബാഹ്യാസ്ഥികൂടം. പുറംതോടിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ബാഹ്യാസ്ഥികൂടം എന്ന് വിളിക്കുക. അപ്പം നമ്മുടെ ഞണ്ടിൻ്റെ പുറകയിൽ എന്താണ്? ഒരു പുറംതോടുണ്ടല്ലേ, അതിനാണ് നമ്മൾ ബാഹ്യാസ്ഥികൂടം എന്ന് പറയുക. അതുപോലെ തന്നെ ചിപ്പി, ഒച്ച്, ഇതെല്ലാം എന്തിനുള്ള ഉദാഹരണമാണ്? ബാഹ്യാസ്ഥികൂടമുള്ള ജീവികൾക്കുള്ള ഉദാഹരണമാണ്. എന്താണ്? കട്ടിയുള്ള പുറന്തോടാണ് അവരുടെ. ഏതൊക്കെയാണെന്നൂടി പറയാം. ഏതൊക്കെയാണ് കട്ടിയുള്ള പുറന്തോടുകൾ ഉള്ള ജീവികൾക്ക് ഉദാഹരണം? ഒച്ച്, വണ്ട്, ഞണ്ട്, ചിപ്പികൾ. ഇതെല്ലാം തന്നെ എന്തിനുള്ള ഉദാഹരണമാണ്? ബാഹ്യ അസ്ഥികൂടം ഇവരുടെ ഉദാഹരണമാണ്. അതുപോലെ തന്നെ ഇവരുടെ പുറന്തോടിന് എങ്ങനെയാണ്? കട്ടിയുണ്ട്. ഇനി കട്ടി കുറഞ്ഞ പുറന്തോടുള്ള ജീവികളും ഉണ്ട്. ആരൊക്കെയാണ് കട്ടി കുറഞ്ഞ പുറന്തോടുള്ളത്? പഴുതാര, തേരട്ട, ഇതെല്ലാം എന്തിനാണ്? കട്ടി കുറഞ്ഞ പുറന്തോടുള്ള ജീവികളാണ്. അതുപോലെ തന്നെ ബാഹ്യാസ്ഥികൂടത്തിൻ്റെ അവശേഷിപ്പുകൾക്ക് ഉദാഹരണങ്ങളാണ് ഏതൊക്കെ? മത്സ്യങ്ങളുടെ, ഉരഗങ്ങളുടെയൊക്കെ ചെതമ്പലുകൾ, അതുപോലെ തന്നെ പക്ഷികളുടെ തൂവലുകൾ, ജന്തുക്കളിലെ രോമങ്ങൾ, കൊമ്പുകൾ, കുളമ്പുകൾ, നഖങ്ങൾ, ഇതെല്ലാം എന്തിനുള്ളതാണ്? ബാഹ്യാസ്ഥികൂടത്തിൻ്റെ അവശേഷിപ്പുകൾക്ക് ഉദാഹരണങ്ങളാണ്. ഇനി അങ്ങനെയെങ്കിൽ ആന്തരിക അസ്ഥികൂടങ്ങൾ അല്ലെങ്കിൽ ആന്തരാസ്ഥികൂടങ്ങൾ എന്താണ്? അതായത് ശരീരത്തിൻ്റെ ഉള്ളിൽ കാണുന്ന അസ്ഥികൂടത്തിനെയാണ് നമ്മൾ എന്ന് പറയുക ആന്തരാസ്ഥികൂടങ്ങൾ എന്ന് പറയുക. ഇനി ആന്തരാസ്ഥികൂടമുള്ള ജീവികൾക്ക് ഉദാഹരണം ഏതാണ്?
പശു, ആട്, നായ ഇതെല്ലാം എന്താണ്? ആന്തരാസ്ഥികൂടങ്ങൾക്ക് ഉദാഹരണമാണ്. ഇനി ആന്തരാസ്ഥികൂടവും ബാഹ്യ അസ്ഥികൂടവും ഉള്ള ജീവികൾ ഏതൊക്കെയാണ്? അതായത് പുറന്തോടുള്ളതും അതുപോലെ തന്നെ അകത്ത് ആന്തരികമായിട്ടുള്ള അസ്ഥികൂടവും ഉള്ളത് ആരൊക്കെയാണ്? ആമ, ചീങ്കണ്ണി, മുതല. ഇവർക്കൊക്കെ എന്തുണ്ട്? ആന്തരാസ്ഥികൂടവും ബാഹ്യ അസ്ഥികൂടവും ഉണ്ട്. ഓക്കെ. ഇനി എന്തിനാണ് ഈ അസ്ഥികൾ നമ്മളെ സഹായിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് അസ്ഥികൾ ശരീരത്തിന് ആകൃതിയും ഉറപ്പും നൽകുന്നത് പോലെ തന്നെ എന്തിനും സഹായിക്കുന്നുണ്ട്? ചലനത്തിനും സഹായിക്കുന്നുണ്ട്. അസ്ഥികൾ ശരീരത്തിന് എന്തൊക്കെ തരുന്നുണ്ട്? ആകൃതി തരും, അതുപോലെ തന്നെ നല്ല ഉറപ്പ് തരും, അതുപോലെ തന്നെ എന്തും കൂടി തരുന്നുണ്ട്? തന്നെ ചലിക്കാനും അതായത് ചലനത്തിനും സഹായിക്കുന്നുണ്ട്. ഇനി ഏറ്റവും മൃദുവായ അസ്ഥികൾ കാണപ്പെടുന്നത് ഏതാണ്? എവിടെയാണ്? മൂക്ക്, ചെവി എന്നിവയിൽ കാണുന്ന മൃദുവായ അസ്ഥികളെയാണ് നമ്മൾ എന്ന് പറയുന്നത് തരുണാസ്ഥികൾ എന്ന് വിളിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. മൂക്ക്, ചെവി എന്നിവയിൽ കാണുന്ന മൃദുവായ അസ്ഥികളാണ് എന്ത്? തരുണാസ്ഥികൾ. ഇനി ശ്വാസകോശങ്ങൾ, ഹൃദയം എന്നിവയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന അസ്ഥി ഏതാണ്? വാരിയെല്ലുകൾ. എന്താണ്? ശ്വാസകോശങ്ങൾ, ഹൃദയം എന്നിവയെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്നത് ആരാണ്? നമ്മുടെ വാരിയെല്ലുകളാണ്. അങ്ങനെയെങ്കിൽ ഏറ്റവും വലിയ അസ്ഥി ഏതാണ്? തുടയെല്ലാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏതാണ്? തുടയെല്ല്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? സ്റ്റേപ്പിസ് ആണ്. അതും ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? സ്റ്റേപ്പിസ്. സ്റ്റേപ്പിസ് എവിടെയാണ് കാണപ്പെടുന്നത്? ചെവിക്കുള്ളിലാണ്. ജനിക്കുന്ന സമയത്ത് മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 300. ജനിക്കുന്ന സമയത്ത് മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 300. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രായപൂർത്തിയായ ഒരു വ്യക്തിയുടെ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 206. പ്രായപൂർത്തിയായ ഒരു വ്യക്തിയുടെ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 206. നമ്മുടെ ശരീരത്തെ നേരെ നിർത്തുന്നതും അതുപോലെ തന്നെ നിവർത്തി നിർത്തുന്നതും സഹായിക്കുന്ന അസ്ഥി ഏതാണ്? നമ്മുടെ ശരീരത്തെ നേരെ നിർത്തുന്നതിന് സഹായിക്കുന്ന അസ്ഥി ഏതാണ്? നട്ടെല്ലാണ്. മനുഷ്യന്റെ തലയോട്ടിയിലെ ചലന സ്വാതന്ത്ര്യമുള്ള ഒരേ ഒരു എല്ല് ഏതാണ്? കീഴ്ത്താടിയെല്ല്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് കേട്ടോ. മനുഷ്യന്റെ തലയോട്ടിയിലെ ചലന സ്വാതന്ത്ര്യമുള്ള ഒരേ ഒരു എല്ല് ഏതാണ്? കീഴ്ത്താടിയെല്ല്. ആ എല്ലിന് തന്നെയാണ് ഏറ്റവും ബലമുള്ളത്. ശരീരത്തിലെ ഏറ്റവും ബലമുള്ള എല്ല് ഏതാണ്? കീഴ്ത്താടിയെല്ലാണ്. എന്താണ് അസ്ഥിസന്ധികൾ അഥവാ ജോയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് പലതരം ചലനങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും സഹായിക്കുന്ന അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് എന്ത്? അസ്ഥിസന്ധികൾ അഥവാ ജോയിൻസ് എന്ന് വിളിക്കുന്നത്. എന്താണ്? പലതരം ചലനങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും സഹായിക്കുന്ന അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് അസ്ഥിസന്ധികൾ അഥവാ ജോയിൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു പിക്ചറിലേക്ക് നോക്കിക്കേ. ഇതിനകത്ത് സന്ധി കൊടുത്തിട്ടുണ്ട്. ശരീരഭാഗം ഏതാണ്? പ്രത്യേകത എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആദ്യം കൊടുത്തിരിക്കുന്നത് ഗോളരസന്ധി. ഏതാണ്? ഗോളരസന്ധി. എവിടെയാണ് ഗോളരസന്ധി കാണപ്പെടുക? തോളെല്ല് സന്ധിയും അതുപോലെ തന്നെ ഇടുപ്പെല്ല് സന്ധിയും. അതിൻ്റെ പ്രത്യേകത എന്താണ്? ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യം ഉള്ളവ. അതുപോലെ തന്നെ ഒരു അസ്ഥിയുടെ അറ്റത്തുള്ള ഇരുണ്ട ഭാഗം മറ്റൊരു അസ്ഥിയുടെ കുഴിയിൽ തിരിയുന്നു. കണ്ടല്ലോ, ഈ ചിത്രത്തിൽ നോക്കി വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും എന്താണ് ഗോളരസന്ധി എന്ന്. ഇനി അടുത്തത് വിജാഗിരി സന്ധി. വിജാഗിരി സന്ധി എന്താണ്? കൈമുട്ടിലെയും കാൽമുട്ടിലെയും സന്ധിയാണ് വിജാഗിരി സന്ധി. വിജാഗിരി പോലെ ഒരു ഭാഗത്തേക്ക് മാത്രം ചലിപ്പിക്കാനായിട്ട് കഴിയുന്നു. അടുത്തത് എന്താണ്? കീലസന്ധി. കീലസന്ധി എന്താണ്? കഴുത്ത്, തലയോടും നട്ടിലിൻ്റെ മുകൾ ഭാഗവും ചേരുന്ന സ്ഥലമാണ് ഏത്? നമ്മുടെ കഴുത്ത്. അവിടെ വരുന്നതാണ് ഏത്? കീലസന്ധി. ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരുദിശകളിലേക്കും തിരിയുന്നു. എന്താണ് അതിൻ്റെ പ്രത്യേകത? ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരുദിശകളിലേക്കും തിരിയുന്നു. അങ്ങനെയെങ്കിൽ എന്തായിരിക്കും അസ്ഥിഭംഗം? അസ്ഥിഭംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസ്ഥികൾ ഒടിയുന്ന അവസ്ഥയാണ് നമുക്ക് എന്തെന്ന് പറയാം? അസ്ഥിഭംഗം. അസ്ഥികൾ ഒടിയുന്ന അവസ്ഥയാണ് അസ്ഥിഭംഗം. അസ്ഥികൾ സ്ഥാനം തെറ്റുന്നത് എന്തായിരിക്കും? സ്ഥാനഭ്രംശം. അസ്ഥികൾ സ്ഥാനം തെറ്റുന്നത് ഏതാണ്? സ്ഥാനഭ്രംശം. ഇനി അസ്ഥികളുടെ കാഠിന്യത്തിന് കാരണം എന്താണ്? കാൽസ്യം ഫോസ്ഫേറ്റ്. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അസ്ഥികളുടെ കാഠിന്യത്തിന് കാരണം ഏതാണ്? കാൽസ്യം ഫോസ്ഫേറ്റ്.
അസ്ഥികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഘടകങ്ങൾ ഏതൊക്കെയാണ്? കാൽസ്യവും ഫോസ്ഫറസും. ഇതും ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അസ്ഥികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഘടകങ്ങൾ ഏതൊക്കെയാണ്? കാൽസ്യവും ഫോസ്ഫറസും. കാൽസ്യം ധാരാളമായി അടങ്ങിയിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഏതൊക്കെയാണ്? കാൽസ്യം ധാരാളമായിട്ട് നമുക്ക് കിട്ടുന്നത് മുട്ട, പാൽ, ചെറു മത്സ്യങ്ങൾ, കുമ്പളം, പടവലം, പേരയ്ക്ക, ചാമ്പങ്ങ. ഇതെല്ലാം എന്തിനുള്ള ഉദാഹരണങ്ങളാണ്? കാൽസ്യം ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളാണ്. ഇനി നമുക്ക് മനുഷ്യ ശരീരത്തിലെ അസ്ഥികൾ എത്ര ഉണ്ടെന്ന് നോക്കാം. നമ്മുടെ തലയോട്ടിയിൽ എത്ര അസ്ഥികളുണ്ട്? 22 അസ്ഥികളാണുള്ളത്. തലയോടിൽ 22 അസ്ഥികളുണ്ട്. വാരിയെല്ലിൽ 24 അസ്ഥികൾ. ഓരോ കാലിലും എത്ര ഉണ്ട്? 30 അസ്ഥികൾ വെച്ചുണ്ട്. അരക്കെട്ടിൽ 2 അസ്ഥി, നട്ടെല്ലിൽ 33 അസ്ഥിയുണ്ട്. ഓരോ കൈയിലും 32 അസ്ഥികൾ, മാറലിൽ 1. എന്താണ്? മനുഷ്യ ശരീരത്തിലെ അസ്ഥികൾ എത്രയൊക്കെയാണ്? തലയോടിൽ എത്രയാണ്? 22, വാരിയെല്ലിൽ 24, ഓരോ കാലിലും 30, അരക്കെട്ടിൽ 2, നട്ടെല്ലിൽ 33, ഓരോ കൈയിലും 32, മാറലിൽ 1. അപ്പം ഇത്രയാണ് മനുഷ്യ ശരീരത്തിലെ അസ്ഥികൾ.